أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الواحد القهار الصمد الجبار. الحمد لله الأحد الغفار. الصلاة والسلام على النبي المختار وآله الأبرار وأصحابه الأخيار وأتباعه الأطهار. حسبنا الله حسبنا الله حسبنا الله ونعم الوكيل. نعم المولى ونعم النصير. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. يا سيدي مددي سندي ويا عددي مؤيدي مددي أمدي على شددي مشيدي سددي عضدي بلا عددي. كن آخذا بيدي خجا معين الدين. كن آخذا بيدي خجا معين الدين. كن آخذا بيدي خواجة معين الدين. അത്തിപ്പറ്റയിലന്തിയുറങ്ങും മുത്തബിഉസ്സുന്ന അത്തരുണത്തിലുരുന്നവർ ചിത്തം നിത്യവുമേ പൊന്നാ. മുത്ത് റസൂൽ തിരുചര്യയെ ഹൃത്തിൽ കൊത്തിയവർ തന്നാ. മുന്തിയ ചിന്ത മനുഷ്യ മനസ്സിൽ ഊട്ടിയവർ പിന്നാ ഊട്ടിയവർ പിന്നാ. എത്തിരയോ ചരിതം പറയും പല ദിക്കുകളിൽ നിന്നേ. എത്തിയവർക്ക് ലഭിച്ച ഗുണത്തിൻ അക്കഥയും ഇന്നേ അക്കഥയും ഇന്നേ. ഒത്തുസുബർക്കത്തിനൊരിടത്തെ കൊതിക്കുകയാണിന്നേ. ഒത്ത ജവാബ് തിരുത്ത് കബൂൽ നീ ആക്കിടണേ കോനേ ആക്കിടണേ കോനേ. അത്തിപ്പറ്റ
ഉച്ചയിലന്തിയുറങ്ങും മുത്തബിഉ സുന്ന അത്തരുണത്തിലിരുന്നവർ ചിത്തം നിത്യവുമേ പൊന്നാ നിത്യവുമേ പൊന്നാ. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവ് നിറഞ്ഞ പ്രിയപ്പെട്ട ഷേഖുനയുടെ മകൻ വാഹിദ് ഉസ്താദ്, ബഹുമാനപ്പെട്ട മുഹമ്മദ് ഫൈദി ഉസ്താദ്, ദിയാവുദ്ദീൻ വൈസി ഉസ്താദ് ഉൾപ്പെടെ നമ്മുടെ ഈ സദസ്സിലിരിക്കുന്ന വലിയ പണ്ഡിത നിര, സയ്യിദന്മാർ, സാദാത്യങ്ങൾ, ഉസ്താദിന്റെ കുടുംബക്കാർ, ബന്ധുമിത്രാദികൾ, പൊട്ടച്ചിറാൻ വലിയ അറബി കോളേജിൽ എനിക്ക് ജംഉൽ ജവാമി ഓതിത്തുന്ന ബഹുമാനപ്പെട്ട ആദവനാട് ഉസ്താദ് ഉൾപ്പെടെ അൽഹംദുലില്ലാഹ് ഈ സ്റ്റേജിലിരിക്കാൻ അർഹതയുണ്ടായിട്ടും സദസ്സിലേക്ക് ഇറങ്ങി ഇരിക്കുന്നവരുമായ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ, ഫതുഹുൽ ഫതാഹിന്റെ ബഹുമാനനായ സെക്രട്ടറി ഹംസ ഹാജി, സയ്യിദന്മാർ, സാദാത്യങ്ങൾ, മുഹിബ്ബീങ്ങൾ, ആഷിഖീങ്ങൾ, സഹപ്രവർത്തകർ, കൂട്ടുകാർ, ഉമ്മപെങ്ങന്മാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെയും അല്ലെങ്കിൽ ആരിഫുകളുടെയും മഖാമിൻ്റെ ചാരത്ത് എപ്പോഴും ഇതര മതത്തിൽപ്പെട്ട ഒരു വലിയ സംഘം ഉണ്ടാവും. ഇവിടെ ഇതര മതത്തിൽപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ പരിസരങ്ങളിൽ ഒക്കെയായി അവർക്കെല്ലാം വിശുദ്ധ ഇസ്ലാമിൻ്റെ തത്വോധിഷ്ഠിതമായ അഭിനന്ദനങ്ങളും സന്തോഷങ്ങളും അർപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, സർവശക്തനായ അള്ളാഹു നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടി ഈമാനിൻ്റെ പ്രകാശവും ഹൃദയത്തിലേറ്റി ലോകത്തിൽ നിന്ന് വിട പറയാൻ സർവശക്തനായ അള്ളാഹു നമ്മെ തിരഞ്ഞെടുക്കുമാറാകട്ടെ. നമ്മുടെ ഉമ്മയുടെയും ഉപ്പയുടെയും ഗുരുനാഥന്മാരുടെയും ഗുരുത്വവും പൊരുത്തവുമുള്ള വഴിയിലൂടെ മാത്രം വൃത്തിയോടെ ജീവിച്ചു മരിക്കാൻ ഈ മണ്ണിൻ്റെയും ഇവിടുത്തെ ബഹുമാനപ്പെട്ട ഷെയ്ഖുനയുടെയും ഈ ആണ്ട് മുഹൂർത്തത്തിൻ്റെയും എല്ലാം ബറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മെ തിരഞ്ഞെടുക്കട്ടെ. മഹാനുഭാവന്റെ ഓർമ്മയിൽ, അവിടുത്തെ ജീവിത വിശുദ്ധിയിൽ നാം ഒരുമിച്ച് കൂടുമ്പോൾ ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു അതിന് പകരം നമുക്ക് കയ്യൊപ്പായി ചാർത്തി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഓരോ ആണ്ട് കഴിയുമ്പോഴും അതൊരു വലിയ അത്ഭുതമായി കൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ നിന്നങ്ങോട്ട് നമ്മുടെ ഇബ്രാഹിം സാഹിബിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു 4.5 ഏക്കർ സ്ഥലം എനിക്ക് കാണിച്ചു തരാണ്. 4.5 ഏക്കർ അല്ലേ സാർ? 4.5 ഏക്കർ സ്ഥലം. അത് ഫതുഹുൽ ഫതാഹിന് വേണ്ടി രജിസ്ട്രേഷൻ നടത്താൻ പോവാണ്. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ എന്തൊക്കെയോ നടക്കാണ്. ഇൽമിനു വേണ്ടി, ഈമാനിനു വേണ്ടി, തഖ്വക്ക് വേണ്ടി കുറേയേറെ കാര്യങ്ങൾ അൽഹംദുലില്ലാഹ് നടക്കുന്നു. അള്ളാഹു അതിലെല്ലാം ഭാഗവാക്കാകാൻ അള്ളാഹു നമ്മെ തിരഞ്ഞെടുക്കുമാറാകട്ടെ. വലിയ സന്തോഷത്തിലാണ് ഇന്ന് നിൽക്കുന്നത്. കാരണം ഇന്നലെ ഞാൻ പ്രസംഗിച്ചത് എൻ്റെ തന്നെ ഉസ്താദ് നേതൃത്വം കൊടുക്കുന്ന, എന്നെ 6 വർഷം ഇൽമ പഠിപ്പിച്ച ഉസ്താദ് നേതൃത്വം കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ മുമ്പിൽ രാത്രി. ഇന്ന് രാവിലെ 10 മണിക്ക് അജ്മീർ ഫഖീർ അമ്പംകുന്ന് വീരാനൗലിയ ഉപ്പാപ്പായുടെ ഹദറത്തിൽ ഭയങ്കര സന്തോഷം തോന്നും. ഇന്ന് ഉച്ചയ്ക്ക് നമ്മുടെ, ഞാൻ തന്നെ കുറേയേറെയൊക്കെ പ്രസംഗിച്ചിട്ടും മറ്റുമൊക്കെ ആയിട്ട് നമ്മൾ തന്നെ SKSSFന്റെ സെൻട്രൽ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് ഒരുക്കിയ മനോഹരമായൊരു വിമൻസ് അക്കാഡമി ഉണ്ട് കോട്ടോപ്പാടത്ത്. ഒരു 10-200 പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് സംവിധാനിച്ചിരിക്കുന്ന മഹാസംഭവം. അവിടെ കുറച്ചു നേരം അപ്പം മൊത്തത്തിൽ ഒരു മറ്റു കാര്യത്തിന് വേണ്ടി, മറ്റ് സംസാരത്തിന് വേണ്ടി പോലും സമയം ചിലവഴിക്കാൻ പറ്റാത്ത ഒരു നല്ല ദിവസം അൽഹംദുലില്ലാഹ് അള്ളാഹു തന്നു. അൽഹംദുലില്ലാഹ്. അള്ളാഹുവേ, നന്മതിന്മയുടെ ഏടിൽ ഏറ്റവും അധികം നന്മ കിട്ടിയ ദിവസമാക്കി ഈ ദിവസത്തെ നീ ചേർത്തു വെക്കണേ പടച്ചോനെ. ആമീൻ ആമീൻ. അൽഹംദുലില്ലാഹ്. നിൽക്കുന്നവർക്ക് വിഷമമുണ്ടെന്നറിയാം, പക്ഷേ ഇവിടെ നമുക്കൊരു
ഒരു സംവിധാനത്തിനൊരു പരിധിയുണ്ട്, ആ പരിധിയിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം. കുറച്ചുകൂടി മുന്നോട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം സൗകര്യമില്ല, അതുകൊണ്ടാണ്. ചിലപ്പോൾ ഒരു സ്റ്റെപ്പ് കൂടെ മുന്നോട്ട് ഇടാൻ പറ്റുള്ളൂ. അതിനേക്കാളും നല്ലത് കസേര ഉണ്ടെങ്കിൽ പിന്നെ ഒരു സ്റ്റെപ്പ് ഇടലാണ്. അങ്ങോട്ട് നീക്കിയിട്ട് കാര്യമില്ല, അത് നീക്കിയത് കൊണ്ട് ഗുണം ഉണ്ടാവും തോന്നുന്നില്ല. ഇപ്പം അങ്ങനെ ഇരിക്കുന്ന പോലെ ഇരുന്നാൽ ചിലപ്പോൾ റാഹത്തായിട്ട് അങ്ങനെ പോകും. ഇനി ബാക്കിയുള്ളവർക്ക് ആ ഭാഗത്തൊക്കെ വേണമെങ്കിൽ കുറച്ച് പായോ എന്നൊക്കെ ഇട്ടാൽ ആ തിട്ടലേക്ക് ഇരിക്കാൻ പറ്റും. പേപ്പർ എന്തെങ്കിലും സംഘടിപ്പിച്ചാൽ ഇരുന്നോണം, കുഴപ്പമൊന്നുമില്ല. ഉസ്താദിൻ്റെ പരിപാടിയില്ലേ. ഇപ്പം നമ്മളിപ്പോൾ നൗഷാദ് ബാക്കിയൊരു പ്രസംഗം കേൾക്കുക എന്നുള്ളതല്ല, ഇതൊരു ഉസ്താദിൻ്റെ ഷെയ്ഖുനയുടെ ആണ്ടിൻ്റെ ഒരു മഹത്വം എന്നുള്ള രീതിയിൽ ദുആയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നവരാണല്ലോ. നമ്മളെ പ്രസംഗം കുറേ കാലം കൊണ്ട് എല്ലാവരും കേൾക്കും. എനിക്ക് പ്രസംഗിക്കാൻ അറിഞ്ഞില്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാ ഉസ്താദന്മാർക്കും അറിയാം. കുറച്ച് പാട്ടൊക്കെ പറയേണ്ട, തമാശയൊക്കെ പറഞ്ഞ് പോകല. പിന്നെ ഇത്തിരി മര്യാദയ്ക്ക് നിൽക്കുന്നത് ഇങ്ങനെയുള്ള ഈ മഹാന്മാരുടെ ഹദറത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പം നിങ്ങൾ വന്ന് അതിനെല്ലാം എനിക്ക് നല്ല ബോധ്യമുണ്ട്. പിന്നെ ഒരു ആണ്ടിൻ്റെ ഒരു മഹത്വത്തിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടി കുറച്ചൊരു ദുആയൊക്കെ ചെയ്ത് പിരിയുമ്പോൾ അതൊരു വലിയ തൗഫീഖല്ലേ. അൽഹംദുലില്ലാ. അള്ളാഹു നമ്മെ പടച്ചോൻ്റെ വലിയ പൊരുത്തത്തിലാക്കി മാറ്റുമാറാകട്ടെ. മഹാനായ സയ്യിദ് ബിൻ അർക്കം റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഒരു സംഭവം. സയ്യിദ് ബിൻ അർക്കം റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞങ്ങളോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരു സംഭവം പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മുത്തായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് ഞാൻ മാത്രം ഇരിക്കുന്ന ഒരു പ്രത്യേകമായ സമയം. അങ്ങനെ ഒരുപാട് സമയം ഉണ്ടാവും. എത്രയോ ഭാഗ്യം ചെയ്തവരാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ മാത്രം ഇരിക്കുന്ന ഒരു സമയം. അങ്ങനെ ഒരു സമയം, ആ സമയത്തിന്റെ ഒരു സന്തോഷത്തെ കുറിച്ച് ഓർത്തു നോക്കിയ നിങ്ങൾ, വേറെ ആരുമില്ല, ഞാൻ മാത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, പുന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെട്ടെന്ന് മാറിപ്പോകൂ എന്ന് പറഞ്ഞിട്ട് എന്നോടല്ലാതെ എന്റെ മുഖത്ത് നോക്കാതെ മറ്റാരോടോ പറയുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാറിപ്പോകൂ എന്ന് പറഞ്ഞിട്ട് കൈകൊണ്ട് ഇങ്ങനെ തട്ടി മാറ്റുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു. അത്ഭുതങ്ങളും അതിശയങ്ങളും ഒക്കെ അവിടെ വിരിഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. കേവലം ബഹുമാനപ്പെട്ട ശൈഖുന കൂടെ യാത്ര ചെയ്തവർക്ക് കാണാൻ കഴിഞ്ഞത് എന്തെല്ലാം. പിന്നെ ഒരു കാര്യത്തെ ഇങ്ങനെ പർവ്വതീകരിച്ച് പറയുക എന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട മുഖ്ലിസീങ്ങളായ പണ്ഡിതന്മാർക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് എത്രയോ കാര്യങ്ങളെ പറയാതെ വെച്ചിട്ടുണ്ട്. ഇപ്പോഴും അനുഭവസ്ഥർ ധാരാളമുണ്ട്. കുഞ്ഞാണി ഉസ്താദ് എഴുതി വെച്ചിരിക്കുന്ന ഒരു ചെറിയ ഡയറിത്താള് മാത്രമല്ല, ആ ജീവിതത്തിന്റെ ഒരുപാട് രാപ്പകലുകൾ കൂടെ നടന്നവർ അനേകം അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്, ഇപ്പോഴും മൂടി വെച്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാറിപ്പോകാൻ പറഞ്ഞു. എന്നിട്ട് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ ഹബീബല്ലാഹ്, ആരോടാണ് അങ്ങ് മാറിപ്പോകാൻ പറഞ്ഞത്? ആരോടാണ് അങ്ങ് മാറിപ്പോകാൻ പറഞ്ഞത്? അങ്ങ് എന്തിനാണ് കരയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, ദുനിയാവതിന്റെ എല്ലാ പ്രൗഢിയോടും കൂടി, ദുനിയാവതിന്റെ എല്ലാ ഭംഗിയോടും കൂടി, അതിന്റെ വശീകരണത്തിന്റെ സൗകുമാര്യതയിലേക്ക് മാസ്മരികമായി എന്നെ വലിച്ചു കൊണ്ടുപോകാൻ ഒരുങ്ങിച്ചമഞ്ഞ് തയ്യാറായി എന്റെ മുമ്പിൽ വന്നു. ഞാൻ അതിനെ ആട്ടിയോടിച്ചതാണ് എന്റെ കൈകൊണ്ടെന്ന് അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണ് ഹബീബേ അവിടുന്ന് പിന്നെ സന്തോഷിക്കുന്നതിന് പകരം കരഞ്ഞത്? അബൂബക്കറേ, ആ ദുനിയാവ് എന്റെ മുമ്പിൽ നിന്ന് അകന്നു പോകുമ്പോൾ എന്നോട് പറഞ്ഞ ഒരു വർത്തമാനമുണ്ട്. ആ ദുനിയാവിന്റെ അരികിൽ ഞാൻ അകന്നു പോകുമ്പോ എന്നോട് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ രക്ഷപ്പെട്ടേക്കാം, നിന്റെ കൂടെയുള്ള കുറച്ച് ആളുകളും ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കാം. നിനക്ക് ശേഷം വരാനുള്ള ഒരു വലിയ സംഘമുണ്ട്, അവരെ ഞാൻ എന്റെ വശീകരണത്തിലേക്ക്, എന്റെ മാസ്മരികമായ സൗന്ദര്യ വലയത്തിലേക്ക് ഞാൻ അവരെ കൊണ്ടുവരും എന്ന് അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞിട്ട് ദുനിയാവ് ഇറങ്ങിപ്പോയി എന്ന് നബി തങ്ങൾ പറഞ്ഞതായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി സയ്യിദ് ബിൻ അർക്കം റളിയല്ലാഹു അൻഹു പറയുന്നു. അങ്ങനെ ഒരു സംഭവം നടന്നതായി ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണ്?
ഉസ്താദെ ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചാൽ ഞങ്ങൾക്ക് ദുനിയാവ് വേണ്ടേ? ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ വാഹനം വേണ്ടേ? ഞങ്ങൾക്ക് ഭാര്യയും മക്കളും വേണ്ടേ? വീട് വേണ്ടേ? എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് നേരെ അങ്ങനല്ല ചിന്തിക്കേണ്ടത്. അങ്ങനല്ല. ഉസ്താദ് പറഞ്ഞിട്ടുണ്ടല്ലോ, പൈസ പോക്കറ്റിലിടാം, പക്ഷേ പോക്കറ്റിന്റെ തുണി കീറി അകത്ത് ഹൃദയത്തിലേക്ക് ഇടരുത് എന്നാ പറഞ്ഞത്. അത് മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞതിന്റെ സാരം. അല്ലാതെ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് നിങ്ങൾ വലിയ വണ്ടിയിലല്ലേ വന്നത്, നിങ്ങൾ ഇബ്രാഹിം സാഹിബിന്റെ വീട്ടിൽ നിന്ന് ഗൾഫിന്റെ ഭക്ഷണമല്ലേ കഴിച്ചത്, എന്നിട്ട് നിങ്ങൾക്ക് ഇതെങ്ങനെ പറയാൻ? അങ്ങനെയല്ല ചിന്തിക്കുക. ദുനിയാവിന്റെ മുന്നിൽ നമ്മൾ തോറ്റുപോകരുത് എന്നാണ് അതിന്റെ സാരം. വലിയ അപകടം ചെയ്യും. അതുകൊണ്ട് തന്നെ പരിശോധിച്ചു നോക്ക്. പുഞ്ചിരിച്ചുകൊണ്ട് വിട പറഞ്ഞ ഓരോ മഹത്തുക്കളുടെയും ജീവിത ചരിത്രത്തിൽ ദുനിയാവ് അവരെ വേട്ടയാടാൻ ശ്രമിച്ചപ്പോഴൊക്കെ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. എടുത്ത് പരിശോധിച്ചു നോക്ക്. ഇത് വെറുതെ അല്ല. നമ്മുടെ മുമ്പിൽ നടന്നുപോയ ജീവിച്ചു തീർത്ത മഹാരഥന്മാരുടെ ജീവിതത്തെ നമ്മുടെ മുമ്പിലേക്ക് എടുത്തു വെച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന ദുനിയാ ബഹറുൻ അമീഖ് തകുൻ സഫീനതുക ഫീഹാ തഖ്വല്ലാഹ്. ദുനിയാവെന്ന് പറയുന്നത് ആഴമേറിയ കടലാണെന്ന് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. തകുൻ സഫീനതുക ഫീഹാ തഖ്വല്ലാഹ്. ആ ആഴമേറിയ കടലിന്റെ മുകളിൽ നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ, ജീവിക്കണമെങ്കിൽ തഖ്വ എന്ന് പറയുന്ന കപ്പലുണ്ടാക്കണം എന്ന് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു പറയുമ്പോൾ, പണിയെടുത്തത് മുഴുവനും അതിനു വേണ്ടിയാണ്, പണിപ്പെട്ടത് മുഴുവനും അതിനു വേണ്ടിയാണ്. കരഞ്ഞതും ചിരിച്ചതും യാത്ര ചെയ്തതും ത്യാഗം ചെയ്തതും കഷ്ടപ്പെട്ടതും സുജൂദ് ചെയ്തതും സ്വതക്ക ചെയ്തതും എല്ലാം അതിനു വേണ്ടിയാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ആ തഖ്വയുടെ കപ്പലിൽ മഹാരഥന്മാർ പുഞ്ചിരി തൂകിയിട്ട് ഞങ്ങളെ കൂടി മാടി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല, പോകാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്? ദുനിയാവിന്റെ മാസ്മരികമായ വലയത്തില് ഞാനും നിങ്ങളും എവിടെയോ അധപ്പതിച്ചു പോയിരിക്കുകയാണ്, എവിടെയോ വീണു പോയിരിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഭൗതിക ലോകത്ത് സുഖ സൗകര്യങ്ങളും മഹാരഥന്മാരുടെ പിന്നാലെ പോകുമെന്നാണ്, മഹത്തുക്കളുടെ പിന്നാലെ സുഖ സൗകര്യം പോകുമെന്നാണ്. ഇത് രണ്ട് റൂട്ടാണ് സംഭവം. രണ്ട് റൂട്ടാണ് എന്ന് പറഞ്ഞാൽ, പിന്നെ ഔലിയാക്കളെ വെച്ച് നോക്കുമ്പോൾ CM വലിയുല്ലാഹിൽ മടവൂരി നിങ്ങൾ ആലോചിച്ച് നോക്കുക. പുള്ളിയുടെ ചില ജീവിത രീതി വെച്ച് നോക്കുമ്പോൾ ചില ആളുകൾ പറയും, ഇതെന്ത് സൂഫിയാണ്, ഇതാണോ തങ്ങള്, ഇതാണോ ഇതാണോ വലിയ മർത്തബയിലെത്തിയ ആളെന്നൊക്കെ ചിലപ്പോൾ പറയും. അത് പ്രത്യേക മോഡലാണ്. ഇതിന് മസ്ത് എന്നാണ് പറയാ. ഭൗതിക ലോകത്തിനോട് ഒരു വിരക്തി ഉണ്ടായി അള്ളാഹുവിലേക്ക് സർവ്വതും സമർപ്പിക്കുന്ന ഒരു മാസ്മരികമായ ബന്ധത്തിലേക്ക് ലയിച്ചു ചേർന്നവരാണ്. രണ്ട് റൂട്ടാണ്. വരവൂര് മുഹമ്മദ് കുട്ടി മസ്താനുപ്പ, അമ്പംകുന്ന് ബിരാനോലി ഉപ്പ, അതൊക്കെ വേറെ റൂട്ടാണ്. കുറേ വർഷങ്ങളോളം വനത്തിന്റെ ഉള്ളിലൊക്കെ താമസിച്ച് കിതാബ് പഠിക്കാതെ ആലിമീങ്ങളോട് കിതാബിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന അത്ഭുതങ്ങളുടെ കലവറയാണ്. അതൊക്കെ പറഞ്ഞാൽ നമുക്കിങ്ങനെ രോമമുണ്ടല്ലോ, ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും. നമ്മളൊക്കെ ദറസിൽ എത്ര കാലം, എത്ര കൊല്ലം പഠിച്ചു. അത് പഴയകാലത്തെ പഠിത്തത്തിന്റെ പവറിലേക്ക് നമ്മളിനി എത്ര ത്യാഗം ചെയ്തിട്ട് നമുക്ക് എത്താൻ കഴിയില്ല. അതാ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ഉസ്താദന്മാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ വലിയ വലിയ ബഹുമാനപ്പെട്ട ശൈഖുനാ കാപ്പിൽ ഉമർ ഉസ്താദ്, അല്ലാഹു തആല ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരൊക്കെ പഠിച്ച ഇൽമ് എത്ര കൊല്ലമാണ് ദുനിയാവില് നമ്മളൊക്കെ ഇനി കഷ്ടപ്പെട്ടാൽ പഠിക്കാൻ പറ്റുക. അപ്പോൾ നമ്മൾ എത്ര ഏതൊക്കെ രീതിയിൽ പോയാലും അവരിലേക്ക് എത്താൻ കഴിയുന്നില്ല എങ്കിൽ അതൊരു വലിയ അത്ഭുതമാണ്, വലിയ ബഹറാണ്. അതുകൊണ്ട് ആ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞിട്ട് അവർ അതിന്റെ സത്യത്തെ ഉൾക്കൊണ്ടിട്ട് ഒരു ജീവിതം അങ്ങോട്ട് നയിച്ചപ്പോൾ, അല്ലാഹുവേ പടച്ചവനെ, ആളും ബഹളവുമില്ലാതെ ഔലിയാക്കൾക്കിടയിലേക്ക് പാവപ്പെട്ടവരായി കടന്നു പോകാൻ അവർക്ക് സാധ്യമാവുകയാണ്. അത്ഭുതത്തോടെ അവരുടെ ജീവിതത്തെ നോക്കിക്കണ്ട എന്റെ അത്തിപ്പറ്റ ഫത്ഹുൽ ഫത്താഹിന്റെ മുമ്പിൽ വന്ന പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നാം വട്ടപൂജ്യമായി പോകുമോ എന്ന് ചിന്തിക്കണം, നാം തോറ്റുപോകുമോ എന്ന് ചിന്തിക്കണം. അല്ലാഹുവേ, ദുനിയാവ് പിന്നാലെ ഓടിച്ചെന്നിട്ട് പോലും അതിനോട് വിട പറഞ്ഞ് ജീവിച്ച എത്രയോ ആയിരക്കണക്കിന് മഹത്തുക്കളുണ്ട്, മഹാരഥന്മാരുണ്ട്. ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് ജീവിതത്തിൽ നിന്ന് എത്രയോ കാലം രാജാവിനെ പോലെ ജീവിക്കാൻ കഴിയുമായിരുന്ന ഫത്ഹുൽ ഫത്താഹിന്റെ രാജനായ അത്തിപ്പറ്റ ഉസ്താദ് ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നതിനും കുറച്ച് സമയങ്ങൾക്ക് മുമ്പാണ് ഫത്ഹുൽ ഫത്താഹിനെ തന്നത്. അതിലൊരുപാട് കാര്യമുണ്ട് മനസ്സിലാക്കാൻ. നമ്മൾ ആരെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല.
ഇങ്ങനെ ഒരു വലിയ സ്ഥാപനം ഉണ്ടാക്കിയിട്ടാണ് ബഹുമാനപ്പെട്ടവർ ആ സ്ഥാപനത്തിന്റെ ഹദറത്തിലാണ് ജീവിച്ചിരിക്കുന്നതെങ്കിൽ ശരീരത്തെ നിയന്ത്രിക്കാൻ വലിയ പാടല്ലേ? വലിയ സ്ഥാപനത്തിന്റെ മുമ്പിൽ ഒരു വലിയ കസേരയൊക്കെ ആകുമ്പോൾ മനുഷ്യരല്ലേ? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവരെ ആട്ടി ഓടിച്ചെങ്കിലും അതിന് വീണ്ടും 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 അകത്തി വിടുകയാണ്. ഇതെല്ലാം ഏൽപ്പിച്ചിട്ട് ബഹുമാനപ്പെട്ടവർ പോവാണ്. അല്ലെങ്കിൽ ജീവിച്ചിരുന്ന സമയത്ത് ഇതൊന്നും കെട്ടാൻ പറ്റാത്തതുകൊണ്ടാണോ? നല്ലതുപോലെ ഇപ്പൊ ഉസ്താദിന് വേണ്ടിയിട്ട് വാഹിദ് ഉസ്താദും അതുപോലെ തന്നെ ഇബ്രാഹിം കായും അല്ലെങ്കിൽ മുഹമ്മദ് ഉസ്താദൊക്കെ കുറച്ച് ആളുകളെ പോയി കണ്ടപ്പോൾ 2 കോടി രൂപ വസ്തു വാങ്ങിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, കുറച്ച് ആളുകൾ ഉസ്താദാണ് ചോദിക്കുന്നതെങ്കിലോ? ഞാൻ എപ്പോഴും അങ്ങനെ ചിന്തിക്കാറുണ്ട്. പക്ഷെ അതല്ല സംഭവം. ഇതെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം പ്രിയപ്പെട്ടവർ പോവാണ്. ഇവിടെ ഇരുന്നിട്ട് അത് നടത്തല്ല. ഇവിടെ ഇരുന്ന് അതിന്റെ മുമ്പില് ഫത്ഹുൽ ഫത്താഹിന്റെ പ്രിൻസിപ്പൾ, ചെയർമാൻ, രക്ഷാധികാരി അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു ചിന്തയെ മനസ്സിലില്ല. ഒക്കെയും സമ്മാനിച്ചു കൊടുത്തിട്ട് ഇനി ഇതിലൂടെ നിങ്ങൾക്ക് നേടാനുള്ളത് നേടുക എന്ന് പറഞ്ഞ് പോവാണ്. അത് നടത്തി അതിന്റെ മുമ്പിൽ കസേരയിട്ട് ഓഫീസറും ഉണ്ടാക്കി ഇരിക്കൂല. അങ്ങനെ ഇരിക്കണമെങ്കിൽ എത്രയോ നാളുകൾക്ക് മുമ്പ് ഇതൊക്കെ ചെയ്യാമായിരുന്നു. ഭയങ്കര കാഴ്ചപ്പാടായിരുന്നു, ഭയങ്കര ചിന്തയായിരുന്നു. നമ്മൾ ഇരിക്കുമ്പോൾ ഭയന്ന് വിറച്ച് വിനയത്തോടെ അവിടത്തോടുള്ള ആദരവ് കൊണ്ട് ആ ഇരുത്ത ആണിനും പെണ്ണിനും ഹൃദയത്തിലുണ്ടാവണം. എല്ലാവരെയും നമുക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ കഴിയണമെന്നില്ല. എത്രയോ ആളുകളുണ്ട്. ശുജായി മൊയ്ദ് മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ടവരുണ്ടായിരുന്നു. അല്ലാഹുവേ, അദ്ദേഹം വലിയ എഴുത്തുകാരനായിരുന്നു. അത്ഭുതകരമായ പാട്ടുകൾ എഴുതുന്ന, അത്ഭുതകരമായ ഉത്സാരങ്ങളുള്ള പാട്ടുകൾ എഴുതിയിട്ട് ലോകത്ത് അല്ലാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന, തൗഹീദിനെ കുറിച്ച് ബോധ്യപ്പെടുത്തുന്ന വരികളുടെ ഉടമയായിരുന്നു. ഇങ്ങനെയുള്ളവർക്കൊക്കെ ഏറ്റവും വലിയ ഇഷ്ടമെന്ന് പറയുന്നത് സൂഫിയാക്കളെയും ഔലിയാക്കളെയും ആരിഫീങ്ങളെയുമാണ്. ഈ പ്രഭാഷകരാണെങ്കിലും എഴുത്തുകാരാണെങ്കിലും അള്ളാഹുവിന്റെ ഔലിയാക്കളോടൊരു പൊരുത്തം ഇല്ലാതെ അവർക്ക് മുന്നോട്ട് നീങ്ങുന്ന കാര്യം വലിയ പ്രയാസമാണ്. അത് ഭയങ്കര പ്രയാസമാണ്. എഴുത്തുകാർ കൂടുതലും, ഏറ്റവും കൂടുതൽ എഴുത്തുകാർ മോയിൻകുട്ടി വൈദ്യരൊക്കെ അള്ളാഹുവിന്റെ ഔലിയാക്കളോട് അഭേദ്യമായ ബന്ധമുണ്ടായിരുന്ന ആളായിരുന്നു. തുടരെ കൈമണി തുണികൾ ദാശകളാൽ പുളമ പുല്ലുകൾ പൂള ചൂളകൾ കൊമ്പു ചങ്കുകളാൽ ഇതിങ്ങനെ എഴുതി വിടണമെങ്കിലേ ഭയങ്കരമായിട്ട് ഞാൻ പാട്ടൊക്കെ പഠിച്ച് ഭയങ്കര ഡിഗ്രി ഒക്കെ നേടിയിട്ട് ഭയങ്കര എഴുതി തള്ളാണെന്ന് പറഞ്ഞാലൊന്നും നടക്കൂല. അതിൻ്റെ ഒരു പ്രത്യേകമായ ഒരു അനുഗ്രഹം ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ വരണം. എങ്കിലാണ് ഈ ചണ്ട ഡണ്ടട ഡണ്ടട അതൊക്കെ വരുള്ളൂ. ഇല്ലെങ്കിൽ വെറുതെ വീട്ടിലിരുന്ന് ഡണ്ടറാക്കാനേ പറ്റും. ഞാൻ എല്ലാ പാട്ടും എഴുതുമ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരുടെ പേരിൽ ഫാത്തിഹ ഓതിയിട്ടാണ് എഴുതിയിട്ടുണ്ട്. അതിൽ ഇച്ചിരി പ്രയാസം വന്നു പോയത് കാപ്പിൽ ഉസ്താദിനെ കുറിച്ച് എഴുതിയപ്പോൾ മാത്രമാണ്. അത് കുറേ പ്രശ്നങ്ങളും കുറേ പ്രതിസന്ധികളും കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് എഴുതി തീർത്തത്. കഴിയൂല, അതങ്ങനെയാണല്ലോ. എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥനെ കുറിച്ച് എഴുതുമ്പോൾ ഇങ്ങനെ ഒരു വല്ലാത്തൊരു ഒന്നും നമുക്ക് യോഗ്യതയില്ല എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവുക. മറ്റൊന്നൊരു പേടി ഉണ്ടാവൂലേ? ജീവിച്ചിരുന്നപ്പോൾ പാടാൻ അനുവദിക്കാത്ത ഉസ്താദിനെ കുറിച്ച് വഫാത്തിന് ശേഷം എല്ലാവരും നിർബന്ധിച്ചിട്ട് എഴുതുമ്പോൾ ഒരു പേടി ഉണ്ടാവൂലേ? അപ്പൊ ഇതിന് ഔലിയാക്കളുടെ ഒരു ബന്ധമുണ്ട്. ഇപ്പൊ ശുജായി മൊയ്ദ് മുസ്ലിയാർ എന്ത് ചെയ്തു? മദീനത്തേക്ക് പോയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു, അല്ലാഹുവേ, എനിക്ക് വഴി കാണിച്ചു തരാൻ ഒരു ഷെയ്ഖിനെ എനിക്ക് കാണിച്ചു തരാം. എവിടെങ്കിലും ഒരാളെ എനിക്ക് കാണിച്ചു തരാം. കുറെ ദിവസം മദീനത്തിരുന്ന് ദുആ ചെയ്തതാണ്. കുറെ നാൾ മദീനത്തിരുന്ന് ദുആ ചെയ്തു. അല്ലാഹുവേ, പടച്ചവനെ, ഞാനൊരു പാവപ്പെട്ടവനാണ്. എന്റെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ, എന്റെ ജീവിതത്തെ വൃത്തിയാക്കാൻ, എന്നെ നേർവഴിയിലേക്ക് നയിക്കാൻ ഞാൻ അറിയാതെ അഴുക്കുചാലിലേക്ക് എന്റെ കാല് വെച്ചു പോകുമ്പോ വേണ്ടടാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചങ്ങലയിട്ടുകൊണ്ട് എന്നെ പുറകിലേക്ക് വലിച്ചിടക്കാൻ എനിക്കൊരു പ്രിയപ്പെട്ട ഗുരുനാഥനെ വേണം എന്ന് പറഞ്ഞു മദീനയുടെ മുറ്റത്ത് പോയി കരഞ്ഞ് ദുആ ചെയ്ത് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിലൂടെ കാണുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, നിന്റെ കയ്യിൽ മനോഹരമായ ഒരു തസ്ബീഹ് മാല ഇരിക്കുന്നുണ്ടല്ലോ. ആരാണോ ഈ തസ്ബീഹ് മാല നിന്നിൽ നിന്ന് വാങ്ങുന്നത്, ആരാണോ ഈ തസ്ബീഹ് മാല നിന്നിൽ നിന്ന് വാങ്ങുന്നത്, അവരാണ് നിന്റെ ശൈഖ് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയൊക്കെയാണ് സൂചന കിട്ടുക. മശായിഖുമാരെ കണ്ടെത്താനൊക്കെ അങ്ങനെ സൂചന കിട്ടുക. ഇവിടെ ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരനുണ്ട്, ഈ സദസ്സിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അദ്ദേഹം കുറേ ഔലിയാക്കളുടെ ആരിഫീങ്ങളുടെ അടുത്തൊക്കെ പോയി
ദിക്ർ വാങ്ങണം, നല്ല വൃത്തിയായിട്ട് ജീവിക്കണം. നിസ്കാരം ഇല്ലാത്തതൊന്നുമല്ല കേട്ടോ, നിസ്കാരമുള്ള ദിക്ർ വാങ്ങണം. അള്ളാഹുലേക്ക് കൃത്യമായി ഇബാദത്ത് വാങ്ങിയേക്കുമ്പോൾ തന്നെ നിസ്കരിക്കുന്ന രീതിയിലുള്ള ഇജാസത്ത് മഹാന്മാരിൽ നിന്ന് കിട്ടണമെന്ന് പറഞ്ഞ് ഇങ്ങനെ അന്വേഷിച്ച് നടന്ന് ഒരാളെ കാസർഗോഡ് ഭാഗത്ത്, കർണാടക ഭാഗത്ത് ഒരാളെ കിട്ടി. മലപ്പുറംകാരനാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു കൊടുത്തു, ഞാനൊരു ദിക്ർ പറഞ്ഞു തരാം, അത് കുറേ ദിവസം ചെല്ലണം. ചൊല്ലിയിട്ട് നിനക്കെന്തെങ്കിലും സ്വപ്നത്തിലൂടെയാണോ മറ്റെന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ നിനക്ക് സ്വീകരിക്കാം, ഞാൻ നിനക്ക് പറഞ്ഞുതരാൻ അറിയാതെപ്പെട്ടയാളല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി. മലബാറിലേക്ക് മടങ്ങി വന്നിട്ട് ആ സഹോദരൻ 30 ദിവസത്തിലധികം അത് ചൊല്ലിയിട്ട് പിന്നെ വന്നത് ഇവിടെയാണ്, ബഹുമാനപ്പെട്ടവരുടെ അടുത്ത്. ഈ സദസ്സിലുണ്ട് 100% ഈ സദസ്സിൽ ആ ചെറുപ്പക്കാരനുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് യുവാക്കൾ അൽഹംദുലില്ലാ വളരെ ഭവ്യതയോടെ ഞങ്ങളൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് അവരെ കാണുമ്പോൾ തന്നെ അറിയാം ജീവിതത്തിൽ വൃത്തിയും ശുദ്ധിയും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള നല്ല മക്കൾ. അൽഹംദുലില്ലാ അള്ളാഹു ഉസ്താദിന്റെ തണലിലും പൊരുത്തത്തിലുമാക്കി അവരെ ഇനിയും ആർജവത്തോടെ ഇസ്സത്തോടെ ആത്മീയ പ്രകാശത്തോടെ മുന്നോട്ട് നയിക്കട്ടെ. ശുജായി മൊയ്ദി മുസ്ലിയാരോട് പറഞ്ഞത്, നിന്റെ കയ്യിലിരിക്കുന്ന തസ്ബീഹ് മാല ആരെങ്കിലും ചോദിച്ചാൽ അത് കൊടുത്തേക്കുക, അദ്ദേഹമാണ് നിനക്ക് വേണ്ടി ഞാൻ കണ്ടെത്തുന്ന ഗുരുനാഥൻ. കാലങ്ങളേറെ കഴിഞ്ഞു പോകുമ്പോ പ്രിയപ്പെട്ടവര് എവിടെയൊക്കെയാണ് യാത്ര നടത്തിയത്, ഏതൊക്കെ സ്ഥലത്താണ് പോയത്? ആത്മീയമായ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് ഒരാളെ കണ്ടുപിടിക്കാനുള്ള അത്ഭുതകരമായ യാത്രയായിരുന്നു. കാണാൻ കഴിഞ്ഞില്ല, അറിയാൻ കഴിഞ്ഞില്ല, മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കാലങ്ങളേറെ നീണ്ടുപോയി. അവസാനം ശുജായി മൊയ്ദി മുസ്ലിയാർ നിരന്തരം രാത്രിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ പഴയകാലത്തെ സമസ്തയുടെ സമുന്നതരായ പ്രവർത്തകർക്ക് അറിയാം, സംഘടനാ പ്രവർത്തനം കഴിഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാര് CH ഉസ്താദ് ഉൾപ്പെടെയുള്ള വലിയ വലിയ മഹത്തുക്കളൊക്കെ യാത്ര ചെയ്തു പോകുന്നത് ഓലയുടെ ചൂട്ടുണ്ടല്ലോ, അതിന്റെ തുമ്പത്ത് ഇങ്ങനെ തീ കത്തിച്ച് അതിങ്ങനെ വീശി വനാന്തരങ്ങളിലൂടെ കല്ലുമുൾച്ചെടികൾക്കിടയിലൂടെ പാറക്കെട്ടുകൾക്കിടയിലൂടെ നായയും നരിയും ആക്രമിക്കുമോ എന്ന ഭയമുള്ളപ്പെടും മഹാരഥന്മാരുടെ സുന്നത്തുജമാഅത്തിനോടുള്ള അതിയായ ആർത്തി കൊണ്ട് ആഗ്രഹം കൊണ്ട് കടന്നുപോയ രാപ്പകലുകളല്ല. അങ്ങനെ ശുജായി മുസ്ലിയാർ ഇങ്ങനെ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ കടയുണ്ട്, ഓല കൊണ്ട് മേഞ്ഞ കുഞ്ഞു കട. അവിടെ നിന്ന് ചെറിയ ചായ കുടിച്ചിട്ട് ഒരു 25 പൈസയോ 10 പൈസയോ കൊടുത്തിട്ട് അവരിൽ നിന്ന് ചൂട്ടുവാങ്ങിയിട്ട് കത്തിച്ചിങ്ങനെ പോകലാണ് പതിവ്. ഒരു ദിവസം കയ്യിൽ പൈസയില്ലാതെ വന്നു റബ്ബേ, ആ കടക്കാരനോട് പറഞ്ഞു, എന്റെ കയ്യിൽ കാശില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ചൂട്ടിന്റെ കാശ് നാളെ തരാമെന്ന് പറഞ്ഞ് കത്തിച്ചുകൊണ്ടിറങ്ങാ നേരത്ത് ആ കടക്കാരൻ പറയുന്നു, കാശില്ലെങ്കിലും സാരമില്ല, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന തസ്ബീഹ് തന്നാ മതി. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. കാശില്ലേലും പ്രശ്നമൊന്നുമില്ല, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന തസ്ബീഹ് തന്നാ മതി. ബഹുമാനപ്പെട്ടവന് പറഞ്ഞു, അത് നിങ്ങൾക്ക് തരാനുള്ളതല്ല, അതിൽ വേറെ രഹസ്യമുണ്ട്. എന്ത് രഹസ്യമാണ്? അള്ളാന്റെ റസൂൽ പറഞ്ഞ രഹസ്യല്ലേ, ഇങ്ങോട്ട് തന്നേരെ, ഞാൻ എത്ര നാളുകൊണ്ട് കാത്തിരിക്കുകയാണ്. മുത്തേ, കുറച്ചോനെ അറിയാൻ പറ്റും, കണ്ടെത്താൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? നമുക്ക് വലിയ പ്രൗഢി ഉണ്ടാവൂല, സ്ലോ മോഷനിൽ നടക്കൂല, വലിയ പട്ടൊന്നും ചിലപ്പോ തലയിലും തോളത്തൊന്നും ഉണ്ടാവൂല. ബട്ടൺസ് ഇളകിപ്പോയാൽ ഇട്ടുകൊടുക്കാൻ ചിലപ്പോ കൂടെ 100 കണക്കിന് ശിഷ്യന്മാരൊന്നും ഉണ്ടാവൂല. ചെരിപ്പൂരിപ്പോയാൽ എടുത്തു വെച്ചു കൊടുക്കാൻ ചിലപ്പോ ആളൊന്നും ഉണ്ടാവൂല. ചിലപ്പോ കസേര വേണമെന്നില്ല, കീറപ്പായയിലും ചിലപ്പോ ഇരിക്കും, കിടക്കും. പക്ഷെ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല, നമുക്ക് തിരിച്ചറിയാം. ഇതിന്റെ പരിസരത്ത് ജീവിച്ചിട്ട് ബഹുമാനപ്പെട്ടവരെ നേരിട്ട് കാണാത്ത എത്ര മുസ്ലിങ്ങളുണ്ട് നിങ്ങൾക്കറിയോ? അവരൊക്കെ ഇന്ന് തേങ്ങി കരയുന്നുണ്ടാവൂലോ. അല്ലാഹുവേ, പടച്ചവനെ, മുത്തായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞ തസ്ബീഹ് മാലയിങ് തന്നേക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് കടന്നുപോയി കുരുശിഷ്യബന്ധത്തിന്റെ ആത്മീയതയുടെ യാത്രയിലെ രാജാവായിട്ട് അവർ മാറുമ്പോ നമുക്ക് കണക്കാക്കാൻ പറ്റൂല. ഇന്ന് ഈ ഫത്ഹുൽ ഫത്താഹിന്റെ ആണ്ടുമായി ബന്ധപ്പെട്ട് ഒരുമിച്ച് കൂടിയവരിൽ അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടിയവരെത്രയാണ്, അള്ളാഹിന്റെ പൊരുത്തം കിട്ടിയവരെത്രയാണ്, വേദനയോടെ പ്രസവിച്ച ഉമ്മയെക്കാൾ അള്ളാഹുവിനെ പ്രിയം വെക്കുന്നവരെത്രയാണ്, ഹൃദയം അള്ളാഹ് ഇളക്കി കൊടുത്തവരെത്രയാണ്. ഒരു 10 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ അറിയാതെ കണ്ണുനീര് നിറഞ്ഞൊഴുകി പോകുന്നവരെത്രയാണ്. അതുകൊണ്ടാണ് മഹാനായ ഇബ്രാഹിം
അദ്ദേഹം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, പടച്ചവനെ ഞാൻ സ്വർഗ്ഗത്തിന് വേണ്ടിയാണ് അമൽ ചെയ്യുന്നതെങ്കിൽ അല്ലാഹ് എന്റെ ഇബാദത്ത് സ്വർഗ്ഗത്തിലാണ്, എന്റെ സ്വർഗ്ഗത്തിലാണെങ്കിൽ പടച്ചവനെ ആ സ്വർഗ്ഗത്തിന്റെ പരിമളം പോലും എനിക്ക് വേണ്ട റബ്ബേ. ഈ നരകത്തെ ഭയന്നിട്ടാണെങ്കിലോ, നരകത്തിന്റെ ചൂടിനെ പേടിച്ചിട്ടാണെങ്കിലോ, നരകത്തിന്റെ ഭയാനകരമായ അവസ്ഥയെ കുറിച്ച് ചിന്തിച്ചിട്ടാണെങ്കിലോ അല്ലാഹുവേ ആ നരകത്തിന്റെ അടിത്തട്ടിലേക്ക് എന്നെ വലിച്ചെറിഞ്ഞേക്കണേ പടച്ചവനെ. ഞാൻ ചെയ്യുന്നത് മുഴുവനും ലില്ലാഹിൽ വാഹിദുൽ ഖഹാർ. പടച്ചവനെ നിനക്ക് വേണ്ടി മാത്രമാണ്, നിന്റെ ഇഷ്ടത്തിന്, നിന്റെ പൊരുത്തത്തിന്, നിന്റെ തൃപ്തിക്ക്, നിന്നിലേക്ക് എത്താൻ, നിന്നെ ലയിക്കാൻ, നിന്നിലേക്ക് ചേരാനാണെങ്കിൽ അല്ലാഹുവേ എന്നെ വാരി പുനരണേ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തു പോയെങ്കിൽ സൂഫിയാക്കൾ മഹാന്മാര് പറയുന്നത് എങ്ങനെയാ? തോലിബു ദുനിയാ മുഅന്നസുൻ തോലിബുൽ ഉഖറ മുഖന്നസുൻ തോലിബുല്ലാഹു ദക്കറുൻ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ദഹിക്കുമെന്ന് എനിക്കറിയില്ല. അത് കുറച്ച് കടുത്ത ഭാഷയാണ്, സൂഫിയാക്കളുടെ ഭാഷയാണ്. അത് വിശദീകരിക്കേണ്ട ഒരു സദസ്സാണെന്ന് എനിക്ക് തോന്നുന്നില്ല. തോലിബു ദുനിയാ മുഅന്നസുൻ, ദുനിയാവിന് വേണ്ടി മാത്രം ചോദിക്കുന്ന ആള് പെണ്ണാണ്. അള്ളാഹിനോട് എപ്പോഴും ദുനിയാവ് ചോദിക്കുന്ന ആള് തനി പെണ്ണ് ആണ്. തോലിബുൽ ഉഖ്റ മുഖന്നസുൻ, ആഖിറം ചോദിക്കണ ആള് ആഖിറം മാത്രം ഇങ്ങനെ ചോദിക്കണം. അവിടുത്തെ പദവി, അവിടുത്തെ ഓരോരോ കാര്യങ്ങൾ. ഔലിയാക്കൾ പറയണത് അവരാണും പെണ്ണും കെട്ടവരെന്നാ പറയുന്നത്. പടച്ചവനെ, പിന്നെ ആൺകുട്ടികൾ ആരാ ഇതിൽ? തോലിബുല്ലാഹ്, അള്ളാഹുവിനെ തേടുന്നവരാണ് ആൺകുട്ടികൾ. എൻ്റെ സഹോദരിമാരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ദുനിയാവിൻ്റെ കുറേ പ്രേമവും പ്രണയമൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക് ദുനിയാവിൽ. സ്കൂളടിച്ച തിരിച്ചു വിളിച്ചില്ലെങ്കിൽ വിഷമം, പരാതി. കുറേ വർഷം പ്രേമിച്ച് പ്രണയിച്ച് നടന്നിട്ട് അവസാനം തൻ്റെ വാക്കിന് വില കൊടുക്കാതെ വരുമ്പോൾ ജ്യൂസിനകത്ത് കഷായം കലക്കി അടിച്ച് കയറ്റി കൊടുക്കുക, അല്ലേ, വിഷം കലർത്തി, അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് ഇപ്പോൾ നടക്കുക. നിങ്ങൾ ഈ പ്രണയത്തെ നേരെ തിരിച്ച് അള്ളാഹുവിലേക്ക് ആക്കിയാൽ ഉണ്ടാകുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കി. ഒരു അനുഭവത്തെക്കുറിച്ച് ചിന്തിച്ച് നോക്കി. അള്ളാഹുവിലേക്ക് കൃത്യമായി. ഇപ്പോൾ ഞാൻ ഈ അടുത്ത സമയത്ത് നമ്മുടെ ഈ തമിഴ്നാട് യാത്രയിൽ ബഹുമാനപ്പെട്ട MD ഉസ്താദ് രാവിലെ നല്ല ദേഷ്യമായിരുന്നു, എല്ലാവരോടും ദേഷ്യപ്പെടുക. ചായ വേണ്ട, ചോറ് വേണ്ട, ആകെ മൊത്തം ദേഷ്യമാണ്. അപ്പോൾ കൂടെ വന്ന ആളിനോട് ചോദിച്ചു, എന്താണ് ഈ ഉസ്താദ് ഇങ്ങനെ രാവിലെ ദേഷ്യപ്പെടുക? അത് ഇന്ന് കുറച്ച് ഔറാദൊക്കെ മുടങ്ങിയിട്ടുണ്ട്, ആകെ ഹാല് പോലായി കിടക്കുക, രക്ഷയില്ല. ഈ ഇരിക്കണം മുഴുവൻ ഉസ്താദന്മാരോട് ഞാൻ പറയാം, കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഔറാദ് മുടങ്ങി അന്നത്തെ കാര്യം പോക്കാണ്. അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ, ഒരു ചെറിയ മഹബത്ത് ഉള്ളിലുള്ളത് കൊണ്ടാണ്. അള്ളാഹുവിന് കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഒരു മുടക്കം വന്നാൽ ഒരു വെപ്രാളാണ്. നമസ്കാരം നഷ്ടപ്പെട്ടു പോയിട്ട് വെപ്രാളം ഇതുവരെ വരാത്തവരെ, വേദന വരാത്തവരെ, കൃത്യമായി പാരായണം ചെയ്തുകൊണ്ടിരുന്ന സൂറത്ത് യാസീൻ മുടങ്ങിപ്പോയിട്ടും ഹാപ്പിയായവരെ, ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അധികാരികൾ മുടങ്ങിപ്പോയിട്ടും എനിക്കത് പ്രശ്നമല്ല എന്ന് ഭാരമില്ലാതെ ചിന്തിച്ചുകൊണ്ട് നടക്കുന്നവരെ, നിങ്ങൾ ആരെയാണ് പ്രണയിക്കുന്നത്? ഈ മഹാന്റെ ഹളറത്തിൽ വന്ന് നിൽക്കാനുള്ള യോഗ്യതയുണ്ടോ? അവിടുത്തെ മദ്ഹ് പറയാനുള്ള യോഗ്യതയുണ്ടോ? അവിടുത്തെ സിംഹാസനത്തിന്റെ ചാരത്ത് ഈ കസേരയിൽ വന്നിരിക്കാനുള്ള അർഹതയുണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ നിറച്ച് ദുനിയാവിന്റെ ചിന്തകളും, ദുനിയാവിന്റെ പുരുഷന്മാരും, ദുനിയാവിന്റെ സ്ത്രീകളും, ദുനിയാവിന്റെ സ്ഥാനമാനങ്ങളും, ദുനിയാവിന്റെ മധുരവും മഹാത്മ്യവും മനോഹരവുമായ ചിന്തകളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുമ്പോ എവിടെയാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് ഇരിക്കാൻ കഴിയുന്നത്? ഖൽബുൽ മുഅ്മിനി അർശുല്ലാഹ് വൽ ഖൽബു അർശുല്ലാഹി ഫിൽ ഇംകാനി ഹുവ ബൈതുൽ മഅ്മൂർ ഫിൽ ഇൻസാനി. അല്ലാഹുവിനിരിക്കാൻ വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അത്ഭുതകരമായ അർശുണ്ടല്ലോ, ആ അർശ് എന്ന് പറയുന്ന സിംഹാസനത്തെക്കാൾ അല്ലാഹുവിന് ഇഷ്ടം എവിടെയാ? കുർസിനേക്കാൾ അല്ലാഹുവിന് ഇഷ്ടം എവിടെയാ? കോടിക്കണക്കിന് മാലാഖമാര് വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന പടച്ച റബ്ബിന്റെ സിംഹാസനത്തെക്കാൾ അല്ലാഹുവിന് ഇഷ്ടം എവിടെയാണെന്നറിയോ? അല്ലാഹുവിനിരിക്കാൻ ഇഷ്ടം എവിടെയാണെന്നറിയോ? ദുനിയാവ് തൊട്ടു തീണ്ടാത്ത കുറഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് ചെറിയ രീതിയിലൂടെ ഭൗതിക ലോകത്ത് അല്ലാഹുവിന് വേണ്ടിയിട്ട് സമർപ്പിത ബോധത്തോടെ ജീവിക്കുന്ന പടച്ച റബ്ബിന്റെ പൊരുത്തത്തിന്റെ തണലിൽ മാത്രമായി ജീവിക്കുന്ന ഒരു വലിയ അത്ഭുത മനുഷ്യരുണ്ടല്ലോ. ഖൽബുൽ മുഅ്മിനി അർശുല്ലാഹ്. അവരുടെ
ഹൃദയത്തിലാണ് കസേരയിട്ടിരിക്കാൻ അല്ലാഹുവിന് ഇഷ്ടമെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ള മോമിനീങ്ങളോട് പറയുന്നു, നഷ്ടപ്പെട്ടു പോകല്ലേ, നഷ്ടപ്പെട്ടു പോകല്ലേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പരിപൂർണമായ പൊരുത്തത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയട്ടെ. മഹാനായ ഇമാം ശാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നി ബുലിതു ബി അർബഇ യർമീനനി ബിസിഹാമി ഖൗസിൻ മാലഹാ തഫ്തീറു ഇബ്ലീസു വദ്ദുനിയാ വനഫ്സി വൽവറാ യാ റബ്ബി അൻത അലൽ ഖലാസി ഖദീറു. 4 കൂട്ടം ശത്രുക്കളെ കബറടക്കിയിട്ടാണ് ഔലിയാക്കൾ ആ മണ്ണിന്റെ മുകളിൽ ജീവിച്ചത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങൾക്ക് കഴിയൂല എന്ന് നിങ്ങൾ ചിന്തിക്കരുത്, നിങ്ങൾക്ക് കഴിയൂല എന്ന് ചിന്തിക്കരുത്. 5 ദിവസമായിട്ടുള്ള ഒരു ഉമ്മയും മോളും വീട്ടിൽ വന്നിട്ട്, ഉമ്മാക്ക് ക്യാൻസറാണ്, 7 വർഷം കൊണ്ട് ചികിത്സയിലാണ്. ആ ഉമ്മാക്ക് സേവനം ചെയ്യുന്ന മോള് എന്താ പറഞ്ഞെന്നറിയോ? 3 പ്രാവശ്യത്തിലധികം അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടു. ഉമ്മ പറയണത്, ഉസ്താദേ, എന്റെ മരുന്ന്, എന്റെ ചികിത്സ, എന്റെ വേദന മാറ്റുക, അങ്ങനെ തുടങ്ങി എന്റെ മോക്ക് വേറെ ഇബാദത്തിന് സമയം കിട്ടലില്ല, കുറവാണ്. 7 വർഷം കൊണ്ട് മോള് എല്ലാ ജോലിയും പഠിത്തം അവസാനിപ്പിച്ച് ഉമ്മാന്റെ കൂടെയാണ്. 3 പ്രാവശ്യം കണ്ടു പ്രിയപ്പെട്ടവർ. അത് കണ്ടു എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാ? അത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ പൊട്ടി തകർന്നു പോവാണ്, കരഞ്ഞു പോവാണ്, സഹിക്കണില്ല. ആ ഉമ്മാക്ക് ചികിത്സക്ക് ചെറിയൊരു സഹായം ചോദിച്ചു വന്നതാണ്. ആരെങ്കിലും ബന്ധപ്പെടാൻ പറ്റുമോ, സർട്ടിഫിക്കറ്റും ഡോക്ടറുടെ ഒപ്പും അങ്ങനെ കുറെ കത്തൊക്കെ ആയിട്ട് വന്നതാണ്. പക്ഷെ അതിനിടയിലൂടെ ആ മോള് പോയത് എവിടേക്ക് നിങ്ങളൊന്ന് ആലോചിച്ചു. പെട്ടെന്ന് എനിക്ക് ഉവൈസ് റളിയല്ലാഹു അൻഹു തന്നെ എനിക്ക് ഓർമ്മ വന്നു. ഉമ്മാക്ക് വേണ്ടി ജീവിച്ച് അള്ളാഹിന്റെ ഹബീബിന്റെ കിരീടം വാങ്ങി തലയിൽ വെക്കാൻ ഭാഗ്യം കിട്ടിയ മഹാൻ. പക്ഷെ നമ്മൾ ചിലപ്പോൾ തോറ്റുപോവാണല്ലോ റബ്ബേ. എല്ലാ സൗഭാഗ്യങ്ങളും അല്ലാഹു തന്നു, വിപുലമായ ഭക്ഷണം, വിശാലമായ ഭക്ഷണം, നല്ല ജീവിതം, ഇത് മാത്രം ഇങ്ങനെ ആയി. അവസാനം അസ്രായേൽ എവിടെയെങ്കിലും ഇട്ട് പിടിച്ച് 3 കഷ്ണം തുണി പൊതിഞ്ഞു കൊണ്ടുവെക്കുമ്പോൾ, അല്ലാഹുവേ, ഞങ്ങൾ ഈ ചെയ്തതൊക്കെ വെറും ഒരു അഭിനയായി, വട്ടപൂജയായി പോകുന്നു, പേടിക്കേണ്ട സമയമാണ്. കാരണം കിട്ടേണ്ടവർക്കൊക്കെ കിട്ടുന്നുണ്ട്, ഇപ്പോഴും കിട്ടുന്നുണ്ട്. മുൻഗാമികൾക്ക് മാത്രമല്ല, ഇപ്പോഴും കിട്ടുന്നുണ്ട് പലർക്കും. ഒരുപാട് അനുഭവങ്ങൾ, പുറത്തു പറഞ്ഞതും പറയാത്തതുമായ ഒട്ടേറെ ആത്മീയ പ്രകാശം പരത്തുന്ന കഥകൾ, ചരിത്രങ്ങൾ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹുവേ, ഞങ്ങൾ തോറ്റുപോവാണോ പടച്ചോനെ? ഞങ്ങൾക്ക് ഇതുപോലെ അനുഭവങ്ങളൊന്നുമില്ല. എത്ര ആൾക്കാർക്ക് അങ്ങനെ അനുഭവം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ആ മദീനത്ത് മരിക്കണമെന്ന് പറഞ്ഞ് ദുആ ചെയ്തിട്ട് ഉസ്താദിന്റെ കൂടെ ഉംറയ്ക്ക് പോയി ഒരു 40 ആളുകൾ. അതിൽ ഒരു ഉമ്മയും പിന്നെ മറ്റൊരു 2 പേരും, ഒന്ന് കുറച്ച് പ്രായം കുറഞ്ഞ സ്ത്രീയാണ്, മറ്റു നല്ല പ്രായമുള്ള സ്ത്രീയാണ്. 2 പേരും മദീനത്ത് മരിക്കണം, ബാക്കി നിങ്ങൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ദുആ ചെയ്യണില്ല, പക്ഷെ ഞാൻ പറയുന്നത്, നിങ്ങളുടെ മനസ്സ് നിങ്ങൾ കറക്റ്റായിട്ട് ആ ഇഷ്ക് കൊടുത്തിട്ടാണ് പോണെങ്കിൽ നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞു. ഇപ്പൊ ഒരു 10-25 ദിവസമായുള്ളൂ എല്ലാവരും പോയിട്ട്. അപ്പൊ അവര് ഓക്കെ ആയിരുന്നു, പ്രശ്നമൊന്നുമില്ല. അവര് മദീനത്ത് ഹാപ്പി ആയിരുന്നു, ഭക്ഷണമൊക്കെ കഴിച്ചു. മദീനത്ത് നിന്ന് മടങ്ങി വരുന്നതിന്റെ 5-ാമത്തെ ദിവസം, 5 ദിവസമാണ് മദീനത്ത് നിന്നത്. 5-ാമത്തെ ദിവസം അവിടെ നിന്ന് ഉസ്താദ് വിളിച്ചിട്ട് പറഞ്ഞു, അന്ന് നിങ്ങൾ ദുആ ചെയ്യാനൊക്കെ വീട്ടിലൊന്ന് പറഞ്ഞ ആ സ്ത്രീ ഇച്ചിരി സീരിയസ് ആണ്, ചെറിയ പ്രശ്നമാണ്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ 1 മണിക്കൂറൂടെ കഴിഞ്ഞാൽ മദീനത്ത് നിന്ന് ഇറങ്ങാൻ പോകണം. പക്ഷെ അവർക്ക് പെട്ടെന്ന് റൂമിൽ തലചുറ്റി വീണു, പറ്റണില്ല. അപ്പൊ അവരെ മെനിഞ്ഞാന്ന് മദീനത്ത് അടക്കം ചെയ്തു. ജന്നത്തുൽ ബഖീ. മനസ്സ് ഇളക്കി കൊടുത്താൽ പിന്നെ അള്ളാഹിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കാൻ പറ്റൂല. അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു വന്നപ്പോ റൗളയിൽ അങ്ങനെ കിടക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണ്. മർഗാദ് റളിയല്ലാഹു അൻഹു വന്നപ്പോ സമാധാനത്തിൽ അവിടെ കിടക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണ്. അങ്ങനെ വേണം ചെയ്യാൻ. നമ്മുടെ ഈ പരാതിയുടെ പരിഭവത്തിന്റെ കെട്ട് ഇറക്കി വെക്കുന്നത് നമ്മളൊന്ന് അവസാനിപ്പിക്കണം പ്രിയപ്പെട്ടവരെ. എപ്പോഴും അള്ളാഹിനോട് ചോദിക്കുക, ഇതേ ഉള്ളൂ നമുക്ക്. കടം തീർത്തതാ, അതാ, ഇതാ, മറ്റതാ, മറിച്ചതാ, ഇത് തന്നെ ഉള്ളൂ. എത്ര കൊല്ലം കൊണ്ട് ചോദിക്കണം, നിർത്തിക്കൂടെ? ഇങ്ങനെ ചോദിച്ചു വെച്ച് ഇങ്ങനെ ദുനിയാവിൽ ഇങ്ങനെ കൂട്ടി എന്ത് നേടാൻ പോവാണ് നമ്മൾ? അതൊക്കെ നിർത്തിയിട്ട് ഒന്ന് അങ്ങോട്ടുള്ള യാത്രയെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കി. കുറെ കാലം കൊണ്ട് ജീവിക്കല്ലേ, ഇനിയിപ്പോ മരിക്കണ്ടേ, ഒന്ന് ഒരുങ്ങണ്ടേ, ഒന്ന് തയ്യാറെടുക്കണ്ടേ? നമ്മൾ ഇനി ഒന്ന് അള്ളാഹുവിലേക്ക് ഒരുങ്ങിപ്പോവാൻ 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞു വെക്കണ രംഗത്തെ കുറിച്ച് ചിന്തിച്ചു നോക്ക്. അള്ളാഹു ഹൃദയം കാണുമെന്ന് പറഞ്ഞാൽ ഉറപ്പല്ലേ നമ്മുടെ ഹൃദയത്തിൽ ഇപ്പൊ വരുന്ന മാറ്റങ്ങളെ പടച്ചറമ്പ് തിരിച്ചറിയട്ടെ. അള്ളാഹുവിന് ഇരിക്കാൻ യോഗ്യതയുള്ള ഹൃദയമായിട്ട് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വരാൻ അർഹതപ്പെട്ട ഹൃദയമായിട്ട് അത് മാറട്ടെ.
മദീനയിൽ ചെന്നാൽ ഞാനെങ്ങനെ പിരിയും, മഹ്മൂദെ കണ്ടാൽ ഞാനങ്ങ് തളരും, മനസ്സേ മനസ്സേ മതിയാകുമോ, കനിവോരെ മടിയിൽ തല ചായ്ക്കുമോ, കണ്ണേ കണ്ണേ കൊതി തീരുമോ, കനിവോരെ മണ്ണിൽ നീ വീഴുമോ. കഴിയൂല ഇവിടെ പറയാൻ. സയ്യിദ് ഉമർ ഖാദി എന്ന് പോയതെങ്ങനെ? ഞാൻ ചിന്തിച്ചതാണ്, പടച്ചവനെ, ഉമർ ഖാദി റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് മദീനയോട് യാത്ര പറഞ്ഞിട്ട് ചാവക്കാട്ടേക്ക് വെളിയങ്കോട്ടേക്ക് വന്നത്? എങ്ങനെയാണ് ആ മനുഷ്യന് വരാൻ കഴിഞ്ഞത്? പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഹൃദയത്തിനെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ വില്ലന്മാരെയും തകർത്തെറിഞ്ഞിട്ട് മുഅ്മിനായ നായകനായ അസ്രായിലിന്റെ മുമ്പിൽ പിടികൊടുക്കുന്നവരായി എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, നമുക്ക് മാറാൻ കഴിയട്ടെ. ഇന്നി ബുലിതു ബിഅർബഇൻ യർമീനനി, 4 പേരാണ് അസ്ത്രം കൊണ്ട് എന്നെ ഇത് വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് ഇമാം ശാഫി റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു. വിശദീകരിക്കുന്നില്ല, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള സംഭവങ്ങളായതുകൊണ്ട് പറഞ്ഞു പോവാണ്. അതിലൊന്ന് ദുനിയാ, ഒന്ന് ദുനിയാവാണ്, 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 ഒന്ന് ദുനിയാവാണ്, ഒന്ന് ദുനിയാവാണ്. വരവൂര് മുഹമ്മദ് കുട്ടി മസ്താനുപ്പ ചില ആളുകൾ ചെല്ലുമ്പോൾ അവരെന്ന് പൈസ ഇങ്ങോട്ട് ചോദിച്ചു വാങ്ങും. ചില ആളുകൾ പൈസ കൊടുത്താലും വാങ്ങൂല. അത് രണ്ടും ടെസ്റ്റാണ്, രണ്ടും പരീക്ഷയാണ്. ഹസൻ ഹാജി എന്ന് പറയുന്ന ഒരു ശിഷ്യനുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് പമ്പും വലിയ ബിസിനസ്സും ഒക്കെ നടത്തി ഹൈ ലെവൽ ജീവിച്ചുകൊണ്ടിരുന്ന ആളാണ്. മുഹമ്മദ് ഉസ്താന്റെ അടുത്തേക്ക് അദ്ദേഹം ആദ്യമായിട്ട് ചെല്ലുമ്പോൾ വല്യാപ്പ ചോദിച്ചു, കുറച്ച് പണം, ഇതിന്റെ കയ്യിലിരിക്കുന്ന പണം മുഴുവൻ തരാം. പുള്ളി വണ്ടിയിൽ നിന്ന് ഇതുണ്ട് പമ്പിൽ നിന്ന് അതിന്റെ കണക്കൊക്കെ എടുത്ത് പൈസ ചാക്കിനകത്ത് കെട്ടി വണ്ടിയുടെ ഡിക്കിലിട്ടിരിക്കുകയായിരുന്നു. അതങ്ങനെ തന്നെ ചാക്കോട് കൂടി എടുത്തുകൊണ്ടുവന്ന് വരവൂര് മുഹമ്മദ് ഉസ്താൻ വലിയ പടം മുമ്പ് വെച്ചു കൊടുത്തു. അങ്ങനെ തന്നെ വെച്ചു കൊടുത്തു. 1 രൂപ അതിൽ നിന്ന് എടുത്തിട്ടില്ല. അങ്ങനെ ഓരോ ദിവസം കൊണ്ട് കൊടുത്തു. പെട്രോൾ പമ്പൊക്കെ പൂട്ടി, കടമായി, മൊത്തം പോയി. ആ മനുഷ്യൻ സാമ്പത്തിക മാന്ദ്യത്തിന്റെ വലിയ പടുംകുടിയിലേക്ക് വീണു. പക്ഷെ ഈ പിടിവിട്ടില്ല. ആ സമയത്ത് അദ്ദേഹം നോക്കിയിരിക്കുമ്പോ തന്നെ എത്രയോ ആളുകൾ പൈസ കൊണ്ട് കൊടുക്കുമ്പോ മുഹമ്മദ് കുട്ടി മസ്താൻ വല്യപ്പ വാങ്ങണില്ല. പൈസ കൊണ്ട് കൊടുക്കുമ്പോ വാങ്ങണില്ല. എത്രയോ ആളുകളുടെ കയ്യിൽ നിന്ന്. അപ്പൊ ഇത് ആവശ്യത്തിന് വേണ്ടി എൻ്റെ വാങ്ങിയതല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാനുള്ള കട്സുണ്ടായി. അതുകൊണ്ട് എന്ത് പറ്റി? ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയെ വിളിച്ചു, മക്കളെ വിളിച്ചു, എല്ലാവരോടും പൊരുത്തമൊക്കെ ചോദിച്ചു, ബുറുദയൊക്കെ ചൊല്ലി, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് കൈ ഉയർത്തി കാണിച്ച് 3 പ്രാവശ്യം സലാത്ത് സലാം പറഞ്ഞ് തിരിച്ച് കെലിമ പറഞ്ഞ് സന്തോഷമായിട്ട് വലിച്ച് മഹാനായ വരവൂർ മുഹമ്മദ് കുട്ടി മസ്താൻ വല്യാപ്പാട ചാരത്ത് ഖബർ വെട്ടി അവിടെ അടക്കി. ആൺകുട്ടികൾ അങ്ങനെയാണ്. പരീക്ഷണത്തിലേക്ക് അവർ നിന്നുകൊടുത്തിട്ട് പരിപൂർണ വിജയം നേടിയിട്ട് മടങ്ങി വരും. അല്ലാഹുവേ, ഒരു കുലുസിന്റെ കിലുക്കം കൊണ്ട് നഷ്ടപ്പെട്ടു പോകരുത് റബ്ബേ. നോട്ടുകെട്ടിന്റെ വലിപ്പം കൊണ്ട് ഞങ്ങളുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോവല്ല ചെറുപ്പക്കാരാ. ദുനിയാവിന്റെ സുഖം കൊണ്ട് എല്ലാം നിനക്ക് നഷ്ടപ്പെട്ടു പോകല്ല മോനെ. ഇന്ന മിമ്മാ ഖാഫു അലൈക്കും ബഅദി യുഫ്തഹ അലൈക്കും മിൻ സഗറത്തി ദുനിയാ വസീനത്തിഹാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഏറ്റവും അധികം ഭയപ്പെടുന്നത് നിങ്ങൾക്ക് മുന്നിൽ ഭൗതിക ലോകത്തിന്റെ സുഖരസങ്ങളെ തുറന്ന് കാണിച്ചു തരുന്ന ഒരു കാലം വരും, അതിനെയാണ്. ഇന്ന് ദുനിയാവിന്റെ സർവ്വസീമകളും തുറന്നു തന്നിട്ടില്ലേ? നഗ്നതകളുടെ ആട്ടങ്ങൾ ഈ വന്നിരിക്കുന്ന ഉമ്മയുടെ പെൺമക്കൾ പോലും ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ട് അതിന്റെ കമന്റ് നോക്കുന്ന കാലമല്ലേ? സിനിമാ നടികൾ പോലും പരസ്യമായിട്ട് അഭിമുഖത്തിന് നിന്നിട്ട് ആ പെൺകുട്ടികൾ പറയുന്നത്, ഈ സിനിമ നിങ്ങൾക്ക് നഷ്ടം വരുത്തൂല, ഞാൻ എന്റെ വസ്ത്രം പോലും വലിച്ചെറിഞ്ഞിട്ട് ആടും നാട്ടം ഇതിനകത്തുണ്ടെന്ന്
പറഞ്ഞ് ജനങ്ങളെ തിയേറ്ററിലേക്ക് ക്ഷണിക്കുന്ന സിനിമാ നടികളുടെ കാലമാ. ക്യാമ്പസ് വിട്ടിറങ്ങുന്ന പെൺകുട്ടികളുടെ പിന്നാലെ യൂട്യൂബ് ചാനലിന്റെ പേര് പറഞ്ഞുകൊണ്ട് കുറെ ആണും പെണ്ണും കെട്ടവന്മാര് മൈക്കും കൊണ്ട് അവരുടെ പിന്നാലെ നടന്നിട്ട് ഏത് രീതിയിലുള്ള സെക്സ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്? നിങ്ങൾ സ്വയം ഭോഗം ചെയ്യലുണ്ടോ? നാണമുണ്ടോ? ഉളുപ്പുണ്ടോ? അഭിമാനം നഷ്ടപ്പെട്ടു പോലെ മനുഷ്യത്വത്തിന്റെ കാറ്റ് പോലും അടിച്ചു വീശാത്ത രീതിയിൽ എന്റെ പ്രിയപ്പെട്ടവരെ മരക്കരകളായി പാറകളെ പോലെ കടുത്തുറ്റ പോലെ ഹൃദയവുമായി കടന്നുകൂടുന്നു പണം 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 പണം. അത് മാത്രം മതി. അതിന്റെ മുകളിൽ ഉമ്മനെ വിചാരിച്ചാലും സാരമില്ല, ഭാര്യയെ കൂട്ടിക്കൊടുത്താലും കുഴപ്പമില്ല. അള്ളാഹുവേ പണം മതി എന്ന് പറഞ്ഞ് പ്രാമ്പെടുത്തോടുന്ന ഒരു വലിയ സംഘമുണ്ടല്ലോ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇന്ന മിമ്മാ അഖാഫു അലൈക്കും ബഅദി, ഞാൻ പേടിക്കുന്നത്, ഞാൻ ഭയപ്പെടുന്നത് അയ്യുഫ്തഹ അലൈക്കും മിൻ സഹറത്തി ദുനിയാ വസീനത്തിഹാ, ദുനിയാവിന്റെ ഭംഗിയോടെ തുറന്നു കാണിക്കുന്ന ദിവസമാ. പച്ചക്ക് പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് മലർത്തിക്കിടത്തിയിട്ട് കൈകാലുകൾ ബന്ധിച്ചിട്ട് പരസ്യമായി വെട്ടിയെടുത്തിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ അച്ചാറിട്ട് കഴിക്കാൻ മാത്രം ബോധമില്ലാതെ ദുനിയാവിന്റെ സുഖത്തിന് വേണ്ടിയല്ലേ, ദുനിയാവിന്റെ അധികാരത്തിന് വേണ്ടിയല്ലേ, പ്രൗഢിക്ക് വേണ്ടിയല്ലേ, പണത്തിന് വേണ്ടിയല്ലേ? അതാണ് ഞാൻ ആദ്യം പറഞ്ഞു വെച്ചത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, കടന്നു പൊയ്ക്കോ മുത്തുനബിയെ, നിങ്ങൾ കരയുന്നത് എന്തിനാന്ന് ചോദിച്ചപ്പോ നബിയെ, നിങ്ങൾക്ക് ശേഷം വരുന്ന ഒരു സംഘമുണ്ട്, അവരിന്ന് രക്ഷപ്പെടൂല, അവരെ ഞാൻ നോക്കിക്കൊള്ളാം, അവരെ ഞാൻ വലയിൽ വീഴ്ത്തിക്കൊള്ളാം. ഇനി ഫുട്ബോളിന്റെ രാപ്പകലുകളാ വരുന്നത്, നിസ്കാരം നഷ്ടപ്പെടുത്തിയ ഫുട്ബോൾ നമുക്ക് വേണ്ട ചെറുപ്പക്കാരാ. അള്ളാനെ മറന്നിട്ടുള്ള കോലാഹലം നമുക്ക് വേണ്ട ചെറുപ്പക്കാരാ. വഴിയെ നടന്നു പോകുന്ന ആണിനെയും പെണ്ണിനെയും ഉപദ്രവിച്ചുകൊണ്ട് പടക്കം പൊട്ടിച്ചെറിഞ്ഞ് തീപ്പൊരി മത്താപ്പ് കത്തിച്ചെറിഞ്ഞിട്ട് ആഭാസ നൃത്തം ചവിട്ടിയിട്ടുള്ള ആഘോഷം നമുക്ക് വേണ്ട ചെറുപ്പക്കാരാ. ജീവിതത്തിന്റെ ആഘോഷങ്ങളെല്ലാം ഹൃദയത്തിൽ ഒതുക്കി വെച്ചിട്ട് അല്ലാഹുവിന് സമർപ്പിച്ചു കൊടുത്ത ആത്മീയതയുടെ രാജാവ് കിടന്നിറങ്ങുന്ന ഫത്വയുടെ മണ്ണിൽ നിന്നിട്ട് പറയുന്ന പോലെ, മാരക രോഗം ബാധിച്ച് കിടക്കുന്നവരുടെ കണക്ക് എടുക്കാൻ പറ്റുമോ പൊന്നുമോനെ? RCCയിലേക്ക് കടന്നു ചെന്നാൽ അല്ലാഹുവേ, 15, 20, 25, 30 വയസ്സായ ചെറുപ്പക്കാർ ഉസ്താദേ 7 വർഷം കൊണ്ട് വയറ് പഴുത്തു പോയിരിക്കുകയാ. ക്യാൻസറിന്റെ അണുക്കളന്റെ ശരീരത്തെ കാർന്ന് തിന്നിരിക്കുകയാ. എനിക്ക് നടക്കാൻ വയ്യ, ഭക്ഷണം കഴിക്കാൻ വയ്യ, ഉറങ്ങാൻ വയ്യ, വേദനയാ. രാത്രിയായാലും വേദന സഹിക്കുന്നില്ല. കണ്ണുകുത്തി പൊട്ടിച്ചിട്ട് വാപ്പാടെ മുമ്പിൽ നിന്ന് തലയിലേക്ക് ഫുട്ബോളിന് വേണ്ടി പൊട്ടിച്ചൊടിക്കുന്ന ആധുനിക കാലഘട്ടത്തിലെ ചെറുപ്പക്കാർ പഠിക്കാൻ വേണ്ടി പറയുന്ന മോനെ, പ്രണയത്തിന് വേണ്ടി പ്രളയത്തെ പോലെ ഈ അടിക്കുകാരിലേക്ക് ഒഴുകിപ്പോയിട്ട് എന്ത് നേടി എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്ത് നേടി എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ? ഒന്നാമത് ശ്രദ്ധിക്കേണ്ട ദുനിയാവ് തന്നെയാണ്. നമ്മൾ ഈ യാത്രക്ക്, ഇതിലേക്ക്, ഈ മഹാന്മാരുടെ യാത്രയിലേക്ക്, മഹത്തുക്കളുടെ യാത്രയിലേക്ക് തിരിഞ്ഞാൽ ആദ്യം വരുന്നത് ദുനിയാവ് തന്നെയാണ്. നിങ്ങളതിന് പോകരുതെന്ന് പറഞ്ഞ് പരീക്ഷണത്തിന്റെ വസ്തുവായി വരുന്നൊരു ദുനിയാവ് തന്നെയാണ്. പരിശോധിച്ചു നോക്ക്. നമ്മൾ കൃത്യമായിട്ട് നിസ്കരിക്കാൻ തീരുമാനിച്ച്, ഇനി ഒരു വക്കത്ത് കവാക്കൂലാൻ തീരുമാനിച്ച് ഭയങ്കര തഖ്വയിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ദുനിയാവിന്റെ ഒരു ചെറിയ തേൻതുള്ളി പോലൊരു മധുരമുള്ള എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവും. ആദ്യമായിട്ട് നമസ്കാരം കലാവുന്നത് അങ്ങനെയായിരിക്കും. ഇപ്പൊ ഒരു 40 ദിവസം കൃത്യമായിട്ട് നിസ്കരിക്കും ഒരു മനുഷ്യൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ ഒരു 4 മാസം ഒരു അജണ്ട തയ്യാറാക്കിയിട്ട് പോവാണ്. ഏതെങ്കിലും ഒരു ദുനിയാവിന്റെ പ്രശ്നത്തിലായിരിക്കും ആദ്യം നമസ്കാരം കലാവുന്നത്. പിന്നെ അതിന്റെ ഈമാനിക രുചി നമുക്ക് പതിയെ നഷ്ടപ്പെടും. നിങ്ങൾ സ്വയം പരിശോധിച്ച് നോക്കുക, അങ്ങനെയല്ലേ സംഭവിച്ചിട്ടുള്ളത്? അങ്ങനെയാണ്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി വലിയ ശത്രുവായി. നമ്മുടെ ജീവിതത്തിന്റെ സർവ്വ നന്മകളെയും തകർക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ശപിക്കപ്പെട്ട ഇബ്ലീസ് ലഅനത്തുല്ലാഹി അനുവദിക്കൂല, ഒരു ചുവട് മുമ്പോട്ട് വെക്കാൻ അനുവദിക്കൂല. എന്തെങ്കിലും ചിന്തകൾ മനസ്സിലിട്ട് തരും. അല്ലെ, ഇപ്പൊ ഈ പ്രഭാഷകരായപ്പോ ഞങ്ങളെ പോലുള്ളവർക്ക് അമല് പൊളിച്ചു കളയാൻ വളരെ സിമ്പിളായിട്ട് ഇബ്ലീസിന് കഴിയൂലേ? ഒരു മുഖ്ലിസായ പ്രഭാഷകന് കിട്ടുന്ന പ്രതിഫലം കണക്കൂട്ടാൻ പറ്റൂല. പക്ഷെ ആളുടെ മനസ്സിലേക്ക് ഒരു സെക്കൻഡ് ഒരു അഹങ്കാരത്തിന്റെ ചിന്ത വന്നാൽ കിട്ടുന്ന ശിക്ഷയ്ക്കും എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റൂല. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു ഇഹ്യാഉൽ പറയുന്നുണ്ട്, ഈ നരകത്തിന്റെ ഒരു ഭാഗത്ത് കിടന്ന് കത്തിയിരിക്കുന്ന പ്രഭാഷകരെ കുറിച്ചൊക്കെ പറയുന്നു. പേടിയുണ്ടാവും അതൊക്കെ പറയുമ്പോൾ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യരുത്? ആൾക്കൂട്ടവും നോട്ടീസും ബോർഡും ആളുകൾ പറയുന്നതൊക്കെ കേട്ടിട്ട് മനസ്സിനെ അങ്ങോട്ട് സുഖിപ്പിക്കാൻ വിട്ടുകൊടുക്കരുത്. അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും.
സൂചിപ്പിക്കുക ഒരിക്കലും ഉസ്താദുമാര്, മുദരിസീങ്ങൾ, ഹാഫിദീങ്ങൾ, ആലിമീങ്ങളൊക്കെ ശരിക്കും നിസ്സാര സമയം കൊണ്ട് ഇബ്ലീസിനെ വലയിൽ വീഴ്ത്താൻ പറ്റും. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ, ഇവിടെ ഇരിക്കുന്ന അംസാൻബരി യാദവനാട് ഉസ്താദ് ഉൾപ്പെടെ ഒരുപാട് പേരുടെ ഗുരുനാഥൻ ഷെയ്ഖുനാ കാപ്പിൽ ഉമർ ഉസ്താദ് പിടികൊടുക്കാത്ത മനുഷ്യനാണ് ഇബ്ലീസ്. പിടികൊടുക്കാത്ത മനുഷ്യനാണ്. ഒരു വല്ലാത്ത അത്ഭുതമാണ്. ഇൽമ അങ്ങോട്ട് യഥാർത്ഥമായ വഴിയിലൂടെ, പൊരുത്തമുള്ള വഴിയിലൂടെ സ്വീകരിച്ചവർക്ക് ഇബ്ലീസിന് പിടികൊടുക്കാൻ പറ്റൂല. അവരെങ്ങനെ ഓടി ഓടി മാറി മാറി അല്ലെ, സാമ്പത്തിക ബാധ്യതയുണ്ടോ, അങ്ങനെ ഓരോ ചിന്തകൾ അങ്ങനെ മനസ്സിലിട്ട് ഇങ്ങനെ അളന്ന് തിട്ടപ്പെടുത്തി അറുത്ത് മുറിച്ച് പരിശോധന നടത്തിയിട്ടാണ് അവർ ജീവിച്ചതും അവർ വഫാത്തായത്. അതുകൊണ്ട് നാം വളരെയേറെ ഭയപ്പെടണം. ഇബ്ലീസ് ലഅനത്തുള്ളാഹിലേക്ക് കടന്നു വരുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കടന്നു വരിക? നമ്മളറിയാതെ വരും. അതാണ് എന്റെ പ്രത്യേകത. നമുക്കറിയാൻ പറ്റൂല. ഇന്ന് ഈ പ്രസവം നടക്കുന്ന ഹോസ്പിറ്റൽ കൂടുതലും ക്രിസ്ത്യൻ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മറ്റു ഹോസ്പിറ്റൽ, മുസ്ലിങ്ങൾ ഹോസ്പിറ്റൽ കുറവാണ്. ഇനി ഉണ്ടാക്കിയാൽ തന്നെ താത്തമാർക്ക് പോകില്ല. അതൊരു ഇമേജിന്റെ പ്രശ്നമാണ്. ഏത് ഹോസ്പിറ്റലിലാണ് നിന്റെ വൈഫ് പ്രസവിക്കുന്നത്? അത് നമ്മുടെ അലിയാരി സാഹിബ് നടത്തുന്ന പെരുന്തൽമണ്ണ. അത് നമുക്ക് ഇമേജിന് കോട്ടാണ്, പോകില്ല. ഇനിയിപ്പോ സമസ്ത അങ്ങനെ ഒരു ഹോസ്പിറ്റൽ തുടങ്ങിയാൽ തന്നെ നിങ്ങൾ പറയാം സമസ്തയുടെ ഹോസ്പിറ്റൽ കുറെ വീലാക്കന്മാരും കുറെ പറതേട്ട മക്കനേട്ട കുറെ അതൊരു സുഖം ഉണ്ടാവില്ല. നമ്മുടെ സ്കൂളുകൾ പഠിപ്പിക്കുമ്പോൾ എങ്ങനെയാണ്? പള്ളിയുടെ സ്കൂള് നമുക്കൊരു ഇഷ്ടമല്ല. പള്ളിയുടെ സ്കൂൾ നമുക്ക് ഇഷ്ടമല്ല. അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് നമുക്ക്. അതൊരു ഇമേജിന് കോട്ടം വരേണ്ട കാര്യമാണ്. നമ്മളെന്തോ മനസ്സിലാക്കി പോയിരിക്കും. ഇപ്പൊ ഇവിടെ ഈ ഫത്തഹുൽ ഫത്താഹിന് വേണ്ടി വാങ്ങിയ 4 ഏക്കർ സ്ഥലത്ത് വലിയ ബൃഹത്തായ ഒരു കോളേജ് വരാൻ പോവാണ്. അപ്പൊ ഈ ഫത്തഹുൽ ഫത്താഹിൽ ചില നിയന്ത്രണങ്ങൾ വരും. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് സമസ്തയുടെ ക്യാമ്പും ക്ലാസ്സും ഒക്കെ നടക്കും. അങ്ങനെ ഒരു പ്രത്യേകതരം രീതിയിൽ ഇവിടെ പോകാൻ പറ്റും. പെൺകുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ഇതിനിടയിൽ നടക്കൂല. അതുകൊണ്ട് അവിടെ വിശാലമായ, ഞാൻ ആ സ്ഥലം കണ്ടു, നല്ല രസമുണ്ട്. മാഷാ അല്ലാഹ്, അവിടെ പോയി ഇടിച്ച് നിരപ്പാക്കി നല്ല ഭംഗിയുള്ള മനോഹരമായ ബിൽഡിംഗ് നിർമ്മിച്ചാൽ പെൺകുട്ടികൾക്ക് എത്ര ഭംഗിയായിട്ട് പഠിക്കാം. അതിന്റെ പ്ലാനിംഗ് ഒന്നും എനിക്ക് അറിയില്ല. പക്ഷെ ഞാനിങ്ങനെ ചിന്തിച്ച് എൻ്റെ മനസ്സിൽ വന്നത് ഇങ്ങനെ പറഞ്ഞതാണ്. എത്രയോ കാര്യങ്ങൾ നടത്താൻ പറ്റും. അത് ഈ ബഹുമാനപ്പെട്ടവരുടെ തണലിലാകുമ്പോൾ ഒരു വലിയ പൊരുത്തമുണ്ടാവും. ഒരു പെട്ടെന്നൊരു ഒരു ഇഖ്ലാസും ഒരു ആത്മീയതയൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ വരും. അപ്പൊ ഇബ്ലീസ് ലഅനത്തുള്ളാഹി എങ്ങനെയാണ് വരുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂല എന്നതാണ് അവന്റെ ഏറ്റവും വലിയ ശക്തി. അതാണ്. അപ്പൊ ഖാലിദ് റളിയല്ലാഹു തആല അൻഹുവിനെ യുദ്ധത്തിന്റെ നേതൃസ്ഥാനത്തിലേക്ക് നിശ്ചയിക്കുമ്പോൾ സഹാബികളെല്ലാവരും അല്ലാഹു അക്ബർ എന്ന് വിളിക്കും. എന്തുകൊണ്ട്? ആ യുദ്ധം വിജയിക്കുന്നവർക്ക് ഉറപ്പാണ്. ഒരു സംശയം അവർക്കില്ല. ഖാലിദ് റളിയല്ലാഹു അത്ര ധീരനാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ ഒരു യുദ്ധത്തിന്റെ അമീറായിട്ട് നിശ്ചയിച്ചപ്പോ പേര് പറഞ്ഞതും സഹാബികൾ അല്ലാഹു അക്ബർ എന്ന് വിളിച്ചു. കുറേയേറെ എല്ലാവരും ഉറപ്പിച്ചു യുദ്ധം വിജയിക്കും. ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദൂതനെ പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞു, യുദ്ധത്തിന്റെ നേതൃസ്ഥാനത്തിൽ നിന്ന് ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ മാറ്റിയിരിക്കുക. ഖാലിദ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. അധികാരം പോയോണ്ട് സ്ഥാനം പോയോണ്ടൊന്നുമല്ല, എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ എന്നെ മാറ്റൂല. ഉമർ റളിയല്ലാഹു അൻഹു അടുത്ത് എന്നിട്ട് ചോദിച്ചു, എന്താണ് പ്രിയപ്പെട്ടവർ എന്റെ പ്രശ്നം, എന്റെ പ്രശ്നം എന്താണ്? വ്യക്തമായി പറഞ്ഞു കൊടുത്തു, റബ്ബേ നിനക്ക് അല്ലാഹുവിന്റെ നരകത്തെ പേടിയില്ലേ ഖാലിദേ? നീ എന്റെ കൂട്ടുകാരനാണ്, എന്റെ സഹായിയാണ്, എന്റെ സഹചാരിയാണ്, ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. അതുകൊണ്ട് ഖാലിദേ, നീ നരകത്തിൽ വെന്തിരിയുന്നത് കാണാൻ എന്നെ കൊണ്ട് കഴിയൂല. ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് നരകമോ? എത്ര സൂക്ഷ്മതയോടെ ജീവിക്കുന്ന ഖാലിദ് റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടെ നോക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്ന, ഖാലിദേ, ജനങ്ങളൊക്കെ നിന്റെ പേരും പെരുമയും ഇങ്ങനെ വാനോളം പാടി പറയുമ്പോ ഒരു അണുവളവെങ്കിലും ഞാൻ തരക്കേടില്ലാത്തവനാണെന്ന ഒരു തോന്നലും മനസ്സിൽ വന്നാൽ, ഞാൻ മോശമല്ലാത്തവനാണെന്ന ഒരു തോന്നലും മനസ്സിൽ വന്നാൽ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ കടക്കാൻ ഖാലിദേ നിനക്ക് കഴിയൂല. ഒരു വിടവ്, ഒരു ചെറിയ പഴുതുമതി മോളെ, ഒരു പഴുതുമതി മോളെ ഇബ്ലീസ് ലഅനത്തുള്ളാഹിലേക്ക് കടന്നു വരാൻ. ഇനി ഒരാള് മുത്തുനബിയെ സ്വപ്നം കണ്ടു, അല്ലെങ്കിൽ അത്തിപ്പറ്റ ഉസ്താദിനെ തന്നെ സ്വപ്നം കണ്ടു. ഒരു കള്ളം പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് പൈസ പൊട്ടിച്ച ഉസ്താദ് പൊരുത്തപ്പെടുമെന്ന് എനിക്കറിയാമെന്നാണ് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞത്. അതുപോലെ എന്ന് പറഞ്ഞ് ഇന്നലെ കുറച്ച് സഹോദരി അവരോടൊന്ന് സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഈ സദസ്സിന്റെ വലിയ പൊരുത്തക്കേടിന് പാത്രമാവും. കിട്ടിയതെല്ലാം കരിഞ്ഞു പോകും, അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് സഹോദരിമാർക്കിടയിലുള്ള അടുത്തിരിക്കുന്ന സഹോദരിമാരെ പേരൊക്കെ ചോദിച്ചൊന്ന് പരിചയപ്പെട്ട് വെച്ചു. അല്ലാതെ വേണം, നല്ലതാണ്, നമ്മൾ ശ്രദ്ധിക്കണമല്ലോ, ശരിക്കും ശ്രദ്ധിക്കണം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ പദ്ധതി ഇൻഷാ അല്ലാഹ് ഇവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട്. പിന്നീട് കാണിച്ചു തരാം, സ്ക്രീനിൽ ഇൻഷാ അല്ലാഹ് കാണിക്കും.
സ്വർണ്ണ പദ്ധതിയാണ്. ഫത്തുഹുൽ ഫത്താഹിനെ പിഴിഞ്ഞിട്ട്, ജനങ്ങളെ പിഴിഞ്ഞിട്ട് ഒരു പിരിവ് ഉസ്താദിന് ഇഷ്ടമല്ല. പക്ഷെ എൻ്റെ ജീവിതത്തിൽ വലിയ ആഗ്രഹം, ഇവിടെ എത്ര ഉസ്താദന്മാർ പ്രസംഗിക്കാൻ വരട്ടെ, ഏറ്റവും കൂടുതൽ ഈ സ്ഥാപനത്തിന് പൈസ പിരിച്ചു കൊടുത്ത പ്രസംഗം എൻ്റെതായിരിക്കണം. എനിക്കൊരു വാശിയുണ്ട്, ആഗ്രഹമുണ്ട്, താല്പര്യമുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും വലുത് ചെയ്തിട്ട് നമുക്ക് സാധ്യമാകണം. ഈ രാജാവിനല്ലാതെ ആർക്കാണ് നമ്മൾ കൊട്ടാരം കെട്ടിക്കൊടുക്കേണ്ടത്? ഈ ചാരത്തിങ്ങനെ കിടക്കല്ലേ, എന്തിന് പേടിക്കണം, എന്തിന് ഭയപ്പെടണം? മഹാന്മാർ അങ്ങനെയാണ്. ഇപ്പോൾ ശംസുൽ ഉലമാ നവറല്ലാഹു മറക്കദ് അവരുടെ പ്രസംഗത്തിന് വേണ്ടി ഒക്ടോബർ 30 ഡേറ്റ് ചോദിച്ചു എൻ്റെ അടുത്ത് എ വി ഉസ്താദ്. അപ്പം ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ്, ഡെലിവറിയുടെ ഡേറ്റാണ്. പ്രസംഗത്തിൻ്റെ ഡയറി എടുത്തിട്ട് 20 ദിവസം അവൾ തന്നെ പേന കൊണ്ട് ചുമന്ന മഷി കൊണ്ട് വരച്ചിട്ടിരിക്കുകയാണ്. ആ ദിവസം കൊടുക്കരുത്, കൊടുത്തിട്ട് പോകരുത്, അവിടെ തന്നെ ഉണ്ടാവണം. അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സ്റ്റേജിലിരുന്നിട്ട് ഞാൻ ഉസ്താദിൻ്റെ വീട്ടിലേക്ക് വിളിച്ചു. ഞാൻ പറഞ്ഞു, ഉസ്താദെ, വൈഫിനോട് ഉസ്താദ് സംസാരിച്ചോ? വൈഫ് സമ്മതിച്ചാൽ ഞാൻ ഡേറ്റ് തരാം. അപ്പോൾ എന്നോട് എ വി ഉസ്താദ് പറയാണ്, ശംസുൽ ഉലമയുടെ കാര്യത്തിലാണോ നിങ്ങൾ സംസാരിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഏത് ഉലമ എന്ന് പറഞ്ഞാലും പെണ്ണ് തന്നെയല്ലേ. സംഭവമൊക്കെ ചിലപ്പോൾ കറാമത്തും കാര്യങ്ങളൊക്കെ ശരിയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടവും എൻ്റെ പൊരുത്തമൊക്കെ അവിടുത്തെ തന്നെയാണ്. എനിക്ക് ഞാൻ സിയാറത്തിന് ചെയ്യുമ്പോൾ ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോ ഈ ഒഴിച്ചിട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ദിവസം ആണ് നമ്മുടെ കണക്കുകൂട്ടലിൽ പ്രസവം നടക്കുക. ഞാൻ പറയാം അപ്പോ നമ്മുടെ കണക്കൂട്ടലിൽ, എൻ്റെ വൈഫിന്റെ കണക്കൂട്ടലിൽ പ്രസവം ഈ ഒഴിച്ചിട്ടിരിക്കുന്ന ദിവസമാണ്. ഡോക്ടർ അതിനും 1 മാസം കഴിഞ്ഞിട്ടാണ് ഡോക്ടർ പറഞ്ഞിരിക്കുക. സാധാരണ ഒരു പ്രസവത്തിന്റെ ശൈലി വെച്ചിട്ട് ഞാനും വൈഫും കൂടെ കണക്കാക്കി ഈ സമയത്ത് തന്നെ ആയിരിക്കും. ഇനി അതിന് മുമ്പേ നടന്നാൽ അത് ഡേഞ്ചർ അല്ലേ? 8 മാസം ആവാതെ പ്രസവിക്കാന്നൊക്കെ പറഞ്ഞത് ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ പ്രയാസം തന്നെയാണ്. അല്ല, നിങ്ങൾ ഡേറ്റ് എഴുതി നമുക്ക് അവിടെ ഇരുന്നിട്ട് തന്നെ ഒരു ഫാത്തിഹ ഓതി. സ്റ്റേജിൽ പ്രസംഗം തുടങ്ങിയിട്ടില്ല, ഞാൻ ഉസ്താദും പുറകിലാണ്, സ്വാഗതം ഇതൊക്കെ നടക്കുന്നുണ്ട് സ്റ്റേജിൽ. അപ്പോഴാണ് ആ കസേര ഇരുന്നിട്ട് ഡേറ്റ് ഇങ്ങനെ പറയാം. നന്ദിയിലെ പരിപാടിയിൽ എന്നാണ് ഈ സംഭവം നടക്കുന്നത്. ഉസ്താദ് 30 എഴുതി. ഞാൻ വൈഫിനോട് പറഞ്ഞു 30 കൊടുത്തു. കൊടുത്തില്ലെങ്കിൽ പേടിയാവാണ്. കാരണം ഒരു ബഹുമാനപ്പെട്ടവരുടെ ഒരു പ്രയാസം ഉണ്ടാവോ, ഒരു പൊരുത്തക്കേട് ഉണ്ടാവുന്ന ടെൻഷനായി. ഞാൻ പൊരുത്തക്കേടിന്റെ പേരിൽ 10 മാസം തികഞ്ഞാലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നുള്ള പേടിയൊക്കെ ആയിട്ട് സംഭവം കൊടുത്തു. അത് കൊടുത്ത് ഡോക്ടർ പറഞ്ഞതിനും 1 മാസം മുമ്പെയാണ് ഞങ്ങൾ കണ്ടെത്തിയ ഡേറ്റ്. അതിനും 20 ദിവസം മുമ്പേ പ്രസവിച്ചു. പ്രിയപ്പെട്ടവരെ, ഭയങ്കര, എനിക്ക് ഇപ്പോഴും പേടിയാണ് അതൊക്കെ ആലോചിക്കുമ്പോൾ. ചില വർത്തമാനങ്ങൾ, ചില ഇടപെടലുകൾ, ചില സംസാരങ്ങൾ, അത് നമ്മളെ വല്ലാതെ വേറെ ലോകത്തേക്ക് എത്തിച്ചു. ഞാൻ ഇത്ര ഫീലോടുകൂടി പറയുന്നത്, ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായവരെയും ഉണ്ടായതുമായ കഥകൾ അറിയാമെന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ മണ്ണ് നമുക്ക് ആത്മീയതയുടെ പൊന്നാക്കി മാറ്റാൻ, കാണുന്ന കണ്ണുകൊണ്ട് നമുക്കത് പ്രകാശമുള്ളതാക്കി മാറ്റാൻ കഴിയുന്നവർക്ക് കഴിയും. അല്ലാത്തവർ എല്ലാ ആണ്ടിനും വരും, ബക്കറ്റിൽ എന്തെങ്കിലും ചെറിയ പൈസ ഇടും, ഭക്ഷണം കഴിക്കും, പോകും. അങ്ങനെ ആവരുത്. നമ്മൾ ഓരോ വരവിലൊരു മാറ്റം ഉണ്ടാകുന്ന മണ്ണായിട്ട് ഈ മണ്ണിനെ മാറ്റാൻ ഞാനാണ് ഇതിനെ മാറ്റേണ്ടത്, അപ്പൊ എനിക്ക് സാധിക്കും. അങ്ങനെ ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ വലിയ അത്ഭുതം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു പഴുതുപോലും ഇബ്ലീസ് ലഅനത്തുള്ളാഹിലേക്ക് കൊടുക്കരുത്. കടന്നു വരുന്ന വഴി നമ്മൾ അറിയൂല, അതാ പ്രശ്നം. കടന്നു വരുന്ന വഴി നമ്മൾ അറിയൂല. ഇബ്ലീസ് ലഅനത്തുള്ള ഏത് വഴിയാണ് വരുന്നതെന്ന് അറിയൂല. ചിലപ്പോ ഒരു നോട്ടത്തിലൂടെ, ഒരു ചിന്തയിലൂടെ, ഒരു നാണയത്തൊട്ടിലൂടെ, അങ്ങനെ ഏതെങ്കിലും ഒരു ചെറിയ പഴുത് നമ്മൾ അറിയാതെ കടന്നു വന്ന് പിന്നവന്റെ ഭരണമായിരിക്കും, പിന്നവന്റെ അധികാരമായിരിക്കും. പിന്നെ നമ്മൾ പോകുന്നതും നമ്മൾ ജീവിക്കുന്നതും മുഴുവനും അവന്റെ നേതൃത്വത്തിലായിരിക്കും. അല്ലാഹ് ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. അവൻ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. പടച്ചോൻ കാക്കട്ടെ. കൊണ്ടുവാ, ബക്കറ്റുണ്ട്. ബിസ്മില്ലാഹ്. കാര്യമായ സ്വതക്ക ചെയ്തു കൊടുക്കണം ഇൻഷാ അല്ലാഹ്. വലിയ പിരിവൊന്നും ഇല്ലെങ്കിലും ഞാൻ ലാസ്റ്റ് കുറച്ച് നമ്മുടെ ഈ വസ്തുവിന്റെ ബാധ്യതയ്ക്ക് വേണ്ടി ചെറിയൊരു സ്വതക്ക ചോദിക്കും. അന്നേരം താല്പര്യമുള്ളത് തന്നാൽ മതി. ആരെയും അങ്ങനെ വിഷമിപ്പിച്ച് വാങ്ങണത് ഉസ്താദിന് ഇഷ്ടമല്ല, വാഹിദ് ഉസ്താദിനും മുഹമ്മദ് ഉസ്താദിനും ഒന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു പരിപാടി ഇവിടെ ഇല്ല. പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താണ് ഞാൻ പറയാം. തുടക്കം ഉദ്ഘാടനം അല്ലേ?
അൽഹംദുലില്ലാഹ് അർഹമർ റഹീമായ പടച്ചോനെ അല്ലാഹുവേ, ഈ ബക്കറ്റിലേക്ക് സ്വതക്കിടുന്നവരെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ പാവങ്ങളുടെ ചെറിയ പൈസ കൊണ്ട് ഫത്തുഹുൽ ഫത്താഹിന് ഒന്നുമാകില്ല എന്ന് ഞങ്ങൾക്കറിയാം പടച്ചോനെ. എന്നാലും ഞങ്ങൾ കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കിയ പണമാണ്. അതുകൊണ്ട് ഉസ്താദിന്റെ കീഴിൽ നടക്കുന്ന വലിയ പദ്ധതികൾക്ക് ഒരു 2 ചുടുകല്ല് വാങ്ങാൻ, അല്ലാഹു ഒരു 1/2 സെന്റ് മണ്ണ് വാങ്ങാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷമാവും. നീ സ്വീകരിക്കണം റഹ്മാൻ. ഇത് സ്വീകരിച്ചിട്ട് ഞങ്ങളുടെ സമ്പത്തിനെ നീ സംശുദ്ധീകരിക്കണം പടച്ചോനെ. അല്ലാഹുവെ, കടങ്ങളുണ്ടെങ്കിൽ തീർത്തു തരണം റഹ്മാൻ. കടക്കാരാക്കി ഞങ്ങളെ മരിപ്പിക്കരുതല്ല. ഞങ്ങളുടെ മക്കൾക്ക് അത് വീടാൻ കഴിയൂല. ഞങ്ങളുടെ കുടുംബത്തിന് ഞങ്ങളുടെ കടം വീട്ടാൻ നിവൃത്തിയില്ല റബ്ബേ. അതുകൊണ്ട് എല്ലാ ബാധ്യതകളും നിർവഹിച്ച് മരിക്കാനുള്ള വലിയ ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാൻ. അല്ലാഹു, ഞങ്ങൾ സാധുക്കളാണ്. വലിയ വലിയ പ്രവാചകന്മാർക്കും ഔലിയാക്കൾക്കൊക്കെ നീ കൊടുത്ത പരീക്ഷണമൊന്നും ഞങ്ങൾക്ക് തരരുത് റബ്ബേ. ഞങ്ങൾക്കത് സഹിക്കാൻ കഴിയൂല റബ്ബേ. ഞങ്ങൾ പാവങ്ങളാണ്, ഈമാൻ കുറഞ്ഞവരാണ്, കുഞ്ഞു ഹൃദയമാണ്, തഖ്വ കുറഞ്ഞവരാണ്. ഈ മഹാനുഭാവന്റെ ഹദ്റത്തിൽ ഞങ്ങൾ ഒന്നിങ്ങനെ കരയുന്നത് അവിടുത്തെ പൊരുത്തത്തിലെങ്കിലും ഒന്ന് കയറി പോകാൻ വേണ്ടിയിട്ടാണ് പടച്ചോനെ. വേറെ ഒരു മാർഗമില്ല റബ്ബേ. ഒന്നും എടുത്ത് നിന്റെ മുമ്പിൽ വെക്കാനുള്ള അമലുകളോ ഇബാദത്തുകളോ ഒന്നുമില്ല പടച്ചോനെ. ഈ വലിയ മഹാന്റെ ഹദ്റത്തിലെ വിശാലമായ സരസിന്റെ ബറക്കത്തുകൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഈ സ്വതക്ക ചെയ്യുന്ന മുഴുവൻ ആളുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യതകൾ, വേദനകൾ, നൊമ്പരങ്ങൾ, പ്രയാസങ്ങൾ അല്ലാഹുവേ നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. സ്വല്ലി അല നബി മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. എല്ലാവരുടെ മുന്നിൽ ബക്കറ്റ് പെട്ടെന്ന് എത്തുമെന്ന് എനിക്കറിയില്ല. വിഖായുടെ പ്രവർത്തനം ഒന്നും ഉഷാറാവണം. എന്നിട്ട് വേഗം ഒന്ന് അത് ചെയ്യണം. കാരണം ഈ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഇടയിലൂടെ ബക്കറ്റ് കൊണ്ടുപോകാൻ തന്നെ പ്രയാസമായിരിക്കും. ഇൻഷാ അല്ലാഹ് കാര്യമായിട്ട് എല്ലാവരും ചെയ്തു കൊടുക്കുക. അല്ലാഹുവേ, പടച്ചവനെ വലിയ വറക്കത്തുള്ള സ്വതക്കയാക്കി ഇതിനെ മാറ്റണേ അല്ലാഹ്. ഉസ്താദിന്റെ കയ്യിൽ നേരിട്ട് കൊടുക്കണ പോലെയുള്ള കൂലി ഞങ്ങൾക്ക് തരണേ പടച്ചവനെ. ഉസ്താദിന്റെ കയ്യിലേക്ക് നേരിട്ട് കൊടുക്കുന്ന പോലെയുള്ള പ്രതിഫലം നീ ഞങ്ങൾക്ക് തരണേ റഹ്മാനെ. ആമീൻ ആമീൻ ആമീൻ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. എല്ലാവരും ചെയ്തു കൊടുക്കുക കാര്യമായിട്ട്. സ്ത്രീകളുടെ ഒരു സ്വർണ്ണ പദ്ധതി ഇന്ന് തുടങ്ങുന്നുണ്ട്. ഇപ്പോഴല്ല, ഞാൻ പറയാം. പക്ഷെ അതിന് ഇപ്പോഴത്തന്നെ ഉന്തും തള്ളുവാണ്. ഉദ്ഘാടനം ഞാനാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കരുതി വെച്ചു. വർഷത്തിൽ ഒരു സ്വർണം ഫത്തുഹുൽ ഫത്താഹിന്. വർഷത്തിൽ ഒരു സ്വർണം ഫത്തുഹുൽ ഫത്താഹിന്. അതിനൊരു പേരിടണമെന്ന് കരുതിയിട്ട് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഞാൻ പേരിടാൻ വേണ്ടി വിളിക്കണത് മൊത്തം മുനീർ ഹുദവിയാണ്. എന്ത് പേരും മുനീർ ഹുദവിയെ കൊണ്ടെടുക്കും. ചില പാട്ടിന്റെ പേര് മൂപ്പരാണ്. ഇപ്പോൾ ഒക്ടോബർ 18-ാം തീയതി തിരുവനന്തപുരത്ത് നടന്ന ഇഷ്ക് മജ്ലിസ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ സോഷ്യൽ മീഡിയ. അതിന്റെ പേര് സമ്മൈത്തുഹു മുഹമ്മദ എന്ന് മുനീർ ഹുദവി ഇട്ടതാണ്. അപ്പൊ അതുപോലെ ഞാനിവിടെ ഇപ്പോൾ ഇബ്രാഹിംഖാന്റെ വീട്ടിൽ വന്ന് ഭക്ഷണത്തിന് മുമ്പ് വായുസാന്റെ മോൻ അബൂബക്കറിനോട് ഞാൻ പറഞ്ഞു, നമുക്ക് ഒരു പുതിയ പദ്ധതി തുടങ്ങാണ്. പെൺകുട്ടികളിൽ നിന്ന് വർഷത്തിൽ ഒരു സ്വർണം, അത് ഒരു കുഞ്ഞു പൊടി സ്വർണ്ണാവട്ടെ, കടയിൽ നിന്ന് വാങ്ങിയിട്ട് വേണ്ട, ധരിച്ചിരിക്കണ സ്വർണം. കടയിൽ നിന്ന് ഇപ്പോൾ ഇതിൽ പങ്കാളികളാകാൻ വേണ്ടി കടയിൽ പോയി 2 ഗ്രാം സ്വർണം വാങ്ങിയിട്ട് അങ്ങനെ വേണ്ട. മറിച്ച് ഒരു കുഞ്ഞു സ്വർണം ഉസ്താദിന്റെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് വർഷത്തിൽ ഒരു കുഞ്ഞു സ്വർണം. 2000 രൂപ അഹ്ബാബ് പദ്ധതിയുണ്ട്. അതിനോടൊപ്പം തന്നെ അത് മാറ്റിവെച്ചിട്ടല്ല, അതിനോടൊപ്പം തന്നെ വർഷത്തിൽ ഒരു അതൊരു 10 പവന്റെ മാലയാകാം, 10 ഗ്രാമിന്റെ സ്വർണമാകാം, ചെറിയ ഗ്രാമിന്റെ സ്വർണ്ണ, അതൊന്നും കണക്കൊന്നുമില്ല. അതിനൊരു പേര് പറഞ്ഞുതരാൻ പറഞ്ഞു. മൂപ്പരെപ്പോഴും പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പൊ തന്നെ മനസ്സിലുള്ള പേര് പറഞ്ഞു. അങ്ങനെ ഒരു പേര് പറഞ്ഞു. ആ പേര് ഇൻഷാ അല്ലാഹ് കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ സ്ക്രീനിൽ അത് ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടും ഇൻഷാ അല്ലാഹ്. അത് ഫത്തുഹുൽ ഫത്താഹിൽ തിളങ്ങി നിൽക്കുന്ന വലിയ കൊട്ടാരങ്ങൾക്ക് ഒരു വലിയ മുതൽക്കൂട്ടാക്കി ഈ മാറ്റണേ റഹ്മാനെ, ഈ മാറ്റണേ പടച്ചവനെ. ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരുടെ മുന്നിൽ ചെയ്യാൻ ഞങ്ങളുടെ കയ്യിൽ വേറൊന്നുമില്ല റബ്ബേ. ഇത്തരം ഹിക്മത്തുകളൊക്കെ ചെയ്ത് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകാനുള്ള ഒരു കൊതി കൊണ്ടാണ് റബ്ബേ ഞങ്ങളെ സഹായിക്കണേ അല്ലാഹ്. ആമീൻ. അപ്പോൾ ഈ ബക്കറ്റ് റോഷനൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാം. ബക്കറ്റ് റോഷൻ വൃത്തിയായിട്ട് നടക്കുന്നുണ്ടെന്ന് കരുതുന്നു. കുറേ തിരക്കുള്ളത് കൊണ്ട് എല്ലാ ഭാഗത്തും എത്തുമെന്നറിയില്ല. എല്ലാവരും ഹെൽപ്പ് ചെയ്യണം. നമ്മുടെ പരിപാടിയാണ്, നമ്മുടെ സ്ഥാപനമാണ്, നമ്മുടെ സംരംഭമാണെന്നൊക്കെ മനസ്സിലാക്കി എല്ലാവരും സ്വയം നിയന്ത്രിച്ച് സഹകരിക്കണം, കൂടെ നിൽക്കണം. വനിതാ വോളണ്ടിയർമാരുണ്ട് ഇൻഷാ അല്ലാഹ്. സ്ത്രീകളൊക്കെ നല്ല രീതിയിൽ സഹായിച്ചു കൊടുക്കണം. ഞാൻ പറഞ്ഞ പദ്ധതിക്ക് ഇപ്പോഴും തന്നെ തയ്യാറായി ഇരുന്നോളൂ ഇൻഷാ അല്ലാഹ്. നാളെ മറ്റന്നാളൊക്കെ സ്വർണം കൊണ്ട് കൊടുത്താൽ മതി. ഒരു വർഷത്തിനകത്ത് കൊടുത്താൽ മതി. പേര് പറഞ്ഞാൽ മതി. സ്ത്രീകൾ പേര് പറഞ്ഞാൽ മതി. ഒരു വർഷത്തിനകത്ത് കൊടുത്താൽ മതി. പേപ്പറും പേനയൊക്കെ തയ്യാറാക്കി വെക്കണം. ഉസ്താദെ, വായിദ് ഉസ്താദെ, ഹംസാജി, പിന്നെ പേപ്പറും പേന തയ്യാറാക്കി വെക്കണം. കുറച്ച് സ്ത്രീകൾക്ക് കൊടുക്കുക. ഇപ്പോഴല്ല ഞാൻ പറയുമ്പോൾ കുറച്ച് ചെറിയ സ്ലിപ്പും ഇത് കഴിഞ്ഞോട്ടെ. വക്കറ്റ് കഴിഞ്ഞു ഞാൻ പറഞ്ഞതാ. അന്നേരം പിന്നെ അതിന് വേണ്ടിയിട്ട് പ്രയാസപ്പെടേണ്ട. അതുകൊണ്ടാണ്. അപ്പൊ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി വരണ കാര്യം നമുക്ക് എങ്ങനെയാണ് വരണമെന്ന് പറയാൻ പറ്റൂല. ഈ ബക്കറ്റും കൊണ്ട് ഇങ്ങനെ നടക്കുമ്പോ ഈ സ്ത്രീകളുടെ ഭാഗത്തേക്ക് പുരുഷന്മാർ പോവില്ല. എന്നാൽ ഇങ്ങനെ ഈ ഭാഗത്തൂടെ കൊണ്ടുപോകുമ്പോൾ ഒരു താത്തയുടെ കൈ കയറി ഇങ്ങനെ തട്ടി, അപ്പൊ അവൻ ഇങ്ങനെ നോക്കി. അങ്ങനെയൊക്കെയാണ്, അറിയാൻ പറ്റൂല. അങ്ങനെയൊക്കെയാണ് വരിക.
ഒരു ചെറിയ മെസ്സേജ്, ഒരു കിലുക്കം, ഒരു കുലുക്കം, അങ്ങനെയൊക്കെ തന്നെയാണ് വരിക. സാമ്പത്തികവും അങ്ങനെ തന്നെയാണ്. ചെറിയ ചിന്ത, അഹങ്കാരത്തിന്റെ ചിന്ത, ഞാൻ തിരക്കേടില്ല, ഇതൊക്കെ നിസ്സാര സമയം കൊണ്ട് കടന്നു വരും. അല്ലാഹുവേ പടച്ചവനെ നീ ഞങ്ങളെ കാക്കണേ അല്ലാ. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയുടെ പല രൂപങ്ങളുണ്ട്, പല സൈസുകളുണ്ട്, പല ഭാവങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് വലഹാൻ. വലഹാൻ എന്ന് പറയുന്ന ഒരു സംഘമുണ്ട് ഇബ്ലീസിൽ. ആ ഇബ്ലീസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയെന്നറിയോ? വുളു എടുക്കുന്നവരെ തെറ്റിക്കലാണ് അവന്റെ ജോലി. ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചിരിക്കുകയാണ് ഒരു സംഘത്തിന്. ഇപ്പൊ SKSSF വിഖായുണ്ട്, ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചിരിക്കുകയാണ്. SIS ആമിലയുണ്ട് ഒരു ഡ്യൂട്ടി. അതുപോലെ ഇബ്ലീസിന് വലിയ ശാഖകളുണ്ട്. ഒന്ന് വലഹാനാണ്. മൂപ്പരെ ആ സംഘത്തിന്റെ ജോലി എന്താ? വുളു എടുക്കുന്നവരെ തെറ്റിക്കലാണ്. ചില ആൾക്കാർ വുളു എടുക്കണങ്ങൾ കണ്ടിട്ടില്ല, ഹൗദിന്റെ അവിടെ വന്നിട്ട് അശ്ഹദുല്ല ഒറ്റപ്പിടിയ അശ്ഹദുല്ല എന്ന് പറഞ്ഞ വസ്വാസം ഇങ്ങനെ കൂടി നിൽക്കും, ഒരു രക്ഷയില്ല, ഇങ്ങനെ നടക്കും. അശ്ഹദുല്ല ആ വെള്ളം കിട്ടിയില്ലേ പോയി, ഭയങ്കര പ്രശ്നം. ഈ സാധനം വന്നാലുണ്ടല്ലോ ജീവിതത്തിൽ ഒതുകൊടുത്ത് തീരുമോ? ളുഹറിന് കാല് തേച്ച് അസർ വാങ്ങി കേട്ടാലും ദൂരം നിസ്കരിക്കാൻ പറ്റില്ല. ഒരപ്പലോടൊരപ്പല എത്ര ആളുകൾക്ക് ഇങ്ങനെ സംഭവം. ഇത് പെട്ടെന്ന് മാറ്റണം. ഇത് യഥാർത്ഥത്തില് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു യഹിയെ പറഞ്ഞ വുളു എന്ന് നമുക്ക് എടുക്കാൻ പറ്റൂല. അതൊക്കെ ഒരു എടുപ്പ് തന്നെയാണ്. അങ്ങനെ വുളു എടുക്കുക, അത് ശരിയായി നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുക, അങ്ങനെ പോവാം. നമ്മൾ പഠിച്ച രീതിയിൽ ഒരു കുറവൊന്നും ഇല്ല എന്ന് ബോധ്യപ്പെടുത്തി ചെയ്യാം. അങ്ങനെയൊക്കെ പറ്റുള്ളൂ. അപ്പൊ എല്ലാം നമുക്ക് അല്ലെങ്കിൽ മനസ്സിൽ വല്ലാത്ത ആശങ്ക വന്നു, സഹിക്കാൻ പറ്റില്ല, ഭയങ്കര പ്രയാസമാണ്, നമുക്ക് ടെൻഷനായി പോകും. അത് എങ്ങനെ തീർന്നു റബ്ബേ. അത് പിന്നെ നിസ്കരിക്കുമ്പോൾ ചില ആൾക്കാർ നിസ്കരിക്കുമ്പോൾ ഇങ്ങനെ അടുത്തിരിക്കുന്ന ആളൊക്കെ ചിലപ്പോൾ തെറിച്ച് ഹൗദിൽ ചെന്ന് വീഴും. ഇങ്ങനെ ശരിയായില്ല, പോയി അള്ളാഹ് കിട്ടിയില്ല, പോയി ഇങ്ങനെ പോയി, അത് പോയി, സ്റ്റാർട്ടിങ്ങിന് മുമ്പേ പോയി. ഇങ്ങനെ കുറെ ആളുകളുണ്ട്. പിന്നെ ഫാത്തിഹ ഓതുമ്പോ അതൊരു മഹറജങ്ങട്ട് ഇങ്ങനെ കറക്റ്റ് ആവാൻ വേണ്ടിട്ട് ശരിയല്ല, ഇത് കളിയാക്കാണ് തോന്നരുത്. ഇത് ഉസ്താദുമാരെയോ അങ്ങനെയുള്ളവരെ കളിയാക്കല്ല, അവർ പെട്ടുകിടക്കുകയാണ് പ്രിയപ്പെട്ടവർ. ഇത് കണ്ടിട്ട് ചിരിക്കുന്ന ഒരു വലിയ സംഘമാണ് വലഹാൻ എന്ന് പറയുന്ന ഇബ്ലീസിന്റെ സംഘം. രക്ഷപ്പെട്ടല്ലോ ഞങ്ങളെന്ന് അവരിങ്ങനെ ചിന്തിക്കും. ഈ മനുഷ്യനെ കൊണ്ട് ഇങ്ങനെ പാവ കളിപ്പിക്കുക, വുളു കൊടുത്തിട്ട് ശരിയാവണില്ല. ഇനി ഇതൊന്നും ഇല്ലാതെ, ഒരു ചിന്തയില്ലാതെ വുളു കൊടുക്കണവരുണ്ട്, അത് വേറെ രസമാണ്. ഇങ്ങനെ പോണ ഒരു സംഘമുണ്ട്, അവർക്കൊന്നുമില്ല. അവരുടെ വുളുവൊക്കെ നിസ്സാര സമയം കൊണ്ട് കഴിയും. തല ഇടവുന്നത് സല്യൂട്ട് അടിക്കണ പോലെയാണ്, ഇങ്ങനെ ഇങ്ങനെ അടിക്കാൻ. ഇതും ഭയങ്കര പ്രശ്നമാണ്. ഇത് രണ്ടിന്റെ ഇടയിൽ വൃത്തിയായിട്ട് ചെയ്യാൻ കഴിയണം, ഭയങ്കര പാടാണ്. ഇത് രണ്ടിന്റെയും ഇടയിൽ വൃത്തിയായിട്ട് ചെയ്യാൻ നമുക്ക് സാധ്യമാകണം. ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ വുളു. നിങ്ങൾ ഏറ്റവും കൂടുതൽ വെപ്രാളത്തിൽ ചെയ്യുന്ന ഒരു സാധനം വുളു അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ശരിയല്ലേ? അങ്ങനെ ഉള്ളവരുടെ പോക്കറ്റിനകത്തുണ്ട് വലഹാൻ. പള്ളിയുടെ നടയിൽ നിന്ന് ഫോൺ വന്ന് എത്ര സമയം സംസാരിച്ചു? ഒരു പ്രശ്നമില്ല, എല്ലാരോടും സാവകാശം സംസാരിച്ചു. വുളു എടുക്കാൻ അങ്ങോട്ട് കയറിയ വെപ്രാളം, അതുവരെ ഒരു കുഴപ്പമില്ല. ഹൗദിൽ നിന്നാണെങ്കിലും പൈപ്പിൽ നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും ആ സമയത്ത് അത് തന്നെ വലഹാന്റെ അടയാളാണ്. അവിടെ നമ്മൾ നിസ്കരിക്കുകയാണ്. ഈ സാധനം റെഡിയായെങ്കിലേ നിസ്കാരം റെഡിയാവുമെന്ന ബോധം വേണം. നിന്റെ വുളു എങ്ങനെയാണോ അങ്ങനെയാണ് നിന്റെ നിസ്കാരം. നിന്റെ വുളു എങ്ങനെയാണോ അങ്ങനെയാണ്. വുളു കഴിഞ്ഞതിന് ശേഷം പടിഞ്ഞാറ് ഖിബിലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് രണ്ട് കൈ ഉയർത്തിയിട്ട് ഒരു ദുആ ഉണ്ട്. നമുക്ക് നാണക്കേടല്ലേ? അയ്യേ, ഞാനിങ്ങനെ ദുആ ചെയ്ത മോശമല്ലേ? വലിയ പ്രഭാഷകൻ പ്രസംഗിക്കാനൊക്കെ വന്ന് ഒരു വീട്ടിൽ നിന്ന് നിസ്കരിക്കാൻ പോവാ, ഭക്ഷണം കഴിച്ച വീട്ടിൽ നിന്ന് വുളുവൊക്കെ എടുത്തിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അയ്യേ, എന്ത് മൈലാരടെ അല്ലേ? നാണക്കേടല്ലേ? 7 സ്വർഗത്തിന്റെ 7 കവാടത്തിൽ ഇഷ്ടമുള്ളതിലൂടെ കടന്നു പോകാൻ ഈ ദുആ നിത്യമാക്കുന്നവർക്ക് അല്ലാഹു ഭാഗ്യം കൊടുക്കണം. നമുക്ക് നാണക്കേടാണ്, നമുക്ക് ഇസ്സത്ത് പ്രശ്നമാണ്. നമ്മൾ ആരെയാ പേടിക്കുന്നത്? ഇത് അള്ളാഹുലേക്ക് നമ്മൾ ചെയ്യണ കാര്യം. നമ്മളിത് ചെയ്യുന്നത് കണ്ട് ആരെങ്കിലും കുറച്ചുപേര് ചെയ്യട്ടെ. നമ്മൾ വൃത്തിയാണ്. ആളുകൾ ഉണ്ടെങ്കിൽ അവരെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്തു, അവർ ചെയ്യാൻ വേണ്ടി മനസ്സിൽ നിയത്ത് ചെയ്യണം. ഞാൻ മുലിയാരാണ്, ഭയങ്കര തക്കവളാണെന്ന് കാണിക്കാനല്ല. ഇത് കണ്ടിട്ടെങ്കിൽ ആരെങ്കിലും ചെയ്യട്ടെ റബ്ബെന്ന് മനസ്സിൽ കരുതിയാൽ മതി. വലിയ കൂലി അതിനും കിട്ടും. അതൊക്കെ ഒന്ന് ഒഴിവാക്കും. വുളുവുമായി ബന്ധപ്പെട്ട പരിപൂർണതയുടെ ഒന്ന് നമ്മൾ ഒഴിവാക്കരുത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞുകൊണ്ട് തുടങ്ങി വൃത്തിയായി 3 പ്രാവശ്യം കഴിക്കേണ്ടത് അങ്ങനെ തന്നെ കഴുകി സാവകാശം ഇടയിൽ പറയാനുള്ള അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അതൊക്കെ പറഞ്ഞിട്ട് തന്നെ ചെയ്തു നോക്കി. അങ്ങനെ ഒരു വുളു ഇന്ന് നമ്മൾ എടുത്തു നോക്കി, വീട്ടിൽ പോയിട്ട് ഒരു വല്ലാത്ത സുഖം കിട്ടും. ഇതുവരെ നമ്മൾ വുളു എടുത്തില്ല എന്ന് തോന്നിപ്പോകും. പടച്ചവനെ അപ്പോൾ ഇത്രയും കാലം എടുത്ത് വുളു അല്ല റബ്ബേ എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ ഒരു വുളു എടുത്തു നോക്കി വൃത്തിയായിട്ട് സാവകാശ സമയമെടുത്ത്
അങ്ങനെ ചെയ്യണം. ഒരിക്കലും അതിലേക്ക് ഇബ്ലീസ് ലഅനത്തുള്ളാഹിക്ക് കടക്കാൻ ഒരു ഇടം കൊടുക്കരുത്. എങ്ങനെയാണെങ്കിലും ഇപ്പോൾ എല്ലാ വീട്ടിലും ബാത്റൂമിനകത്ത് ഒതു കൊടുക്കാനുള്ള സൗകര്യം ചെയ്തിരിക്കുന്നത് തന്നെ നമുക്ക് ആലോചിച്ച് നോക്കി, അതൊരു വലഹാന്റെ ഒരു വലിയ പ്രശ്നം തന്നെയല്ലേ അല്ലേ? ഇനി ആ ബാത്റൂമിനകത്ത് മാറ്റിയിട്ട് പ്രത്യേകിച്ച് ഒരു തിട്ട കിട്ടി അങ്ങനെ ഒതു കൊടുത്താൽ കറാഹത്തൊന്നും ഇല്ല, നിങ്ങൾ ചെയ്തോളൂ എന്നൊക്കെ ഉസ്താദുമാര് പലരും പറയുന്നുണ്ട്. എനിക്കറിയില്ല, ഞാൻ അത്രയും വലിയ ഇൽമൊന്നും പഠിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെ പറഞ്ഞാൽ പോലും മനസ്സിലൊരു ഇതല്ലേ എടുക്കുമ്പോ ആ സാധനം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ അവിടെ നിൽക്കണത്? ആ സാധനം ഉണ്ടെങ്കിൽ പിന്നെ അതിന് മസാല ചോദിച്ച് നിങ്ങൾ അതിനെ വൃത്തിയാക്കാനോ അനുവദനീയമാക്കാനോ നിൽക്കേണ്ട. ഇറങ്ങി പൊക്കൂടെ, എത്ര സ്ഥലമുണ്ട് ഒതു കൊടുക്കുക, അതിനകത്ത് തന്നെ ഉള്ളൂ. എന്നാലും അതിനകത്ത് പ്രശ്നം. ദുനിയാവിൽ എത്ര സ്ഥലമുണ്ട് ഒതു കൊടുക്കാൻ. ഇനി ബാത്റൂമിനകത്ത് ഒതു കൊടുക്കും, പ്രശ്നമൊന്നുമില്ല, മാറ്റിയിട്ടൊരു സ്ഥലമുണ്ട് ഒതു, മനസ്സിനൊന്നും പ്രശ്നമില്ല, എടുത്തോ. പക്ഷെ ഇതങ്ങനല്ല, ടെൻഷനാണ്. ഉസ്താദിനെ വിളിച്ച് ചോദിച്ചാലോ, സാറേ ഇവിടെ ഈ 4 മീറ്റർ ഉണ്ട്, ക്ലോസറ്റിൽ നിന്ന് എടുക്കാൻ പറ്റുമോ? എന്ത് കഷ്ടപ്പെടണം, വേറെ സ്ഥലമില്ലേ? അങ്ങനെ നമുക്കെല്ലാം ഇങ്ങോട്ട് അനുവദനീയമാക്കി കിട്ടണം. അങ്ങനെ കിട്ടിയാൽ എല്ലാം കിട്ടും. അതിനൊക്കെ ഇഷ്ടം പോലെ പിന്നെ 10 കൊടുക്കുക ആൾക്കാരൊക്കെ മുക്കിനുണ്ട്. എന്തൊക്കെ വേണം നിങ്ങൾക്ക്, പൈസ കൊടുത്താൽ എല്ലാം ഒക്കെ റെഡിയാ. നമ്മൾ അതിന് പോകാൻ വേണ്ടി നിൽക്കരുത് പ്രിയപ്പെട്ടവരെ. നമ്മളൊന്ന് മനസ്സിനെ ഒന്ന് കുലുക്കി നോക്കുക. റബ്ബേ എനിക്ക് ശരിയാവൂല, റബ്ബേ പടച്ചോനെ, ഞാൻ ഈ ആകെ ചെയ്യണത് തന്നെ പൊട്ട നിസ്കാരമാണ്. ഇതുപോലെ ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ അള്ളാന്റെ മുമ്പിൽ നിൽക്കുക റബ്ബേ? അല്ലെങ്കിൽ തന്നെ പ്രശ്നമാണ്. മസാലകളൊന്നും എനിക്ക് അറിയില്ല, ഒന്നും അറിയില്ല. ഇങ്ങനെ ഫാത്തി ഓതി സൂറത്ത് ഓതി ഇങ്ങനെ കുനിഞ്ഞു നൂര് തന്നെ, വേറെ ഒരു ഹിക്കുമത്തും ഒരു ഹുക്കുമോ എനിക്കറിയില്ല. ഇത് തന്നെ വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എങ്ങനെ റബ്ബേ നിന്റെ മുമ്പിൽ നിൽക്കുമോ? ഒരു പേടി മനസ്സിലുണ്ടായിരുന്ന. രണ്ടാമത് ശപിക്കപ്പെട്ട ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയുടെ പുതിയ രൂപമാണ് ഖിൻസബ് എന്ന് പറയുന്നത്. നിസ്കാരത്തിലെ വസ്വാസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിസ്കാരത്തിന്റെ വസ്വാസ്, നിസ്കരിക്കാൻ നിൽക്കുമ്പോഴുണ്ടാകുന്ന കുറെ പ്രശ്നങ്ങൾ. കൈകെട്ടൽ ശരിയായില്ല, ഫാത്തിഹ ശരിയായില്ല, ദുനിയാവിന്റെ ചിന്തകൾ മുഴുവനും ഓടി വരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖിൻസബ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. ഖിൻസബ് എന്നാണ് ഇബ്ലീസിന്റെ പേര്. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കി നിൽക്കുമ്പോ തല ചൊറിഞ്ഞിട്ട് കുമ്പതടവിയിട്ട് വെപ്രാളപ്പെട്ട് നിസ്കരിക്കുന്ന ഒരു മനുഷ്യനോട് നീ മടങ്ങിപ്പോയി ഒന്നുകൂടി നിസ്കരിക്കുക എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. അവന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയാണ്, നിന്റെ നിസ്കാരമെങ്കിൽ അല്ലാഹുവിന്റെ കോടതിയിൽ നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിനക്ക് ഇരിക്കാൻ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ കോടതിയിൽ നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിനക്ക് ഇരിക്കാൻ കഴിയൂല. പടച്ചോരെ കാക്കണേ അല്ലാഹ്. സമയമേറെ വൈകിയെന്നറിയാൻ ഞാൻ ചുരുക്കുകയാണ്, വളരെ വേഗം പറയുകയാണ്. അടുത്തത് വസ്നാൻ എന്ന് പറയുന്ന ഇബ്ലീസിന്റെ സംഘത്തിന് 3 പ്രധാനപ്പെട്ട ജോലിയാണുള്ളത്. ഒന്ന്, ഉറങ്ങുന്ന നേരമുള്ള ഇബാദത്ത് മുടക്കലാണ്. ഉറങ്ങുന്ന നേരമുള്ള ഇബാദത്ത് മുടക്കലാണ്. ഇന്ന് നിങ്ങളോട് പറയണു ഒരു 100 സലാത്തിലൂടെ നമുക്ക് ഉറങ്ങാൻ വേണ്ടി തീരുമാനം എടുക്കാം. ഭയങ്കര പ്രശ്നമാണ്. വേറെ എന്തൊക്കെ നടന്നാലും ഇത് ചിലപ്പോൾ നടക്കൂല. അതാണ് അവന്റെ ശക്തി. ഭയങ്കര സംഭവം നമ്മൾ അറിയൂല. ഉറങ്ങുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ പറഞ്ഞു ഒന്നോടുകൂടി സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ നാസ് ഒക്കെ ഓതി ആയത്തുൽ കുർസി ഒക്കെ ഓതിയിട്ട് കിടന്നാൽ അവന് കിട്ടുന്ന കൂലി എണ്ണിയാ തീരൂല. പക്ഷെ നമുക്കിതൊക്കെ അറിയാം, പക്ഷെ നമ്മൾ ചെയ്യൂല. അതുകൊണ്ടാണ് എന്തുകൊണ്ട് ചെയ്യാത്തത്? ഈ സാധനം ഉണ്ടെന്നുള്ള തെളിവാണ്. വീട്ടിനകത്ത് ഈ സാധനം ഉണ്ട്, അതാ നമ്മൾ ചെയ്യാത്തത്. നമ്മൾ ഉറങ്ങണതിന് മുമ്പ് ചെയ്യണ സാധനം എന്താ? എല്ലാം നോക്കി, എല്ലാം അയച്ച് കറക്റ്റ് ചെയ്ത് എല്ലാം ഓക്കെ ആക്കി ലോക്കിട്ട് തലേണയുടെ ഭാഗത്ത് വെച്ചിട്ട് ഒരൊറ്റ ഉറക്കാണ്. ഉണർന്ന ഉടനെ എടുക്കുന്ന സാധനം അത് തന്നെയാണ്. ഈ പറഞ്ഞതൊക്കെ മുടങ്ങി, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ പോയില്ലേ? അപ്പൊ ആ സമയത്ത് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടി ഇനിയെങ്കിലും ആ ശ്രദ്ധ കൊണ്ടുവന്നിട്ട് അല്ലാഹുവേ പടച്ചോനെ, എനിക്ക് അത്തരം ഒരു ഇബ്ലീസിന്റെ ഒരു ശാഖയിൽ ഞാൻ പെട്ടുപോകാതെ എനിക്കൊന്ന് ക്ലിയർ ആകണമെന്നുള്ള ചിന്തയിൽ ഉറങ്ങാൻ നേരത്ത് ഓതേണ്ടതും പറയേണ്ടതും ഒക്കെ കൃത്യമായി പറഞ്ഞ് ശരീരമൊക്കെ ഇങ്ങനെ ഓതി തടകി. അൽഹംദുലില്ലാഹ്, എന്തൊരു റാഹത്താണ്. നമ്മൾ അങ്ങനെ ചെയ്യ് പ്രിയപ്പെട്ടവരെ. വലിയ വലിയ ഉസ്താദുമാരുടെ കൂടെ യാത്ര ചെയ്ത് നോക്കണം. നിങ്ങൾ യാത്ര ചെയ്ത് നോക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും അവരെന്തൊക്കെയാണ് ഉറങ്ങണതിന് മുമ്പ് ചെയ്യുക, അവരെന്തൊക്കെയാണ് യാത്രകളിൽ പറയാ. അവരിങ്ങനെ കുറേ അമലുകളും അദ്കാറുകളൊക്കെ നമുക്ക് പഠിക്കാൻ കഴിയും. അത് ജീവിതത്തിലൂടെ കൊണ്ടു നടന്നിട്ട് ചേർത്ത് വെക്കാൻ നമുക്ക് സാധ്യമാകണം. അല്ലാഹുവേ പടച്ചവനെ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. രാത്രിയിൽ തെറ്റ് ചെയ്യാൻ, അതേ ഉറങ്ങുന്ന സമയത്ത് തെറ്റ് ചെയ്യാൻ ഒരു ഉണർവുണ്ടാക്കലാണ് രണ്ടാമത്തെ സംഘം.
ഈ ഒരു സംഘത്തിന് തന്നെ 3 സംഘമായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. 1 ഉറക്കത്തിന്റെ ഇബാദത്ത് മുടക്കുക, 2 രാത്രിയിൽ തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശക്തി കൂട്ടുക. ഇപ്പോൾ നൈറ്റ് ക്ലബ്ബുകൾ തുടങ്ങുകയാണ്. തിരുവനന്തപുരവും കൊച്ചിയും ഒക്കെ രാത്രിയില്ലാത്ത നഗരങ്ങളായി മാറാൻ പോവാണ്. പകൽ 12 മണിക്ക് ചെന്നതുപോലെയാണ് കൊച്ചിയിൽ രാത്രി 12 മണിക്ക് ചെന്നാലും എല്ലാ ലൈറ്റും ക്ലബ്ബും പാട്ടും ഹോട്ടലും ഡാൻസും അങ്ങനെയാണ്. തിരുവനന്തപുരവും അങ്ങനെ ആകാൻ പോവാണ്. അങ്ങനെ ഒരു ആഘോഷത്തിന്റെ രാത്രിയില്ല, ഫുൾ ടൈം പകല് മാത്രം. എപ്പോഴും പകല്, എപ്പോഴും ആഘോഷം, എപ്പോഴും വ്യഭിചാരം, എവിടെയും കള്ള്, എവിടെയും ലഹരി. ഇതിനൊരു വലിയ പിന്തുണ കൊടുക്കും ആര്? ശപിക്കപ്പെട്ട ഇബ്ലീസ് ലഅനത്തുല്ലാഹി. അതുകൊണ്ടല്ലേ പോലീസുകാർ പ്രസംഗിക്കുന്നു കഞ്ചാവിനെതിരെ, ഉസ്താദുമാര് പ്രസംഗിക്കുന്നു കഞ്ചാവിനെതിരെ, ഹൈന്ദവർ ധർമ്മോ രക്ഷിത എന്നൊക്കെ പറഞ്ഞ് സ്വാമിമാര് പ്രസംഗിക്കുന്നു കഞ്ചാവിനെതിരെ, ക്രിസ്ത്യൻ ഫാദർമാര് പ്രസംഗിക്കുന്നു കഞ്ചാവിനെതിരെ, പാർട്ടിക്കാര് സമരം നടത്തുന്നു, സംഘടനകൾ സമരം ഒക്കെ ചെയ്യുന്നു. പക്ഷെ സാധനം വേണമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ 10 മിനിറ്റ് കൊണ്ട് കൈ കിട്ടും. അതാണ് പ്രശ്നം. ഇപ്പൊ ഒരാൾക്ക് എനിക്ക് കഞ്ചാവ് കിട്ടിയാൽ കൊള്ളാമെന്ന് ചിന്തിച്ചാൽ 10 മിനിറ്റ് കൊണ്ട് സാധനം കൈ കിട്ടും. പ്രസംഗത്തിനൊന്നും ഒരു കുറവില്ല. പ്രചരണവും സമരവും വിപ്ലവവും പ്രതിജ്ഞയും ഒക്കെ ഉണ്ട്. പക്ഷെ സംഭവം 10 മിനിറ്റ് കൊണ്ട് സാധനം കിട്ടും. എല്ലാ ബസ്സും പെയിന്റ് മാറ്റി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപകടം ഉണ്ടാവാതിരിക്കാൻ അകത്തടിക്കണ പെയിന്റ് മാറ്റിയിരുന്നെങ്കിൽ കുറച്ച് അപകടമെങ്കിലും കുറഞ്ഞാൽ. ബസ്സിന്റെ പെയിന്റ് മാറ്റിയത് കൊണ്ട് വലിയ അപകടം കുറഞ്ഞത് എനിക്ക് അങ്ങനെ കുറെ ആളുകൾ, കുറേ പാവങ്ങൾ അങ്ങനെ കുറെ വണ്ടിയായിട്ട് ഇങ്ങനെ നടക്കണം. അന്ന് പറഞ്ഞ തീരൂല, പോട്ടെ. അപ്പൊ ഈ സാധനം വസ്നാൻ, അല്ലാഹുവേ പടച്ചവനെ അവന്റെ ശരണത്തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. പാതിരാത്രിയിൽ നിന്റെ മക്കള് കിടന്നുറങ്ങുന്ന വീട്ടിൽ പോലും വസ്നാനില്ലേ, റൂമിൽ പോലും ചെന്ന് നോക്കണം. നിന്റെ മകൻ 2 മണിക്ക് 1 മണിക്കൊക്കെ ഉമ്മമാരുണർന്നിട്ട് മകൻ കിടക്കുന്ന റൂമിലേക്ക് നോക്കണം. പള്ളിപ്പെരുന്നാൾ പോലെ ലൈറ്റ് കത്തുന്നുണ്ടാവും, റൂമിനകത്താണ്. ഈ തുടവരെയുള്ള ബറുമൂടി ഇട്ടിട്ട് ഇങ്ങനെ പന്നി ചത്ത് കിടക്കണ പോലെ കട്ടിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും ഒരു സാധനം. മോനാണ്, ഉമ്മച്ചിയുടെ പൊന്നു ബാബ, കുഞ്ഞു ബാബ, അങ്ങനെ വളർത്തിയത്. അങ്ങനെ കിടക്കുന്നുണ്ടാവും ഒരു സാധനം. പെപ്സി ഉണ്ടാവും, കൊക്കക്കോള ഉണ്ടാവും, കള്ളുണ്ടാവും, കഞ്ചാവ് ഉണ്ടാവും, എല്ലാം ഉമ്മച്ചി. ഒരു വൃത്തിയില്ല എൻ്റെ മോന്, എന്നിട്ട് എല്ലാം കൂടെ വാരി ഒരു മൂലയിലേക്ക് വെക്കുകയാണ്. ഉമ്മച്ചി ഒരു ഭയങ്കര സ്നേഹമല്ലേ, ന്യൂ ജനറേഷൻ സ്നേഹം. കബറിൽ തോനെ കിട്ടും, കൊടുത്തോ. എന്നിട്ട് ഇതൊക്കെ ചെയ്ത് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് മോന്റെ കാലൊക്കെ പിടിച്ച് കട്ടിലേക്ക് കയറ്റി വെച്ച് നിക്കറിന്റെ മുകളിൽ കിടക്കണ മിച്ചറിന്റെ പൊടിയൊക്കെ തട്ടിക്കളഞ്ഞ് അങ്ങനെ കിടത്തിയിട്ട് ഉമ്മ പോവാ, കുഞ്ഞു വാവ ഉറങ്ങിക്കോളി എന്ന് പറഞ്ഞു. ഉമ്മാക്ക് യവൻ ഉപയോഗിച്ച കള്ളിലോ യവൻ അടിച്ച കഞ്ചാവിലോ ഒന്നും അല്ല പരാതി. ലൈറ്റ് ഓഫ് ആക്കൂല ചെറുക്കൻ, കറണ്ട് ബില്ല് ഭയങ്കര സങ്കടം, വേറെ പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ കൊഞ്ചിച്ച് കിന്നരിച്ച് ആണിനും പെണ്ണിനും ഇങ്ങനെ കൊണ്ട് നടന്ന് ഉമ്മ മരിക്കുമ്പോ ഉമ്മാടെ മയ്യത്തിന്റെ മുമ്പ് ബോധമില്ലാതെ കഞ്ചാവുമായി വന്ന് നിൽക്കുന്ന മക്കളായ കൗമ മാറുമ്പോ അല്ലാഹു ഞങ്ങളെ കാക്കണേ റബ്ബേ. പാതിരാത്രിയുടെ തെറ്റുകുറ്റങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയാണ് മറ്റൊന്ന്. മൂന്നാമത്തെ ആ കൂട്ടത്തിൽപ്പെട്ട സംഘമാണ് നേരത്തെ എഴുന്നേക്കാൻ സമ്മതിക്കാത്ത പ്രഭാതം കണ്ടിട്ട് എത്ര കാലമായി ചെറുപ്പക്കാരാ, സൂര്യോദയം കണ്ടിട്ട് എത്ര കാലമായി ചെറുപ്പക്കാരാ. ഫതുഹുൽ ഫതാഹിന്റെ മുമ്പിൽ വന്നിരിക്കുന്നവരോട് ഞാനിത് പറയാൻ പാടില്ല, അത്രത്തോളം നിങ്ങൾ ഇബാദത്തിൽ ശ്രദ്ധയുള്ളവരാണെന്നറിയാം. ലൈവെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്ന ഉമ്മമാരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ മക്കൾ പാതിരാത്രി കിടന്നുറങ്ങുന്നത് എപ്പോഴാണ്? അവരെ എഴുന്നേൽക്കുന്നത് എപ്പോഴാ? 5 മണിയും 6 മണിയും 7 മണിയും 8 മണിയും നമ്മുടെ മക്കൾക്കറിയില്ല. പാതിരാത്രി വന്നു കിടന്നിട്ട് സൂര്യൻ ഇങ്ങനെ വെയിലിങ്ങനെ ഉയർത്തു പൊങ്ങിയിട്ട് സൂര്യൻ മധ്യഭാഗത്താകുമ്പോഴാണ് ആദ്യത്തെ കണ്ണു തുറക്കുക. അപ്പോഴാണ് പൊന്നാര ഉമ്മച്ചി ബെഡ് കോഫിയുമായിട്ട് പൊന്നുമോന്റെ അടുപ്പ് ചെന്ന് നിൽക്കുക. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എല്ലാ ബറക്കത്തും നിനക്ക് നഷ്ടപ്പെടുത്തുകയാണ്. ഫാത്തിമ റളിയല്ലാഹു തആല ഉറങ്ങിയതല്ല, ക്ഷീണം കൊണ്ട് അവർക്ക് കഴിക്കാൻ ഭക്ഷണമില്ലല്ലോ, രാത്രി വയറുമുട്ട കഴിച്ചിട്ടല്ലോ കിടന്നുറങ്ങുന്നത്, കഴിക്കാൻ ഭക്ഷണമില്ലല്ലോ, ദാരിദ്ര്യമാണല്ലോ. അതുകൊണ്ട് സുബഹിക്ക് സമയത്ത് എഴുന്നേറ്റിട്ട് ക്ഷീണം കൊണ്ട് സുന്നത്ത് നിസ്കരിച്ചിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒന്ന് കിടന്നതാണ്. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരികിൽ വന്നിട്ട് പറഞ്ഞു, ഫാത്തിമ മോളെ നീ ഉറങ്ങാണോ? ഇല്ല നബിയേ, ഞാൻ അല്പം ഒന്ന് കിടന്നതാ റസൂലേ, ഞാൻ ഉറങ്ങിയതല്ല ഹബീബേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മോളെ എഴുന്നേൽക്കു പൊന്നുമോളെ, എഴുന്നേൽക്കു പൊന്നുമോളെ, എഴുന്നേൽക്കു പൊന്നുമോളെ. അല്ലാഹുവിന്റെ ബറക്കത്ത് ഇറങ്ങണ സമയമാ മോളെ, ഈ സമയത്തിന്റെ പൊന്നുമോള് കിടക്കല്ലേ. ഞാൻ ഉറങ്ങിയതല്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മോളെ ഉറങ്ങാൻ വേണ്ടിയല്ല ആരും കിടക്കുന്നത്, പക്ഷെ അറിയാതെ അവർ ഉറങ്ങിപ്പോകും മോളെ. എത്ര ആളുകൾ സുബഹിന്റെ സമയത്ത് അങ്ങനെ ഉറങ്ങിപ്പോയിട്ടുണ്ട്. ഒതുവെടുത്തുകൊണ്ട് വന്ന് സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നിർവഹിച്ചിട്ട് ക്ഷീണം കൊണ്ട് കിടന്നു, ഭർത്താവ് ഒതുവെടുത്തുകൊണ്ട് വരട്ടെ, മക്കൾ ഒതുവെടുത്തുകൊണ്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് കിടന്ന് പിന്നെ 10 മണി വരെ ഉറങ്ങിയവർ എത്രയാണ്. ഇബ്ലീസ് അനുവദിക്കൂല പ്രിയപ്പെട്ടവരെ. വലിയ പുണ്യമുള്ള സമയമാണ്. നമ്മളെല്ലാവരും സുബഹിന്റെ സമയം മുതൽ സൂര്യോദയം വരെ ഉറങ്ങൂല എന്ന് തീരുമാനിച്ചാൽ തന്നെ ഒരു വലിയ പുണ്യം അല്ലാഹു നിങ്ങൾക്ക് ചൊരിഞ്ഞു തരുന്നതാണ്. അങ്ങനെ തന്നെ ഒരു തീരുമാനം എടുത്താൽ തന്നെ ഒരു വലിയ പുണ്യം കിട്ടും. വലിയ പാടാണ്. ഞാനിപ്പോ കഴിഞ്ഞ ഒരു 1.5 വർഷം കൊണ്ടുള്ള പ്രാക്ടീസാണ്. എത്ര പാതിരാത്രി പ്രസംഗം കഴിഞ്ഞാലും സുബഹിന്റെ സമയത്ത് ഉണർന്നാലും ഉറക്കം എത്ര വന്നാലും സൂര്യോദയം വരെ ഉറങ്ങാതിരിക്കാതെ 1 മണിക്കൂർ എന്തായാലും ഉറങ്ങൂല എന്ന് തീരുമാനിച്ചിട്ട് നടക്കുകയാണെങ്കിൽ നടക്കുക. ആ സമയത്തൊക്കെ ശരിക്കും പറക്കത്തുള്ള സമയം. എത്ര പാട്ട്. ഇവിടെ ഒരു ഗഫൂർ മാവണ്ടിയൂരുണ്ട്. ഇന്ന് ഞാൻ ആദ്യം പാടിയ ഒരു കവിത അദ്ദേഹം എഴുതി തന്നതാണ്. ഞാനിപ്പോൾ ഭയങ്കര കവിയാണ്, കവിയുടെ കൂടെയാണ് ഇപ്പോൾ കമ്പനി. അപ്പോൾ മൂപ്പര് ഒരു കവി ആയതുകൊണ്ട് മൂപ്പരുടെ കൂടെ ഒരു സമ്മേളനത്തിനൊക്കെ പോയി ഭയങ്കര സംഭവമാണ്. ഞാൻ കവിയല്ല, പക്ഷെ കവികളുടെ കൂടെ പോയി ഇരിക്കലുണ്ട്. പാട്ടെഴുത്ത് പഠിക്കാനാണ്. എല്ലാത്തിനും ഒരു ശാസ്ത്രം ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ശാസ്ത്രം അനുസരിച്ചാണ് ഇപ്പോൾ നമ്മുടെ അത്തിപ്പറ്റ ഉസ്താദിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പാട്ട് എഴുതിയത്. അഹദിൻ തജല്ലിക്കായി അകമൊരുക്കി അറിവും അമലുമായി അജബിറക്കി അഹ്മദുളി മിന്നും വിളക്ക് തൂക്കി അത്തിപ്പറ്റ ശൈഖ് പ്രഭയിൽ മുക്കി ഉടയോൻ റസൂലിന്റെ മഹബ്ബത്തിനായി ഉലകം മുഴുവനും ഒഴിവാക്കലാ. അത് പാടി തീർക്കാൻ എന്നെ കൊണ്ട് കഴിയൂല. ഭയങ്കര സങ്കടം വരും, ഭയങ്കര സങ്കടം. അല്ലാഹുവേ, ആ ബഹുമാനപ്പെട്ടവരുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ റഹ്മാൻ. അപ്പൊ അങ്ങനെയുള്ള ഈ എഴുത്തുകാർക്ക് ഉസ്താദുമാർക്കൊക്കെ സുബഹിക്ക് ശേഷം ഭയങ്കര ബർക്കത്തുള്ള സമയമാണ്. ശരിക്കും പെട്ടെന്ന് പാട്ട് വരും. പാട്ട് ഇങ്ങനെ ചെറുപറ വരും, ശരിക്കും വരും. ആ സമയത്ത് നമ്മൾ എല്ലാം വരും. ഓർമ്മ കിട്ടും, നല്ല ബുദ്ധി കിട്ടും, നല്ല ഓർമ്മ കിട്ടും. ആ സമയത്ത് പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മുടെ എക്സാമിനൊക്കെ ഉള്ള കുട്ടികൾ ആ സമയത്തൊന്ന് എഴുന്നേറ്റ് നിസ്കരിച്ചിട്ട് കുറച്ച് ദിക്റൊക്കെ ചൊല്ലിയിട്ട് പഠിച്ചു നോക്കി. 1/2 മണിക്കൂർ കൊണ്ട് പഠിച്ചാൽ നിങ്ങൾ 50 ദിവസം പഠിക്കുന്നതിന്റെ ഫലം ആ സമയത്ത് കൊണ്ട് ഭയങ്കര ബർക്കത്തുള്ള സമയമാണ്. എല്ലാത്തിനും ഭയങ്കര ഐശ്വര്യമാണ്. എല്ലാ കാര്യങ്ങൾക്കും ആ സമയത്ത് ഭയങ്കര ഗുണമുള്ള സമയമാണ്. അതുകൊണ്ട് ആ സമയത്ത് ഇങ്ങനെ കുറെ ആളുകൾ ഇങ്ങനെ ആ സമയത്ത് എല്ലാം പോയില്ലേ, നല്ല സുഖമാണ് ഉറങ്ങാൻ, ഭയങ്കര സുഖം കിട്ടും ഉറങ്ങാൻ. എല്ലാം പോയില്ലേ, ഭയങ്കര നഷ്ടം ഉണ്ടാവൂലേ. അള്ളാഹുവെ, ശ്രദ്ധിക്കാൻ നീ തൗഫീക്ക് തരണേ റബ്ബേ, ശ്രദ്ധിക്കാൻ തൗഫീക്ക് തരണേ അല്ലാ. നിങ്ങൾ പൊട്ടച്ചർ അൻവരിയിൽ പഠിക്കുമ്പോൾ അംസാൻവരി പോയണ്ട, അംസാൻവരി ഞങ്ങളൊക്കെ ഉള്ള സമയത്ത് ആ സുബഹിക്ക് ശേഷം ഖുർആൻ ഓതുമല്ലോ. നമ്മളിങ്ങനെ കുട്ടികളല്ലേ, അപ്പൊ ആ സമയത്ത് ഇങ്ങനെ കാപ്പിൽ ഉസ്താദ് എല്ലാ ദിവസവും അങ്ങനെ ടെസ്റ്റ് ചെയ്യാനൊന്നും നിൽക്കൂല, അറിയൂല സാധനം, ഈ സാധനം വരണത് അറിയാൻ പറ്റില്ല. ആ പ്രശ്നം. നിങ്ങൾ ഇങ്ങനെ ഖുർആൻ ഓതിയിട്ട് ഞാനൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുന്നുണ്ടാവും. 20 മിനിറ്റ് നിർബന്ധമായിട്ട് ഓതണം സുബഹിക്ക് ശേഷം. അങ്ങനെ ഉറങ്ങുന്നുണ്ടാവും. ഷെയ്ഖുന അടുത്തെത്തിയിട്ടുണ്ടല്ലോ, ഒരു പിടി പിടിച്ചാൽ പിന്നെ കഴിഞ്ഞു. പിന്നെ മരിക്കണവർ ആ പിടി ഒരു മാനസികമായ സങ്കടമായിട്ട് അവശേഷിക്കും ആ ശിഷ്യന്. അതാണ് ആ പിടി. അപ്പോൾ അത് ആ ശ്രദ്ധ വേണം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമ്മൾ മനഃപൂർവ്വം ശരീരത്തെ കഷ്ടപ്പെടുത്തിക്കോ, എന്നാലാണ് ശരിയായി വരുള്ളൂ. അബുലൈസ് സമർക്കന്ദി റളിയല്ലാഹു തആല അൻഹുവിനോട് ശിഷ്യന്മാര് ചോദിച്ചാണ്, നിങ്ങൾ എങ്ങനെയാണ് ഈ ശരീരത്തെ ഇങ്ങനെ മെച്ചപ്പെടുത്തി മികവുറ്റതാക്കിയെടുത്തത്? അദ്ദേഹം പറഞ്ഞു, ശരീരം അങ്ങനെ പെട്ടെന്നൊന്നും വണങ്ങിത്തരൂല, ഞാൻ കുറേ പട്ടിണി കിട്ടു, കുറേ കഷ്ടപ്പെടുത്തി, അങ്ങനെയാണ് എടുത്തത്. നമ്മൾ അങ്ങനെ തന്നെ ആദ്യം ചിലപ്പോൾ പറ്റൂല, എന്നാലും എഴുന്നേറ്റ് ഓടെ നടക്കുകയൊക്കെ ചെയ്ത് ഇങ്ങനെ പതിയെ ആ ഉറക്കം മാറ്റിയിടും. ഭയങ്കര സുഖം കിട്ടും, ഭയങ്കര സന്തോഷം കിട്ടും, നല്ല റാഹത്ത് കിട്ടും. അല്ലാഹുവേ, നമ്മളറിയാത്ത ഒരു പഴുതിലൂടെയും ഇബ്ലീസിനെ നീ കൊണ്ടുവരല്ല അല്ലാ, കൊണ്ടുവരല്ല റബ്ബേ.
ഇബ്ലീസു വദ്ദുനിയാ വനഫ്സി. മൂന്നാമത്തെ സ്വന്തം ശരീരം തന്നെയാണ്. സ്വന്തം ശരീരം തന്നെയാണ് മൂന്നാമത്തെ ശത്രു. നമ്മൾ തന്നെ നമ്മുടെ ശത്രു, നമ്മൾ തന്നെ ശത്രു. ശരീരത്തിന്റെ സുഖം, ശരീരത്തിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം. അത്തിപ്പറ്റ ഉസ്താദിന്റെ കൂടെ എത്രയോ യാത്ര ചെയ്ത ഇബ്രാഹിം സാഹിബിന്റെ വീട്ടിൽ അദ്ദേഹം തന്നെ ഗൾഫിന്റെ ഭക്ഷണമാണ് തയ്യാറാക്കിയത്. എല്ലാ സാധനവും ഉണ്ട് എന്ന് പറഞ്ഞാൽ യൂറിക് ആസിഡ് കഴിച്ചുകൂടാത്തതുണ്ട്, ക്യാൻസറിന് കഴിച്ചുകൂടാത്തതുണ്ട്, വയറുവേദനയ്ക്ക് കഴിച്ചുകൂടാത്തതുണ്ട്, എല്ലാ സാധനവും ഉണ്ട്. പക്ഷെ കഴിക്കാതിരിക്കാൻ പറ്റൂല. എല്ലാം ഇട്ട് തരുമ്പോൾ അത്തിപ്പറ്റ ഉസ്താദ് ഇഷ്ടപ്പെട്ട സാധനമാണ്, ഇത് പൂവമ്പഴാണ്, ഇത് മീനാണ്, അങ്ങനെ അങ്ങനെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നിഷേധിക്കാൻ പറ്റില്ല. അങ്ങനെ ആ മനുഷ്യൻ തരും. എന്നിട്ടൊരു വിശ്രമിക്കാൻ വേണ്ടി ഒരു കട്ടിൽ കൊണ്ട് കിടത്തിയിട്ട് ആ കട്ടിലിന്റെ കാലിൽ അത്തിപ്പറ്റ ഉസ്താദിന്റെ തോർത്ത് കെട്ടിയിട്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലത്തും അത്തിപ്പറ്റ ഉസ്താദ്, ഒരു രക്ഷയില്ല. ഞാൻ ഉറങ്ങിയതിന് ശേഷം പറഞ്ഞത് കൊണ്ട് സമാധാനം. ഇല്ലെങ്കിൽ ആ കട്ടിൽ കിടക്കാൻ എനിക്ക് പറ്റുമോ? നമുക്ക് എങ്ങനെ കിടക്കാൻ പറ്റുമോ? ഉസ്താദിന്റെ തോർത്ത് ഉസ്താദിന്റെ കയ്യിൽ നമുക്ക് ആ ബഹുമാനം അങ്ങനെ തന്നെ കൊടുക്കട്ടെ. എന്തായാലും കിടക്കാൻ പറ്റും. എല്ലാം കഴിഞ്ഞ് റാഹത്തായതിനു ശേഷം പറഞ്ഞു ഉസ്താദ് കിടന്ന കട്ടിലാണ്, ഉസ്താദിന്റെ തോർത്താണ്. ഒരു വലിയ തൗഫീഖ് തന്നെയാണ്. അല്ലാഹു തആല ആ ബന്ധത്തിലൂടെ വലിയ വിജയം അവർക്കൊക്കെ അല്ലാഹു കൊടുക്കുമാറാകട്ടെ. സ്വന്തം ശരീരത്തെ ശത്രുവായിട്ട് തന്നെ കാണണം. ശരീരത്തിന് ഭയങ്കര ആഗ്രഹമാണ്, ഭയങ്കര മോഹങ്ങൾ ഉണ്ടാവും അല്ലേ? ഫതുഹുൽ വദാഇന്റെ മുമ്പിൽ ഇരുന്ന് പ്രഭാഷണം കേട്ടിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് ചെല്ലുമ്പോ, നിങ്ങളുടെ പ്രിയപ്പെട്ട പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ചെല്ലുമ്പോ നിങ്ങളുടെ പരിസരത്തുള്ളവര് നിങ്ങളോട് പറയുന്നു, ഞാൻ ഇന്നലെ രാത്രി ഞാൻ എന്റെ കാമുകന്റെ കൂടെ രാത്രി ഒന്ന് പോയിരുന്നു പെണ്ണേ, എന്തോ ഒരു സുഖമായിരുന്നെന്നറിയോ, എന്തോ ഒരു രസമുള്ള ആ ബുള്ളറ്റിന്റെ പുറകിൽ ഇങ്ങനെയിരുന്ന് കൊച്ചിയുടെ തിരുവോരങ്ങളിലൂടെ പാതിരാത്രി ഒരു യാത്ര. ഞാൻ എന്റെ കാമുകന്റെ വയറ്റിൽ ഇങ്ങനെ അമർത്തിപ്പിടിച്ചിട്ട് പുറകിലിരുന്നപ്പോ കിട്ടിയ ഒരു മാനസിക സുഖമുണ്ടല്ലോ എന്ന് ഏതെങ്കിലും ഒരു പെൺകുട്ടികളോട് ക്യാമ്പസിലേക്ക് ചെല്ലുമ്പോ കൂട്ടുകാരികൾ പറഞ്ഞാൽ, പൊന്നുമോളെ ആ വാക്കിന്റെ മാസ്മരികമായ പ്രണയക്കുരുക്കിൽ വീണുപോകല്ല മോളെ, നിനക്ക് തിരിച്ചു പറയാൻ കഴിയണം പെണ്ണേ. അത് ദുനിയാവിൽ മാത്രമുള്ള സുഖമല്ലേ? പക്ഷെ നിനക്കറിയോ, ഇന്നലെ പാതിരാത്രി എന്റെ വീട്ടിൽ എന്റെ ഉമ്മ ഉറങ്ങുന്നു, ഉപ്പ ഉറങ്ങുന്നു, അനുജനും ജേട്ടനും ഉറങ്ങുന്നു, എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ ഞാനൊന്ന് ഉണർന്നു പെണ്ണേ. ഞാൻ ഉണർന്നിട്ട് ഒന്നുകൊടുത്തിട്ട് മുസല്ല വിരിച്ചിട്ട് ഞാൻ 2 റക്അത്ത് നിസ്കരിച്ചു പെണ്ണേ. ആ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു ഇരുത്തയുണ്ടായിരുന്നു. ആ ഇരിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയ മനസ്സിന്റെ ഒരു സുഖമുണ്ടല്ലോ, അത് ലോകത്ത് നീ 1000 കാമുകന്റെ കൂടെ പോയാലും പൊന്നുമോളെ അത് നിനക്ക് കിട്ടൂല എന്ന് പറയാൻ സാധിക്കണം. ബിസ്മിയും ഹംദും സ്വലാത്തും നൽ സലാമും മുന്നേ ബില്ലിനെ ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. മുശ്ഫിഉം മുഫല്ലലുൻ മുഖദ്ദമുൻ നൂറുല്ലാഹ് മൂസിലുൻ മുഹൈമിനുൻ മുബല്ലിഉൻ സഅദുല്ലാഹ്. അല്ലാഹ് തന്റെ അംബിനാലെ ആദരിത്തമൈത്തേ ഫാത്തിമുൻ നബിന്റെ മകൾ ഫാത്തിമ ബീബേറ്റേ. അല്ലാഹുവേ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അന്ന പെണ്ണേ, നിന്നെ പോലെ ഒരു പെണ്ണ് തന്നെയായിരുന്നു. പക്ഷേ ജീവിതം അല്ലാഹുവിനെ സമർപ്പിച്ചപ്പോ കടന്നു വരാൻ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഒരു പഴുത് പോലും കൊടുക്കാതെ സ്വന്തം കൈകൊണ്ട് ഖബർ തീർത്തിട്ട് ഖുർആനിന്റെ അത്ഭുത തിരമാലകളെ കൊണ്ട് ആ ഖബറിന്റെ അകത്ത് സ്വർഗ്ഗം പണിഞ്ഞ പൊന്നുമോളാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. നിനക്ക് കഴിയട്ടെ മോളെ, ഫതുഹുൽ ഫതാഹിന്റെ മന്ദരികൾക്ക് മുകളിലൂടെ ചവിട്ടിയിട്ട് ആണ്ട് ഉറൂസ് മഹാമഹത്തിന് നടന്നു നീങ്ങുമ്പോ, ഇവിടത്തെ ഭക്ഷണം കഴിക്കുന്നു, ഇവിടത്തെ മഹാരഥന്മാര് വന്ന് ദുആ ചെയ്യുമ്പോ, ദുആയിൽ ഉൾക്കൊള്ളുമ്പോ, പങ്കെടുക്കുമ്പോ അതിന്റെ ഒക്കെ ഗുണം കൊണ്ട് മറ്റൊരു നഫീസയാകാ, മറ്റൊരു റാബിയാവാ. എന്റെ പൊന്നുമോളെ നിനക്ക് കഴിയട്ടെ. ശരീരം കുലിക്കുന്ന, ശരീരം ആഗ്രഹിക്കുന്ന, ശരീരം ഇച്ഛിക്കുന്ന വേണ്ടാത്തരങ്ങൾക്ക് നിന്നുകൊടുത്തിട്ട് ഖബറിന്റെ അകത്ത് ആളിക്കത്തുന്ന തീരേക്ക് ചെന്ന് വീഴണ്ട മോളെ. ആരൊക്കെ എന്തൊക്കെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞാൽ, പെണ്ണേ നിനക്ക് നിന്റെ വസ്ത്രമാണ്, നിന്റെ സ്വാതന്ത്ര്യമാണെന്ന് ഏത്
സിനിമ പറഞ്ഞാലും ഏത് കഥ പറഞ്ഞാലും ഏത് പാട്ട് പറഞ്ഞാലും മോളെ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരച്ച് കാണിച്ചു തന്ന ഒരു ജീവിതമുണ്ട്, ഒരു ശൈലിയുണ്ട്, ഒരു സർക്കിളുണ്ട്. അതിന്റെ അകത്തിരുന്ന് ഞാൻ മാറൂല റബ്ബേ എന്ന ഒരു ഉറച്ച തീരുമാനം മോളെ നിനക്കുണ്ടാവട്ടെ. അവിടെയാണ് ഒരു വലിയ വിജയം അള്ളാഹുവിന്റെ ഭാഗത്ത് നമുക്ക് ഉണ്ടാവുക. നാലാമത്തെ ശത്രു ജനങ്ങളാണ്. അങ്ങനെയൊക്കെ കാണണം. മക്കള് ചിലപ്പോ ശത്രു. അതുകൊണ്ടല്ലേ ഖുർആൻ പറഞ്ഞത് ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്. നിങ്ങളുടെ മക്കളും നിങ്ങളുടെ പണമൊക്കെ അള്ളാഹുവിൽ നിന്നും നിങ്ങളെ മാറ്റുന്ന ഒരു സംഭവം ആകാൻ പാടില്ല. ഒരിക്കലും അങ്ങനെ ആകാൻ പാടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതുകൊണ്ട് വലിയ ഗുണമില്ലാതായി പോകില്ലേ? ഒരിക്കലും അങ്ങനെ ആകാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് നമ്മുടെ സ്വർണ്ണ പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തിയിട്ട് ബാക്കി വിഷയത്തിലേക്ക് വരാം. ദുആ കഴിയാതെ ആരും എഴുന്നേക്കരുത്. സമയം വൈകിപ്പോയെന്ന് എനിക്കറിയില്ല. ഇൻഷാ അല്ലാഹ് നമുക്കൊരു 11 ആലക്കാമ നിർത്തല്ലോ. അങ്ങനെയാണ് ഉസ്താദേ? എത്ര മണിക്ക് നിർത്താം? പറയാം. അപ്പോൾ നിങ്ങൾ ദുആയൊക്കെ ഉള്ളത് കൊണ്ടേ പിന്നെ ചെയ്യാം. ഒരു പേപ്പർ നമ്മുടെ വോളണ്ടിയർമാരുടെ കയ്യിലൊന്ന് കൊടുത്തോ. സ്ത്രീകളുടെ ഭാഗത്തേക്ക് പോയിട്ട് സ്വർണത്തിന് ഉദ്ഘാടനം ഒരുപാട് വന്നു. നമുക്ക് അതിൻ്റെ ഒരു ഉദ്ഘാടന കർമ്മം ഇൻഷാ അല്ലാഹ് നിർവഹിക്കാൻ പോകണം. നമ്മുടെ ആ പദ്ധതിയുടെ ഒരു ഉദ്ഘാടനം ഇൻഷാ അല്ലാഹ്. നിങ്ങളെല്ലാവരും ഒന്ന് എഴുന്നേറ്റിട്ടിരിക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നല്ല റാഹത്താണ്, ഒരു സന്തോഷമാണല്ലോ. ഒരു അത്തിപ്പറ്റ ഉസ്താദിന്റെ പേരിലുള്ള ഒരു പദ്ധതി തുടങ്ങാൻ പോവാണ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉമ്മാക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, പെമ്മക്ക് വേണ്ടി, സഹോദരിക്ക് വേണ്ടി, മോൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന പദ്ധതിയാണ്. അത് ഉസ്താദ് എന്തൊന്നറിയില്ല, അങ്ങനെ ഒരു തോന്നലുണ്ടായതാണ്. അത് ചിലപ്പോ ഇതുവഴി ഇങ്ങനെ കടന്നുപോയപ്പോൾ തോന്നിയതായിരിക്കാം. അൽഹംദുലില്ലാ. അത് അള്ളാഹു ഈ സ്ഥാപനത്തിന് വേണ്ടി, സംരംഭത്തിന് വേണ്ടി അഹ്ബാബ് അങ്ങനെ തുടങ്ങിയിട്ട് മാഷാ അല്ലാഹ് പാവങ്ങള്, കൂലിവേലക്കാര്, പച്ചക്കറി കച്ചവടക്കാര്, സാധുക്കള്, മീൻ കച്ചവടക്കാര്, ചെറിയ വരുമാനക്കുള്ള ആളുകളൊക്കെ എല്ലാ വർഷവും 2000 രൂപ അതൊരു ബറക്കത്താണ് ഉസ്താദ് എന്ന് പറഞ്ഞ് കൊടുക്കണം. ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ ഈ സ്വർണ്ണ പദ്ധതിക്ക് അങ്ങനെ ഒരുപാട് ആളുണ്ടാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചെയ്തു കൊടുക്കി വരൂലേ? സ്ക്രീനിൽ വരൂലേ? മോനൊന്ന് പറയും. സാധനം കൊണ്ട് കൊടുത്തോ? വന്നു മാഷാ അല്ലാഹ്. നമ്മളൊന്ന് മാറിയാലേ കാണാൻ പറ്റുള്ളൂ. സൈഡിലോട്ട് അല്ലേ കാണാൻ പറ്റും? സൈഡിൽ കാണാൻ പറ്റൂലേ? കണ്ടോളൂ മാഷാ അല്ലാഹ്. പെട്ടെന്നൊരു പ്രകാശനത്തിനുള്ള ബോർഡൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ സ്ക്രീനിൽ ഇങ്ങനെ ജൗഹർ എന്നാണ് പദ്ധതിയുടെ പേര്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഒരു ദുആ കഴിഞ്ഞിട്ടിരിക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ, പ്രിയപ്പെട്ട ശൈഖുനാക്ക് വേണ്ടി തുടങ്ങുന്ന പുതിയ പദ്ധതിയാണ്. അല്ലാഹുവേ, അതിൽ ഞങ്ങളുടെ ഉമ്മായെയും ഭാര്യയും മക്കളെയും പെൺമക്കളെയൊക്കെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഒരു തരി സ്വർണ്ണം ഞങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ ദുനിയാവിൽ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യുന്നു റബ്ബേ. അല്ലാഹുവേ, ഒരുപാട് പള്ളികൾക്ക്, സ്ഥാപനമൊക്കെ ഞങ്ങൾ സ്വതക്ക ചെയ്യുന്നു അല്ലാഹ്. അതിന്റെ കൂട്ടത്തിൽ ഒരു തരി സ്വർണം ഉസ്താദിന് വേണ്ടിയിട്ട് അൽഹംദുലില്ലാഹ് ഞങ്ങൾ നിയത്തിയാണ്. നീ സ്വീകരിക്കണേ റഹ്മാനെ, കബൂലാക്കണേ പടച്ചോനെ. ജൗഹർ പദ്ധതി ഉസ്താദിന്റെ പേരിൽ തുടങ്ങുന്ന എല്ലാ സംരംഭങ്ങൾക്കും അതിന്റെ ഒരു ഗുണം നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. സ്ത്രീകൾക്ക് ഏറ്റവും ഇഷ്ടം സ്വർണ്ണമാണ്. പക്ഷെ അതിനേക്കാൾ ഇഷ്ടം അത്തിപ്പറ്റ ഉസ്താദിനെയാണ്. അതുകൊണ്ട് അല്ലാഹുവേ, ഇൽമിന് വേണ്ടി, ഈമാന് വേണ്ടി അത് ചെലവഴിക്കാൻ തൗഫീഖ് നൽകണേ റബ്ബേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. 2-3 ബക്കറ്റ് കൊണ്ടുവരണം ഉസ്താദെ. ഒന്ന് വായത് ഉസ്താദെ, നിങ്ങൾ പിരിക്കാനും പറഞ്ഞില്ല, എന്നാലും കൊണ്ടുവരും. നമുക്കൊരു പരിപാടി പറഞ്ഞുതരാം. കൊണ്ടുവരും, വേഗം കൊണ്ടുവരും. ആ പൈസ പിരിച്ച ബക്കറ്റൊക്കെ പൈസയൊക്കെ മാറ്റി. മനസ്സിലാവും? മാഷാ അല്ലാഹ്. പൈസ പിരിച്ച ബക്കറ്റൊക്കെ മാറ്റി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ മുമ്പർക്ക് ചെറിയൊരു അതി കൊടുക്കലുണ്ട്. അപ്പൊ അതിനുള്ള തട്ടാണ് ഈ തട്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു കബൂലാക്കട്ടെ. ഇരിക്കും. മാഷാ അല്ലാഹ്, ഇരിക്കും. അപ്പോ കൊണ്ടുവരും. ഇനി ഈ ബക്കറ്റ് വനിതാ വോളണ്ടിയർമാരെ ഏൽപ്പിക്കുകയാണ്. പേരൊന്നുമില്ല. ജൗഹറിന്റെ പദ്ധതിക്ക് എന്റെ ഒന്നാമത്തെ സ്വതക്ക, പേരൊന്നുമില്ല. ഇതെന്റെ കമ്മലാണ്, ഇതെന്റെ വളയാണ്, ഇതെന്റെ മോതിരാണ്, ഇതെന്റെ കുഞ്ഞിന്റെ സ്വർണ്ണാണ്. പേരൊന്നും എനിക്ക് വേണ്ട. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം മുതൽ പേരൊക്കെ ഞാൻ എഴുതി കൊടുത്തോളാം. ഈ വർഷം ഉദ്ഘാടനമല്ലേ, ജൗഹറിന്റെ ഉദ്ഘാടനം ഗംഭീരാകട്ടെ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് നിഷ്കളങ്കമായി കണ്ണുനീരോടെ ഇതിനകത്ത് സ്വർണ്ണം ഇട്ട് കൊടുക്കുന്ന സഹോദരിമാർ എത്രയുണ്ട്. വേഗാവട്ടെ. 1 രൂപയും വായത് ഉസ്താദിനെ ചായ കുടിക്കാനും അതുപോലെ മുഹമ്മദ് ഉസ്താദിനെ ചായ കുടിക്കാനൊന്നും ഇല്ല. അവരത്ര സൂക്ഷ്മതയിൽ വാപ്പച്ച് വളർത്തിയ മക്കളാ. അതുകൊണ്ട് ധൈര്യമായിട്ട് കൊടുക്കാം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലം. പടച്ചവനെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്, ഖൈർ കൊടുക്കണേ അല്ലാഹ്, ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്.
റഹ്മാനും റഹീമുമായ പടച്ചവനെ, ഈ ബക്കറ്റിലേക്ക് സ്വർണ്ണമിടുന്ന കൈകളില് പടച്ചവനെ ജന്നാത്തുൻ നഈം കൊടുത്ത് അനുഗ്രഹിക്ക റബ്ബേ. ദാരിദ്ര്യം കൊടുക്കല്ലല്ലാ, അഭിവൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും കൈകളാക്കണേ റബ്ബേ. ബറക്കത്തിന്റെ കൈകളാക്കണേ അല്ലാ, റഹ്മത്തിന്റെ കൈകളാക്കണേ അല്ലാ, അഭിവൃദ്ധിയുടെ കൈകളാക്കണേ അല്ലാ, ഐശ്വര്യത്തിന്റെ കൈകളാക്കണേ റബ്ബേ. വനിതാ വോളണ്ടിയർമാര് ബക്കറ്റ് ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോ പെങ്ങളെ, ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിന്റെ ഫത്ഹുൽ ഫത്താഹ് വാനോളം വളരട്ടെ. ലോകം ശ്രദ്ധിക്കുന്ന സ്ഥാപനങ്ങള് ഉസ്താദിന്റെ പേരിലുണ്ടാകട്ടെ. അതിന് ഞാനൊരു കാരണക്കാരിയാകട്ടെ. നാളെ പരലോകത്ത് പ്രിയപ്പെട്ട ഉസ്താദ്, ഞാൻ നേതൃത്വം കൊടുത്ത സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നിന്നവരെ നരകത്തിലെറിയല്ല റബ്ബേ. ആ ഒരു വാക്ക് കിട്ടാൻ വേണ്ടി കെട്ടുപടച്ചവനെ, സിറാത്ത് പാലത്തിൽ ആ മിന്നലിന്റെ വെട്ടമൊന്നടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അതിൽ കൂടുന്നവർക്ക് ഖൈറും നിഅമത്തും ബറക്കത്തും അഭിവൃദ്ധിയും ഐശ്വര്യവും കൊടുക്ക റബ്ബേ. ആമീൻ ആമീൻ ആമീൻ. സല്ലി അലൻ നബി. കൊണ്ടുപോയോ ബക്കറ്റ്? കൊണ്ടുപോയോ? അബൂബക്കർ എവിടെ? കൊണ്ടുപോയോ? കൊടുത്തില്ലേ? ആ ഇൻഷാ അല്ലാഹ്. അത് കൊണ്ടുപോയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എല്ലാ ഭാഗത്തും കൊണ്ടുപോയിട്ട് വന്നു. എല്ലാവരും ഇടാനൊന്നും പറ്റൂല, പക്ഷെ എന്നാലും അതിന്റെ ഇടയിൽ അള്ളാഹു തെരഞ്ഞെടുത്ത ചില സ്ത്രീകൾ ഉണ്ടാവും, അവരിട്ട് കൊടുത്താൽ മതി. ചില ആളുകൾ ഉണ്ടാവും, അവർ ചെയ്തു കൊടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, പടച്ചോൻ ബറക്കത്ത് ചെയ്യട്ടെ. അതിന്റെ തുടക്കമായിട്ട് വീട് വേഗത്തിൽ വിറ്റുപോകാനും രോഗങ്ങൾ ശിഫയാകാനും സ്വർണ്ണ കമ്മല്, അതുപോലെ സ്വർണ്ണ വള, മാഷാ അല്ലാഹ് വലിയ സ്വർണ്ണ വളയാണ്. അതൊക്കെ മുറാദ് ഹാസിലാകാൻ വേണ്ടി. ഇതൊരു ഉദവിയുടെ അമ്മായിയമ്മയാണ്, മാഷാ അല്ലാഹ്, ഭാര്യയുടെ ഉമ്മ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഒന്നും പറയണ്ടെന്ന് പറഞ്ഞു. എന്ത് മുറാദായിരിക്കും, വലിയ വളയാണ് ഇതൊന്നും നമുക്കൊരു നഷ്ടമായിട്ട് നിങ്ങൾ കരുതരുത്. ഇത് കയ്യിൽ കിടന്നാൽ അങ്ങനെ കിടക്കും, സൗന്ദര്യം ഉണ്ടാവും, തിളക്കം ഉണ്ടാവും. ആ മക്കളും ഉണ്ട്. കുറച്ച് മുതിർന്ന ആൾക്കാരെ കൊടുത്തേക്കണേ സ്ത്രീകൾ. ആ ബക്കറ്റ് അത് വൃത്തിയായിട്ട് ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞ കാര്യം വൃത്തിയായിട്ട് ചെയ്യണം, അതിൽ ഒരു വീഴ്ച വരുത്തരും. പക്ഷെ അതൊന്ന് വോളണ്ടിയർമാരും മുതിർന്ന ആൾക്കാർ, അബൂബക്കർ ആരെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുകയാണ് ആ വിഷയം കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ. ഇതുണ്ടോ, ഒരു ഹുദവി ഉസ്താദിന്റെ ഭാര്യയുടെ ഉമ്മ കൊടുത്താണ്. അതുപോലെ അല്ലാഹുവേ, ഡ്രൈവർ ഇബ്രാഹിം സാഹിബിന്റെ ഭാര്യ റജില ഒരു സ്വർണം, അത് ഉദ്ഘാടനത്തിന് വേണ്ടി അവിടെ നിന്ന് നേരത്തെ കൈകാലിട്ട് അടിക്കുന്നുണ്ട്, ഫസ്റ്റ് പറയാൻ വേണ്ടിയിട്ട്. പക്ഷെ അതങ്ങനെ വന്നതിന്റെ കൂട്ടത്തിൽ പറഞ്ഞെന്ന് മാത്രമല്ല, അങ്ങനെ 3 പേര് അതിന്റെ ഉദ്ഘാടകരായി മാറിയിരിക്കുന്നു. അൽഹംദുലില്ലാ. അല്ലാഹുവേ, നീ കബൂലാക്ക പടച്ചോനെ നീ സ്വീകരിക്കല്ല. ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ദുനിയാവിൽ ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതിന്റെ പരമാവധി ഞങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും. അൽഹംദുലില്ലാ. ഇതിൽ ഒരുപാട് പാവങ്ങൾ, സാധുക്കൾ, രോഗികളൊക്കെ ഉണ്ടാവും. പ്രതിസന്ധിയുള്ളവരാണ് കൂടുതൽ ചെയ്യുക, സന്തോഷമുള്ളവർക്ക് ഇച്ചിരി പ്രയാസമാണ് ചെയ്യാൻ. രോഗവും പ്രയാസമൊക്കെ ഉള്ളവർ, ഞാൻ പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കലുണ്ട്. ആദ്യമൊക്കെ സ്വർണം കൊടുക്കുന്ന ക്യാൻസർ രോഗികളും നെഞ്ചുവേദന വന്നവരും ഭർത്താവ് അറ്റാക്ക് വന്നവരും അങ്ങനെയൊക്കെയാണ് കുറേ ചെയ്യും. ഇബ്രാഹിഖാന്റെ ഉമ്മയും ഒരു സ്വർണം, ഇബ്രാഹിഖാന്റെ ഭാര്യ ഒരു സ്വർണം, ഇബ്രാഹിഖാന്റെ ഉമ്മ ഒരു സ്വർണം. കുലു തക്ബീർ. അല്ലാഹു വലിയ പുരോഗതി കൊടുക്കട്ടെ. മരിച്ചുപോയി ഇപ്പാടെ ഉമ്മാടെ പേരിൽ ദുആ ചെയ്യാൻ ഒരു സഹോദരി സ്വർണ്ണ മോതിരം. അൽഹംദുലില്ലാ. സ്ഥാപനത്തിൽ പഠിക്കുന്ന അനീസ റഈസ് ഇരട്ട കുട്ടികളാണ്, അവരുടെ ഉമ്മാന്റെ വക ഒരു മോതിരം. ഈ ബക്കറ്റ് കൊണ്ടുപോകുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ സ്ലിപ്പും പേനയും കൂടി കൊണ്ടുപോകണം. കാരണം ഈ സ്വർണ്ണ പദ്ധതിയിൽ എന്റെ പേരെഴുതിക്കോ മോനെ, ഇൻഷാ അല്ലാഹ്. ഈ ഒരു വർഷത്തിനകത്ത് കൊടുത്താൽ നാളെ രാവിലെ കൊണ്ടുവരാനുള്ള ഈ പറഞ്ഞത്. ഇന്നുള്ളവർ ബക്കറ്റിലേക്ക് ബിസ്മിൻ ചൊല്ലി ഇടുക, ഇല്ലാത്തൊരു പേരെഴുതി കൊടുക്കുക. എന്തിനാണ് പേരെഴുതി കൊടുക്കുന്നത്? അടുത്ത ഒരു വർഷത്തിനകത്ത് ഫത്തഹിൽ ഫത്താഹിൽ അവിടെ ഓഫീസിൽ വന്നിട്ട് ഈ സാധനം കൊടുക്കുക. ഞാൻ ജൗഹർ പദ്ധതിയിൽ ഒരു മോളാണ്, എനിക്ക് ദുആ ചെയ്യണം. ഇനിയിപ്പോൾ എല്ലാ സ്ഥലത്തും എനിക്ക് ദുആ ചെയ്യാൻ പറ്റും. അത്തിപ്പറ്റയിലെ ജൗഹർ പദ്ധതിയിലുള്ള സഹോദരിമാരെ അനുഗ്രഹിക്കണേ റബ്ബേ എന്ന്. നാളെ എറണാകുളത്താണ് പരിപാടി. പക്ഷെ ഇന്ന് രാത്രി തിരുവനന്തപുരത്ത് പോകണം, പോയിട്ടാണ് നാളെ എറണാകുളത്തേക്ക് വരാം. നാളെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ജീലാനി ദിനവുമായി ബന്ധപ്പെട്ട വലിയൊരു പരിപാടി തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് നിർബന്ധമായിട്ട് പോയേ പറ്റുള്ളൂ. അൽഹംദുലില്ലാ, കുഴപ്പമില്ല. വലിയ വലിയ മഹത്തുക്കൾക്ക് വേണ്ടിയിട്ട് കുറച്ച് റിസ്ക് എടുത്ത് യാത്ര ചെയ്യുന്നതിൻ്റെ ഗുണം അള്ളാഹു ജീവിതത്തിൽ ഇൽമിലും തരുമല്ലോ, അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അള്ളാഹു തആല സഹായിക്കട്ടെ. അപ്പോൾ സ്ത്രീകളുടെ ഭാഗത്ത് കൊണ്ടുവരുമ്പോൾ വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യണം. അത് വളരെ ഭംഗിയോടെ ആദരവോടെ കാണണം. ഒരു പിടിച്ചുപറി പിരിവാണെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകരുത്. വളരെ ബഹുമാനത്തോടെ കണ്ട് ആ കാര്യം കൈകാര്യം ചെയ്യണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ കവറിൽ നിന്നും കൂടിൽ നിന്നും ഒക്കെ സ്വർണ്ണം പ്രത്യേകിച്ച് ഒന്നിലേക്ക് മാറ്റി ലിസ്റ്റ് എല്ലാം സൂക്ഷിച്ചു വെക്കുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമത്തിന് എല്ലാവിധ ബറക്കത്തും ചുരിയട്ടെ. എല്ലാ ഐശ്വര്യവും അള്ളാഹു ചുരിഞ്ഞു തരുമാറാകട്ടെ. എല്ലാ ഖൈറും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഈ 4 കാര്യങ്ങൾ ഉണ്ടായാൽ പിന്നെ പെട്ടെന്ന് വരുന്ന കാര്യം എന്താണെന്നറിയോ? ഈ 4 ശത്രുവിനെ പരാജയപ്പെടുത്തിയ പിന്നെ വരണ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കണ്ണീരാണ്.
മുഹമ്മദ് ഉസ്താദിന്റെ ഇളയ മോനാണല്ലോ മുഹമ്മദ് ഉസ്താദ്. മുഹമ്മദ് ഉസ്താദിന്റെ ചെറിയ അളിയന്റെ ഇളയ മകൾക്ക് വേണ്ടിയിട്ട് ഒരു സ്വർണം അല്ലാഹുവിനെ കബൂലാക്കോടച്ചോനെ കബൂലാക്ക റഹ്മാനെ. ചെറിയ പൊട്ടാലും മതി കേട്ടോ, കുഞ്ഞു സ്വർണ്ണാണെങ്കിലും മതി. നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ അടുത്ത് നിൽക്കുന്ന വോളണ്ടിയർമാരോട് പറയാം, എൻ്റെ ഉമ്മ വന്നിട്ടില്ല, പക്ഷെ എൻ്റെ ഉമ്മാന്റെ പേരിൽ ജൗഹറിലേക്ക് ഒരു ചെറിയ സ്വർണം. അപ്പൊ അവനൊന്നും നിങ്ങൾ പറയണ്ട, സ്വർണ്ണം ഇവിടെ ഏൽപ്പിച്ചാൽ മതി, അത് ഈ 1 വർഷത്തിനകത്ത് ഏൽപ്പിച്ചാൽ മതി. എത്ര പേർക്ക് സാധിക്കുമെങ്കിലും ആ മക്കളോട് പറയാം. വനിതാ വോളണ്ടിയർമാർക്കിടയിൽ അവരുണ്ട്, പുരുഷന്മാർക്കിടയിൽ നമ്മുടെ മുത്തഅല്ലിമീങ്ങളുണ്ട്. നിങ്ങൾക്ക് പറയാം, എൻ്റെ ഉമ്മാന്റെ പേരിൽ, എൻ്റെ മകളുടെ പേരിൽ, എൻ്റെ ഭാര്യയുടെ പേരിൽ, അങ്ങനെ പറയാം. അൽഹംദുലില്ലാ. ആരും നിർബന്ധിക്കൂല, നിങ്ങൾ ആരും അങ്ങനെ ചിന്തിക്കും വേണ്ട, അതിനുവേണ്ടി സമയവും ഞാൻ ചിലവഴിക്കൂല. അതിങ്ങനെ അഹ്ബാബ് നടക്കണ പോലെ നടക്കണം. അഹ്ബാബില് 2000 രൂപയുടെ പദ്ധതിയിൽ ഇതുവരെ പങ്കാളികളായവർ ഒന്ന് കൈവയ്ക്കുക. എത്ര പേരുണ്ടെന്ന് നോക്കട്ടെ. താത്തിടല്ലേ നോക്കാൻ വേണ്ടി, സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. ഇൻഷാ അല്ലാഹ്. അത് വർഷത്തിൽ 2000 രൂപയാണ് അഹ്ബാബ്, വർഷത്തിൽ 2000 രൂപയാണ്. ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് ഇവിടെ ഗംഭീരമായ കാര്യങ്ങൾ നടക്കും. ആർക്കും ഒരു ബുദ്ധിമുട്ട് വരില്ല, വാഗ്ദാനം ചെയ്തിട്ട് കൊടുക്കാൻ പറ്റാത്ത പ്രശ്നം വരില്ല, ഒന്നും ഉണ്ടാവില്ല. കൊടുങ്ങല്ലൂരുള്ള ഒരു പ്രിയപ്പെട്ട സഹോദരി 4000 രൂപ അയച്ചു തന്നിട്ടുണ്ട് ഇവിടെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട്. അള്ളാഹു ആ പ്രിയപ്പെട്ട കുടുംബത്തിന് ഖൈർ കൊടുക്കട്ടെ, അവിടെ ഭർത്താവിന് നല്ല ജോലി പ്രദാനം ചെയ്യട്ടെ. അങ്ങനെ ചില ആളുകളൊക്കെ അങ്ങനെ പലപ്പോഴും എത്തിച്ചു കൊടുക്കലുണ്ട്. 2000 വർഷത്തിൽ 2000 നീയത്ത്. ഇത് അഹ്ബാബിൽ പങ്കാളികളാകണം. അതിൽ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടാവണം. നിങ്ങൾ ചേരാത്തവർ, ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക, കൈ ഉയർത്തിയവര്, ഉസ്താദിന്റെ ഒരു അത്തിപ്പറ്റി ഉസ്താദ് വന്നിട്ട് നിങ്ങളോട് ചോദിക്കണം അഹ്ബാബിൽ പങ്കാളികളായവർ ആരൊക്കെ മക്കളെന്ന് ചോദിക്കുമ്പോൾ അതിങ്ങനെ കൈ ഉയർത്തി കാണിച്ച് ഞങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ഉസ്താദിന് എന്തോ ഒരു സന്തോഷമാവും. ഉസ്താദ് കാണുമല്ലോ എന്ന് പറഞ്ഞ് കൈവക്കാൻ കഴിയുമല്ലോ നമുക്കൊരു അഭിമാനത്തിന് വേണ്ടി. അതൊക്കെ വലിയ നിഅമത്ത്. അത് വെള്ളം വേണ്ട, വെള്ളം വേണ്ടിയിരിക്കും. വെള്ളമൊക്കെ തരാമെന്ന് എനിക്കറിയാം. ഒന്നും വേണ്ട, അൽഹംദുലില്ലാ. നിങ്ങൾ ഇരുന്നോളി, ഇരുന്നോളി, ഇവിടെ ഇരുന്നോളി. മാഷാ അല്ലാഹ്. അങ്ങനെ നല്ല വൃത്തിയായിട്ട് ഒരേ പാവങ്ങളുണ്ട്. ഞാൻ ഇടയ്ക്ക് ഇവിടെ ഇങ്ങനെ ഫത്തുൽ ഫത്തായിൽ വരുമ്പോൾ ഈ വലിയ മഹാന്മാരെ മക്കാവിന്റെ മുമ്പിൽ കുറേ സാധനങ്ങൾ ഉണ്ടാവും. നല്ല സന്തോഷമാണ് കാണുമ്പോൾ. അൽഹംദുലില്ലാ. കലണ്ടറൊക്കെ എല്ലാവർക്കും കിട്ടിയോ? കലണ്ടർ കൊടുത്തോ? കലണ്ടറൊക്കെ കൊടുത്തോ? ഷരീഫ് ഹാജി കാസർഗോഡ് ഉമ്മാന്റെ പേരിൽ ഒരു സ്വർണം. അല്ലാഹുവിനെ സ്വീകരിക്കണേ പടച്ചവനെ, അല്ലാഹുവേ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. ഞാന് പ്രസംഗത്തിന്റെ ബാക്കി ഇങ്ങനെ പറയാൻ വേണ്ടി സ്ത്രീകളുടെ ഭാഗത്ത് പോയ ബക്കറ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്, ഒരു സന്തോഷത്തിന്. നിങ്ങൾ എത്രത്തോളം അത് സ്വീകരിക്കുന്നുണ്ട്. ആ ലിസ്റ്റും വേണം. ലിസ്റ്റ് എഴുതാൻ വനിതാ വോളണ്ടിയർമാർ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും നിങ്ങളൊന്ന് ശ്രമിച്ചിട്ട് ഈ ജൗഹറ പദ്ധതിക്ക് ഞാനൊരു ചെറിയ സ്വർണം കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഒന്ന് ചേരാൻ വേണ്ടിയിട്ട്. ഇപ്പൊ കുറെ ആളുകൾ ഇങ്ങനെ പറഞ്ഞല്ലോ, അൽഹംദുലില്ലാ. ഒരു വർഷത്തിൽ എപ്പോഴെങ്കിലും ഇടയ്ക്ക് കൊണ്ട് കൊടുത്തേച്ചാൽ മതി. അള്ളാഹു വലിയ നിഅമത്ത് ചൊരിഞ്ഞു തരട്ടെ, വലിയ ബറക്കത്ത് തരട്ടെ ഇൻഷാ അല്ലാഹ്. പുരുഷന്മാരുടെ ഭാഗത്ത് നമ്മുടെ വോളണ്ടിയർമാരുണ്ട്, മുത്തഅല്ലിമീങ്ങൾ. ഇൻഷാ അല്ലാഹ് അഹ്ബാബ് പദ്ധതിയിൽ ചേരാത്തവർക്ക് ചേരാം, സ്വർണ്ണ പദ്ധതിയിൽ ചേരാത്തവർക്ക് ചേരാം. ഉമ്മാന്റെ പേരിൽ, ഭാര്യയുടെ പേരിൽ. ഇതൊക്കെ വെറുതെ ചില വെറും ഹിക്മത്തുകളാണെന്ന് തോന്നിപ്പോകരുത്, അങ്ങനെ തോന്നിപ്പോകരുത്. ഇത് ഈ സ്ഥാപനത്തിലേക്ക് നമ്മുടെ മനസ്സിന് ചേർക്കാൻ പറ്റുന്ന പല വഴികളിൽ ഒന്ന് അത്രേ ഉള്ളൂ. നമ്മുടെ സമ്പത്തിന്റെ സംശുദ്ധീകരണം, നമ്മുടെ ഈ ദഅവത്തിന് വേണ്ടി നമ്മുടെ ഒരു കൈത്താങ്, ഒരു ചെറിയ ഹെൽപ്പ്, അതൊരു വലിയ വിപ്ലവം സൃഷ്ടിക്കും. പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന പോലെ നമ്മൾ ഇത്രയും ആളുകൾ ഒരുമിച്ച് നിന്ന് ചെയ്യുമ്പോൾ വലിയ വിപ്ലവം സൃഷ്ടിക്കും. നിങ്ങളുടെ മുന്നിൽ മുത്തഅല്ലിമീങ്ങളുണ്ട്, സ്ലിപ്പ് അവരുടെ കയ്യിലുണ്ട്, എഴുതി വാങ്ങിച്ച് ചെയ്തു കൊടുക്കുക. നമ്മുടെ സ്വന്തം കാര്യം പോലെ ചെയ്തു കൊടുക്കുക. നമ്മൾ ആ വിഷയത്തിലൊന്നും മൂഢരായിരിക്കരുത്. നമുക്ക് പറ്റുന്നതൊക്കെ ചെയ്യണം. സ്ത്രീകളുടെ ഭാഗത്ത് മാഷാ അല്ലാഹ് വൃത്തിയായിട്ട് ആ കാര്യം നടക്കുന്നുണ്ടല്ലോ. വനിതാ വോളണ്ടിയർമാരെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വനിതാ വോളണ്ടിയർമാർക്ക് അള്ളാഹു എല്ലാ ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. എല്ലാ ഐശ്വര്യവും സർവശക്തനായ അള്ളാഹു ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. ആമീൻ, ആമീൻ. ഇനി വലിയ പ്രശ്നമൊന്നുമില്ല, ദുആ ചെയ്യാൻ പോവാ. ഈ 4 ശത്രുക്കളെ പരാജയപ്പെടുത്തിയാൽ ഒരു വിശ്വാസിക്ക് പിന്നെ കിട്ടുന്ന കാര്യം കണ്ണീരാണ്. നിസ്കരിക്കുമ്പോ, ദുആ ചെയ്യുമ്പോ, സ്വലാത്ത് ചെല്ലുമ്പോ, ഖുർആൻ ഓതുമ്പോൾ അങ്ങനെ കണ്ണ് നിറയും. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 300 വർഷം കരഞ്ഞു എന്നാണ് ചരിത്രം പറയുന്നത്. 300 വർഷം പ്രവാചകന്മാരൊക്കെ കരഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ കിടന്ന് കരഞ്ഞിട്ട് മണലിലാണ് സുജൂദ് ചെയ്യുക. ആ മണലിൽ കണ്ണുനീരൊഴുകിപ്പോയ വഴി ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയാണ്. പ്രവാചകന്മാർ കരഞ്ഞിട്ടുണ്ട്, ഔലിയാക്കൾ കരഞ്ഞിട്ടുണ്ട്, മഹാരഥന്മാർ കരഞ്ഞിട്ടുണ്ട്. ഒരുപാട് കണ്ണീരിങ്ങനെ ദുആയില്, പ്രസംഗത്തില്, ജീവിതത്തില് ഒക്കെ കരഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കണ്ണീർ അള്ളാഹു നമുക്ക് തന്നെ അനുഗ്രഹിക്കട്ടെ.
അത്തിപ്പറ്റ ഉസ്താദിന്റെ മരുമകൾ മുഹമ്മദ് ഫൈസി ഉസ്താദിന്റെ ഭാര്യ ഒരു സ്വർണം. കുലൂ തക്ബീർ, കുലൂ തക്ബീർ. അൽഹംദുലില്ലാ, ജോഹർ പദ്ധതിയിൽ ആദ്യം അവിടെ നിന്ന് ആളുകൾ ചേരുകയാണ്. അൽഹംദുലില്ലാ. ഞാൻ എൻ്റെ ഭാര്യയോട് സംസാരിച്ചിട്ട് ഞാനും ഇൻഷാ അല്ലാഹ് സംസാരിക്കാതെ ചെയ്യാത്തത് വേറൊന്നുണ്ടല്ലോ. ഇന്നലെ നമ്മളൊരു പദ്ധതിക്ക് എൻ്റെ ഉസ്താദ് നേതൃത്വം കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിലെ സ്വർണ്ണ പദ്ധതിക്ക് ഒന്നാമത്തെ ആളായിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് സംസാരിച്ചിട്ട് ഞാൻ വായിദ് ഉസ്താദായിട്ട് ചേർന്നിട്ട് അതൊക്കെ എപ്പോഴും സംസാരിക്കലും ചെയ്യലൊക്കെ ഉള്ളതാണ്. അൽഹംദുലില്ലാ, അതിൽ ചേരും. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു വലിയ ബറക്കത്തും ഐശ്വര്യവും തരുമാറാകട്ടെ. അതുകൊണ്ട് ഇനി കുറഞ്ഞ സമയമുള്ളൂ. ആ സമയത്ത് ഇത്തരം പദ്ധതികളിൽ ഇവിടെ വന്നിട്ട് ഞാനും കൂടി പങ്കാകട്ടെ എന്ന് പറഞ്ഞ ആഗ്രഹത്തോടെ ചേരാനുള്ളവരുണ്ടെങ്കിൽ എല്ലാവർക്കും ചേരാം. അള്ളാഹു വലിയ ഐശ്വര്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യണം. ആ സ്ത്രീകളുടെ ഭാഗത്തുണ്ട് ബക്കറ്റ് ഒരെണ്ണം ഞാൻ നോക്കട്ടെ എങ്ങനെ ഉണ്ട്. ഉസ്താദിന് വേണ്ടിയിട്ട് ഒരു ഫാത്തിഹ ഓതി നമുക്ക് ദുആ ചെയ്യണം കേട്ടോ. ഉസ്താദിന് വേണ്ടിയിട്ട് ഒരു ഫാത്തിഹ ഓതിയിട്ട് നമുക്ക് ദുആ ചെയ്യണം. നമുക്ക് വലിയ പ്രതീക്ഷയുള്ളൊരു പ്രാർത്ഥനയാണല്ലോ ഫത്ഹുൽ ഫത്താഹിന്റെ മുമ്പിൽ ഇവിടുത്തെ പ്രാർത്ഥനയ്ക്ക്. അൽഹംദുലില്ലാ, ഒരുപാട് ആളുകളാണ്. എത്രയാണ് ഫോണിൽ മെസ്സേജ്, ഫത്ഹുൽ ഫത്താഹിലല്ലേ ഉസ്താദേ എന്ന പ്രസംഗം എന്ന് പറഞ്ഞിട്ട് എത്ര മെസ്സേജാണ്. ദുആ ചെയ്യാൻ വേണ്ടി, ക്യാൻസർ, കടം കൊണ്ട് വലയുന്നവർ, മക്കൾക്ക് വേണ്ടി, അങ്ങനെ അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ. പിന്നെ മുത്തുനബിയെ സ്വപ്നം കാണാൻ വേണ്ടി, അത്തിപ്പറ്റ ഉസ്താദിനെ തന്നെ സ്വപ്നം കണ്ട 1-2 പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദുആ ചെയ്യണം അവിടെ പോകുമ്പോൾ, ഇപ്രാവശ്യം ഞാൻ അവിടെ ഇല്ല, ഗൾഫിലാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ മെസ്സേജുകൾ. അൽഹംദുലില്ലാ, അള്ളാഹു എല്ലാവരും അനുഗ്രഹിക്കട്ടെ. സുഖപ്രസവത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി, അങ്ങനെ ചില പ്രധാനപ്പെട്ട വസിയത്തുകൾ. സ്നേഹസാഗരത്തിന് വേണ്ടി ഉമ്മ നിയ്യത്ത് ചെയ്തതാണ് 1000 രൂപ. അള്ളാഹു അത് ഇതിൻ്റെ ഇടയിൽ പടച്ചോ സ്വീകരിക്കും. ഞാനിവിടെ വരുമ്പോൾ തന്നെ നമ്മൾ പെരിന്തൽമണ്ണയിൽ നമ്മുടെ ജാഫർ സാഹിബുണ്ട്, അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് സ്നേഹസാഗരത്തിൻ്റെ ഉദ്ഘാടനം ജനുവരി 15-നാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന മാണിയൂർ ഉസ്താദാണ് ഇൻഷാ അല്ലാഹ് അതിന് ദുആ നിർവഹിക്കുന്നത്. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. കുറേ വർഷത്തെ സ്വപ്നമാണ്, കുറേ വർഷത്തെ ഓട്ടമാണ്. പിന്നെ ജനങ്ങളോട് പോയിരുന്ന് കണ്ട് പൈസ പിരിക്കാനുള്ള പ്രയാസം കൊണ്ടാണ് അത് പെട്ടെന്ന് പൂർത്തിയാവാത്തത്. ഞാനങ്ങനെ അവരെ സങ്കടം കേൾക്കുമ്പോൾ വണ്ടി ചാട്ടിയത് പോണ ആളാണ്, അതുകൊണ്ട് നടക്കാത്തതാണ്. പക്ഷെ എന്നാലും കുറേ യുവാക്കൾ, നമ്മുടെ മുസമ്മിൽ, അതുപോലെ സിറാജ്, നമ്മുടെ എൻ്റെ പേരെന്താ, എൻ്റെ പേരെപ്പോഴും മറന്നു, ഷമീർ, നബീൽ, നല്ല സുഹൃത്തുക്കളാണ്. അവരൊക്കെ ഗ്യാങ്ങായിട്ട് പ്രവർത്തിക്കുകയാണ്. 100 രൂപ, 1000 രൂപ, 5000 രൂപ ഒക്കെ വാങ്ങിയിട്ട് സ്നേഹസാരത്തിന് വേണ്ടി കൂട്ടി വെക്കുകയാണ്. അള്ളാഹു വലിയ ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. സിറാജിന്റെ വല്യമ്മയുടെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. ഈ ഖിദ്മത്തിന് വരെ വലിയ നേട്ടം അള്ളാഹു കൊടുക്കട്ടെ. മുഹമ്മദ് ഹാദി എന്ന് പറയുന്ന കുട്ടി ഉപ്പായെ കാണില്ല എന്ന് പറഞ്ഞ കരയുന്നുണ്ട്. അബ്ദുള്ള ആലൂരാണ് ഉപ്പാന്റെ പേര്. അറിയാത്ത രീതിയിൽ അങ്ങനെ വിളിച്ചു വരികയാണല്ലേ വലിയ സൈഡിൽ കൂടെ. ഒന്നുമില്ല, അത് നിങ്ങൾ പേടിക്കണ ആളൊന്നുമല്ല, നമ്മളാൾ തന്നെ. നിങ്ങൾ നോക്കാൻ മാത്രമുള്ള ആളൊന്നുമല്ല, നമ്മളാൾ തന്നെ. സാലിം ഫൈസിക്ക് അള്ളാഹു ഇൽമിൽ ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. ഗുരുനാഥന്മാരുടെ പൊരുത്തം കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. ആ സ്ത്രീയുടെ ഭാഗത്തുണ്ടായ ബക്കറ്റ് ഒന്ന് കാണണം. ബക്കറ്റ് എങ്ങനെ തിരിച്ചു തരണം? സ്വർണ്ണം തന്നില്ലേന് കുഴപ്പമില്ല. 10 ബക്കറ്റ് കൊണ്ട് പോകല്ലേ. മാഷാ അല്ലാഹ്. ലൈവ് കാണുന്നവരോട് ഒരു കാര്യം കൂടി പറയാണ്. സാലിം ഫൈസി ഇവിടെ നേതൃത്വത്തിൽ, ഉസ്താദെന്ന് പറയരുതെന്ന് ഈ മനുഷ്യൻ പറഞ്ഞുകൊണ്ട് പറയാത്തതാണ്, അങ്ങനെ ഇപ്പോൾ ബാക്കി വന്നു പോകും. സാലിം ഫൈസിയുടെ നേതൃത്വത്തിൽ ഡിസംബർ 31-ന് തിരുവനന്തപുരം ജില്ലയിൽ ജമിയത്തുൽ ഉലമ പെൺകുട്ടികളുടെ വലിയ മനോഹരമായ ഒരു ക്ലാസ്. ഞാൻ പല സ്റ്റേജിലും പറഞ്ഞു, ഒരുപാട് ആളുകൾ അഡ്മിഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തിരുവനന്തപുരം